நான் வேதத்திலிருந்து சபைக்கு பிரயோஜனமான வசனங்களை உங்கள் மத்தியிலே வைக்க போறேன். அதற்கு ஆதாரமாக அப்போஸ்தலர் நடபடிகள் 6வது அதிகாரத்திலிருந்து சில வசனத்தை காட்டுகிறேன். அப்போஸ்தலர் நடபடி 6ஆம் அதிகாரத்தில் தான் யான் தேவ சபைக்கு எதிரான பிரச்சனைகள், சபையின் உள்ளிலிருந்து அதுவரை வெளியிலிருந்து சபைக்கு பல பிரச்சனைகள் இருந்தது. அநேகர் மரித்தார்கள். ഒരുപാട് പേരെ ആടുകളുടെ തോല് പുതപ്പിച്ച് വെയിലത്തിട്ട് കൊന്നു. அநேகருடைய ஆடுகளுடைய தோல் எடுத்து மூடி வெயில் போட்டு கொண்டார்கள். ചിലരെ തീക്കകത്തിട്ട് ചുട്ടു. சிலரை தீக்குள்ளால் போட்டு கொண்டார்கள். എങ്കിലും സഭ വളർന്നുകൊണ്ടിരുന്നു. എന്നാലും സഭை വളർந்தது. എന്നാൽ സഭയ്ക്കകത്ത് നിന്ന് ഒരു പ്രശ്നം ആരംഭിച്ചു. ஆனால் സഭയ്ക്ക് ഉള്ളിലിருந்து പ്രശ്നം ആരംഭിച്ചു. ഈ പ്രശ്നം ആരംഭിക്കുന്ന സമയത്ത് സഭയ്ക്കകത്ത് നടക്കുന്ന വേറെ ഒരു കാര്യം എടുത്തു പറയട്ടെ. സഭയിൽ இப்படி பிரச்சனை நடக்கும்போது வேற ஒரு காரியம் கூட நடந்தது. സഭ വളർന്നു. സഭை വളർந்தது. ഏറെക്കുറെ 5000-ഓളം ആളുകൾ സഭയ്ക്കകത്തായി. அதிகபட்சமாக 5000 பேர் சபைக்குள் வந்தார்கள். ഒരു വീട്ടിൽ നിന്ന് പുരുഷനെ പിടിച്ച് ജയിലിലിട്ടു, സ്ത്രീ സഭയ്ക്കകത്ത് വരും. പുരുഷനെ പിടിച്ച് ജയിൽ പോട്ടാറ്, സ്ത്രീ ഉള്ളാൽ വന്നാர்கள். ഒരു സ്ത്രീയെ പിടിച്ച് ജയിലിലിട്ടു, കുട്ടികൾ മാത്രം വരും. സ്ത്രീയെ കൊടുത്ത് ജയിൽ പോട്ടാറ്, പിള്ളേകൾ വന്നാர்கள். കുടുംബങ്ങൾ മുഴുവനും ഒരുമിച്ച് വരാൻ കഴിയാതെയായി. வர முடியாமல் போனது. ചുരുക്കം ചില കുടുംബങ്ങൾ ഒരുമിച്ച് വന്നെങ്കിലും ചില കുടുംബങ്ങൾ കുടുംബമായി വന്നാലും പല കുടുംബങ്ങളിലും എല്ലാവർക്കും വരാൻ കഴിയാതെ അവർ ജയിലിലായി, അവർ പ്രതികൂലത്തിലായി. കുടുംബമായി ദൈവത്തെ ആരാധിക്കാൻ വര முடியாமல் പല ജയിൽ ആனார்கள். ഒരുപാട് പേരുടെ വസ്തുവകകൾ മറ്റുള്ളവർ കണ്ടുകെട്ടി. അനേകരുടെ സ്വത്തുക്കളെ വസ്തുക്കളെ എടുത്താர்கள். നീ പെന്തക്കോസ്തുകാരനല്ലേ, ഇവിടെ താമസിക്കണ്ടെന്നും പറഞ്ഞ് ആളുകളെ ഓടിച്ചു വിട്ടു. നീ ഒരു പെന്തക്കോസ്തുകാരനാ, இந்த இடத்துல வாசம் செய்யக்கூடாது என்று ஓட்டினார்கள். ഈ സാഹചര്യത്തിൽ അവരുടെ ഒരു വിശ്വാസം യേശു ഉടനെ വരുമെന്നായിരുന്നു. இந்த சமயத்தில் அவர்களுக்கு ஒரு விசுவாசம் இருந்தது, இயேசு கிறிஸ்து சீக்கிரமாய் வருவார் என்று. പത്രോസ് വിശ്വസിച്ചിരുന്നത് പത്രോസിന്റെ കാലത്ത് യേശു വരുമെന്നാണ്. പേതുരു വിശ്വാസിത്താൻ അവരുടെ കാലത്തിൽ தான் യേശു വരുവാർ. ഓരോ അപ്പോസ്തലന്മാരും അന്ന് യേശു വരുമെന്ന് കരുതിയവരാണ്. ஒவ்வொரு அப்போஸ்தலரும் இயேசு கிறிஸ்து அன்று வருவார் என்று நினைத்தார்கள். യേശു ഉടൻ വരും എന്നൊരു വിശ്വാസം സഭയ്ക്കകത്ത് മുഴുവനായി. യേശു ക്രിസ്തു ഉടനെ വരുവാർ என்று സഭയ്ക്കുള്ളിൽ ഒരു എണ്ണം ഇരുന്നത്. യേശു താമസിക്കുന്നില്ല, ഞാനത് ഓർപ്പിക്കട്ടെ. യേശു അവർ താമസിക്ക മാട്ടാർ. പക്ഷേ 2000 വർഷമായി ഇന്ന് നമ്മുടെ വിശ്വാസം തുടരുന്നു. ആനാലും 2000 വർഷം ആനാലും നമ്മുടെ വിശ്വാസം കുറയക്കൂടാതെ. എന്താ, അതൊരു നീണ്ട കാലമല്ലേ? ஏனென்றால் அது நீண்ட காலம் அல்லவா? ഞാൻ ഒരു വാക്കിൽ, ഞാൻ നേരത്തെ ചിന്തിച്ചതല്ലെങ്കിലും ഒരു വാക്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു പോകണം. ഒരു വാർത്തയിൽ ഉദാഹരണം சொல்லுகிறேன். നമ്മുടെ ഭൂമി ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നമ്മുടെ ഭൂമി ദൈവത്തിന്റെ സൃഷ്ടി. നമ്മുടെ സൂര്യനും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സൂര്യനും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നമ്മുടെ സൂര്യനും ദൈവത്തിന്റെ സൃഷ്ടി. ഈ ഭൂമിയും സൂര്യനും തമ്മിൽ ഞാൻ ഒന്ന് താരതമ്യം ചെയ്യാൻ പോകും. ഞാൻ ഒன்று சொல்ல ഭൂമിയും സൂര്യനുമായി ഉള്ള ഐക്യത്തെ சொல்லுகிறேன். ഈ ഭൂമി സൂര്യന്റെ ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങി വരുന്നതോടുകൂടെ അതിനകത്ത് ഒരു വർഷമാവും. இந்த பூமி சூரியன் சுற்றி வருவதற்கு ஒரு வடவை சுற்றுவதற்கு ஒரு வருஷம். നമ്മൾ ഒരു വർഷം എന്ന് പറയുന്നത് ഈ ഭൂമി ഒരു പ്രാവശ്യം കറങ്ങി വരുന്നതാണ്. இந்த பூமி ஒரு வாட்டி சுற்றி வருவது ஒரு வருஷம். ഒരു ദിവസം എന്ന് നമ്മൾ പറയുന്നത് ഭൂമി സ്വയം ഒന്ന് കറങ്ങുന്നതാണ്. നാം ഒരു നാൾ എന്ന് ഭൂമി സ്വയമായി ചുറ്റുவது. ഭൂമിയിൽ ഒരു ദിവസമാകാൻ 24 മണിക്കൂറുകൾ മതി. ഭൂമിയിലെ ഒരു നാൾ தான் 24 മണി നേരം. പക്ഷേ നമ്മുടെ സൂര്യനും, ஆனால் നമ്മുടെ സൂര്യനും സ്വയം കറങ്ങുന്നുണ്ട്. സൂര്യൻ സ്വയമായി ചുറ്റുகிறது. ഭൂമി ഒന്ന് കറങ്ങി വരാൻ 24 മണിക്കൂർ. ഭൂമി ഒന്ന് ചുറ്റി വരാൻ 24 മണി നേരം. പക്ഷെ സൂര്യൻ ഒന്ന് ചുറ്റി വരാൻ, ஆனால் സൂര്യൻ ഒരു വാട്ടി ചുറ്റി വരാൻ 25,000 വർഷം എടുക്കും. 25,000 വർഷങ്ങൾ. വേറൊരു ഭാഷയിൽ സൂര്യനിൽ ഒരു ദിവസമാകാൻ, വേറൊരു ഭാഷ സൂര്യയുടെ ഒരു നാൾ നമ്മുടെ 25,000 വർഷം, നമ്മുടെ 25,000 வருடங்கள். ഇത് രണ്ടും സൃഷ്ടിച്ചത് ദൈവം. ഇത് രണ്ടും സൃഷ്ടിച്ചത് ദൈവം. ഇനി സൂര്യനേക്കാൾ ഒരുപാട് വലിയ നക്ഷത്രങ്ങളുണ്ട്. സൂര്യനുടെ മികപ്പെരിയ നക്ഷത്രങ്ങളുണ്ട്. സൂര്യനേക്കാൾ 25 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രം വരെ കണ്ടുപിടിച്ചു. സൂര്യനെ വിட 25 ലക്ഷം പെരിതാന സൂര്യൻ നക്ഷത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ഒരു ദിവസമാകണമെങ്കിൽ അங்கே ഒരു നാൾ ആക വേണ്ടുമെങ്കിൽ നമ്മുടെ 1 കോടി വർഷം, നമുക്കടെ അളവിൽ 1 കോടി വർഷങ്ങൾ. 1 കോടി എന്നുള്ളത് ഒരു കറക്റ്റ് കണക്ക് ഞാൻ പറഞ്ഞതല്ല, ഒരു വലിയ കാലമാകും. ഒരു സുമാറാക 1 കോടി ഒരു പെരിയ കാലം. ഇതിനെ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന്, ഇതെല്ലാം സകലത്തെ ഉണ്ടാക്കാൻ സൃഷ്ടിച്ച ദൈവം, സമയത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ദൈവത്തെ ഉലകത്തെ കുറിച്ച് നമുക്കൊന്നും പുരിയാതെ. നമുക്ക് ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ അത് നിസാരമാണ്.
നമുക്ക് ഒരു சொட்டு തണ്ണീർ അത് നിസ്സാരമാണ്. ഒരു കപ്പിനകത്ത് ഒരല്പം വെള്ളം എടുത്താൽ നമുക്കത് നിസ്സാരമാണ്, ഒന്ന് കൈ കഴുകാൻ പോലും ഇല്ല. നമുക്ക് ഒരു കപ്പിലെ തണ്ണീർ എടുത്താൽ അത് നിസ്സാരം. പക്ഷെ ഒരു ഉറുമ്പിനെ എടുത്താൽ ഒരു കപ്പ് വെള്ളത്തിലോട്ട് ഇട്ടാലോ, ஆனால் ஒரு எறும்பெடுத்து ஒரு கப்பு தண்ணீர போட்டாலோ, എന്നെ സമുദ്രത്തിൽ ഇട്ട പോലെ, എന്നെ സമുദ്രത്തിൽ കടൽ പോട്ടാൽ മാതിരി എന്റെ വലിപ്പം കൂടെ ആശ്രയിച്ചാണ് മറ്റൊന്നിന്റെ വലിപ്പം ഞാൻ കണക്കാക്കുന്നത്. എന്നുടെ ഉടമ്പ് വലുപ്പത്തെക്കാളും ഇന്നൊന്നുടെ പെരുക്കത്തെ വലുപ്പത്തെ കാട്ടുவது. യേശു സൃഷ്ടാവാണ്, അദ്ദേഹം പറഞ്ഞാൽ വേഗം വരുമെന്ന്. യേശു സൃഷ്ടികർ சொன்னால் நான் சீக்கிரமாய் வருகிறேன். ഞാൻ എന്റെ സമയത്തിനാണ് ഇത് കണക്കാക്കുന്നത്. நான் என்னுடைய സമയത്തിൽ കണക്ക് போடுகிறேன். പത്രോസ് കണക്കാക്കിയത് അദ്ദേഹത്തിന്റെ പേതുരു കണക്ക് போட்டது அப்படிதான். നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മളെല്ലാം മനുഷ്യർ. ദൈവത്തിന്റെ സമയം വേറൊന്നാണ്, ஆனால் தேவனுடைய സമയം വേറൊന്ന്. അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്ത് വേഗത്തിൽ യേശു വരിക തന്നെ ചെയ്യും. ஆனால் தேவனுடைய സമയത്തിൽ சீக்கிரமாய் இயேசு கிறிஸ்து வருவார். 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ പഠിപ്പിച്ചു യേശു എളുപ്പം വരും. 1-ാം നൂറ്റാണ്ടിലെ സഭ പഠിപ്പിത്താർ യേശു ക്രിസ്തു ശീഘ്രമായി വരുവാർ. വെളിയിലോട്ട് ഇറങ്ങിയാൽ ഉള്ളതെല്ലാം നാട്ടുകാർ കട്ടോട്ട് പോവാം. വെളിയിലെ ഇറങ്ങിയ ഉൾക്കാരങ്ങളെല്ലാം പാർത്തു വിട്ടു. അപ്പൊ സഹോദരന്മാർ കുറച്ചുപേര് കൂടി തീരുമാനിച്ചു നമുക്കുള്ളതെല്ലാം വിറ്റേക്കാം. അതിനാൽ സഹോദരൻ നേരിട്ടാൽ നമുക്കുള്ള ഉടമകളെല്ലാം വിറ്റുവിടலாம். എല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കയ്യിൽ, എല്ലാം വിറ്റ് അപ്പോസ്തലരുടെ പാദപടിയിൽ വയ്ക്കണം. ഇതിനിടയ്ക്ക് അപ്പോസ്തലന്മാരെ കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോസ്തലരെ കുറിച്ച് ഒരു കാര്യം சொல்கிறேன். പത്രോസ് തനിക്കുള്ളതെല്ലാം വിറ്റേച്ച് യേശുവിന്റെ അടുക്ക വന്നു. പേതുരു തനക്കുള്ള ആസ്തിയെല്ലാം വിറ്റ് യേശു ക്രിസ്തുവിൽ വந்தார். സത്യത്തിൽ വിട്ടെന്ന് പറഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ടൊന്നും വിട്ടിട്ടില്ല. ஆனால் உண்மையாக அவர் சொத்தெல்லாம் விடவில்லை. മീൻ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. മീനെ പിടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വല വിട്ടു, പടക് വിട്ടു, ഇഞ്ഞു പോരുന്നു. അവർ വടകും പടകും മീനെ വിട്ട് ആണ്ടോട് കൂടെ വந்தார். എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് വിറ്റെന്നല്ല പറഞ്ഞു. ஆனால் இதெல்லாம் வேண்டாம் என்று തള്ളിവിടவில்லை. തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചു. തർശമേത്ത് അത് വേണ്ടാം എന്ന്. കുറച്ചു നാൾ യേശുവിന്റെ കൂടെ നടന്നു. கொஞ்ச நாள் இயேசுவோடு நடந்தார். ഒരു ചോദ്യം യേശുവിനോട് ചോദിച്ചു. ഒരു വാർത്ത ഒരു കേൾവി. ഞങ്ങൾ പടകും വലയും വിട്ടേച്ചു വന്നാൽ ഞങ്ങൾക്ക് എന്നാ കിട്ടും? நான் படகும் வலையும் விட்டு உம்மை பின்பற்றி எனக்கு என்ன கிடைத்தது? அப்ப എനിക്ക് എന്തെങ്കിലും വേണമെന്ന് അദ്ദേഹത്തിന് ആശയം. அதோட உள்ளத்தின் ஆசை என்ன, எனக்கு ஏதாவது வேண்டும். അപ്പോസ്തലന്മാർക്ക് പലർക്കും ഇതുപോലുള്ള ചിന്തയുണ്ട്. അപ്പോസ്തലർ പലർക്കും இந்த എണ്ണം இருந்துச்சு. ഒരുത്തന്റെ ആശ യേശുവിന്റെ ഇടത്തിരിക്കണമെന്ന വേറൊരുത്തന്റെ ആശ യേശുവിന്റെ വലത്തിരിക്കണം. ஒருவனுக்கு ஆசை இயேசுவின் வலது பக்கம், ஒருவனுடைய ஆசை இயேசுவின் இடது பக்கம் இருக்க வேண்டும். പത്രോസിനാണെങ്കിൽ എന്നാ കിട്ടുമെന്ന് അറിയണം. அப்போஸ்தலர் பேதுரு என்ன கிடைக்கும் என்று அறிய வேண்டும். ഈ പത്രോസിന് എന്ത് കിട്ടുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് കുറെ കാശ് കിട്ടിയാൽ, பேதுரு எனக்கு இவ்வளவு கிடைக்கும் என்று இருதயத்தில் சிந்தித்துக் கொண்டிருக்கும் போது அவருடைய கையில் ஏதாவது காசு கிடைத்தால் കുറച്ചൊക്കെ എടുത്ത് പോക്കറ്റിലാക്കും. கொஞ்சம் எடுத்து பாக்கெட்டில் போடுவார். என்ன കിട്ടുമെന്ന് ഇങ്ങനെ നടക്കുന്നത്, என்ன கிடைக்கும் என்று கேட்டு நடக்கிறார். പക്ഷെ ഈ മനുഷ്യന്റെ അടുക്കലാണ് സഭയുടെ മുഴുവൻ സ്വത്തും വരേണ്ടത്. இப்பேற்பட்ட சுபாவமுள்ள மனுஷனிடத்தில் தான் சபைയുടെ பொறுப்புം கொடுக்கிறார். അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഒന്ന് അഭിഷേകം ചെയ്യാതെ എനിക്ക് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റില്ല. அதனால் இப்படிப்பட்ட குணாதிசயம் இருக்கிறவரை உங்கள் மேல் ஒரு அபிஷேகம் செய்தால் ஒரு காரியம் நடக்காது. ഈ പത്രോസിനെയാണ് കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തത്. இந்த பேதுருவை கொண்டுதான் பரிசுத்தாவினால் அபிஷேகம் செய்தார். അഭിഷേകത്തെ തുടർന്ന് സഭ വളരണമെന്ന് ഒറ്റ ചിന്തയല്ലാതെ എന്റെ പോക്കറ്റ് നിറയണം എന്ന അദ്ദേഹത്തിന് ചിന്തയില്ല. சபை அபிஷேகம் வந்தவர் சபை பெருக வேண்டும் என்ற எண்ணம் இல்லாம என் பாக்கெட்டில் ஏதாவது கிடைக்கும் என்ற எண்ணமே இல்லை. അപ്പോസ്തലന്മാരെ സഭയ്ക്ക് ഭയങ്കര വിശ്വാസമാണ്. அப்போஸ்தலர்களுக்கு சபை மேல ரொம்ப விசுவாசம். വെളിയിൽ കിടന്നാൽ ആളുകൾ അത് പിടിച്ചു പറിച്ചുകൊണ്ടു പോകും. வெளியிருந்தால் ஆளுகள் கொண்டு போவார்கள். വസ്തുക്കളുടെ അപഹാരം അവർ സന്തോഷത്തോടെ സഹിച്ചു എന്ന് എബ്രായ ലേഖനം പറയുന്നു. വസ്തുക്കളുടെ അവകാശം സന്തോഷത്തോടെ സഹിത്താർ എന്ന് വേദം. ആരെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ എന്നവർ കൊണ്ടുപോകട്ടും. പക്ഷെ എങ്കിലും അവർ തീരുമാനിച്ചു, ആനാലും തീരുമാനം ഇതങ്ങ് വിറ്റേക്കാം, ഇതെ വിറ്റുവിടലാം, കിട്ടുന്ന വിലയ്ക്ക് വിറ്റേക്കാം, കിടക്കിற വിലയ്ക്ക് കൊടുക്കാം. എന്നിട്ട് ഈ പണം എല്ലാം കൂടെ കൊണ്ട് അപ്പോസ്തലന്മാരുടെ കൈക്ക് വിറ്റ அந்த പണത്തെ എല്ലാം അപ്പോസ്തലർ പാദപടിയിൽ வைத்தார். എല്ലാരും വിറ്റെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാരും വിറ്റാരെന്ന് சொல்லவில்லை. വിറ്റവരുണ്ട്, വിൽക്കാത്തവരുണ്ട്. അത് ഉണ്മയായി വിറ്റവരുണ്ട്, വിൽക്കാത്തവരുണ്ട്. പക്ഷെ സഭയിൽ വലിയൊരു വിഭാഗം വസ്തുക്കൾ വിറ്റു. സഭയിൽ പെരുമ്പാലാർ സ്വത്തുക്കളെ വിറ്റാർ. കിട്ടിയതെല്ലാം കൂടെ പത്രോസിന്റെ കാൽക്കൽ കൊണ്ട്. கிடைத்த வருமானம் எல்லாம் பேதுருடைய கால்பாதடி. പത്രോസ് ഇപ്പൊ എടുത്ത് പോക്കറ്റിൽ ഇടത്തില്ല. இப்போது எடுத்து பேதന്റെ പണത്തെ എടുത്ത് ജോബിൽ പോട முடியாது. അദ്ദേഹത്തിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. കാരണം അവൻ മേൽ ഇരുന്ന അഭിഷേകം. അങ്ങ് പത്രോസ് പറഞ്ഞു, നമുക്കെല്ലാം കൂടെ കൂടി ഒരൊറ്റ കിച്ചൺ, ഒരൊറ്റ ഡൈനിങ് ഹാൾ, ഒരുമിച്ച് ആഹാരം കഴിക്കാം. பேதுரு சொன்ன நமக்கு எல்லாம் விட்டு கொண்டு வந்தவல்ல, எல்லாரும் சேர்ந்து ஒரே அடுக்களை ஒரே டைனிங் டேபிள் அங்கிருந்து சாப்பிடலாம். അതിനകത്ത് 5000-ഓളം ആളുകൾ ഒരുമിച്ച് കൂടി. அதற்குள்ளால 5000 பேர் கூடினார்கள். ഞാൻ പറഞ്ഞല്ലോ വസ്തുക്കൾ വിറ്റവരുണ്ട്. ஏனென்றால் வஸ்து பொருட்களை விற்றவர்களுண்டு, അവരാണ് കൂടുതൽ. அவர்தான் கூடுதல். വസ്തുവിൽ കുറെ വിറ്റവരുണ്ട്, വസ്തു கொஞ்சம் விற்றவர்களுண்டு. മുഴുവൻ വിട്ടേച്ച് പകുതി എടുത്തവരുണ്ട്, അല്ലെങ്കിൽ കുറച്ച് എടുത്തവരുണ്ട്.
முழுது விற்று விட்டு கொஞ்சம் அவளுக்காக எடுத்தவளும் உண்டு, ഒട്ടും വിൽക്കാത്തവരുണ്ട്, கொஞ்சம் விற்காதவளும் உண்டு. ഇതെല്ലാം ചരിത്രത്തിൽ കിടപ്പുണ്ട്. எல்லாம் சரித்திரத்திலுண்டு. ഇവരെല്ലാം കൂടെയാണ് ഒരുമിച്ചിരിക്കുന്നത്. இவர்கள் எல்லாரும் ஒருமித்து இருக்கிறார்கள். പക്ഷെ ഒന്നിച്ചിരുന്ന് ആഹാരം വിളമ്പുമ്പോൾ ஒருமித்து இவர்கள் ஆகாரம் சாப்பிடும்போது ആദ്യത്തെ പ്രശ്നം സഭയ്ക്കകത്ത് തുടങ്ങി. முதல் பிரச்சனை சபைக்குள்ளாலே ജാതി വ്യത്യാസം. ஜாதி வித்தியாசம். അധികം പേരും യഹൂദന്മാരാണ്, എബ്രായരാ. அவர்களிடத்தில் அதிகம் பேர் எபிரேயர்கள். എന്നാൽ കുറച്ചു പേര് യവനന്മാരാണ്, മറ്റ് ജാതികളിൽ നിന്ന് വന്നവരുണ്ട്. கொஞ்சம் பேர் புற ஜாதியிலிருந்து வந்தவர்கள். ഇന്നത്തെ സഭയിൽ മിക്കവാറും നമ്മളെല്ലാം ജാതികളിൽ നിന്ന് വന്നവരാ. நம்ம இன்றைக்கு നമ്മുടെ സഭയിൽ അനേകർ പുറ ജാതിയിലിருந்து വന്നവர்கள். നമ്മളിൽ യഹൂദന്മാർ ഇല്ലെന്ന് തന്നെ പറയാം. ഇங்கே നമുക്കുള്ളിൽ യൂദர்கள் இல்லை. അവിടെയും ഇവിടെയും ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ട് യഹൂദന്മാരോട് ബന്ധപ്പെട്ട വംശത്തിൽ നിന്ന് വന്നവരുണ്ട്. അതൊക്കെ നമ്മളെല്ലാം ജാതി. இங்க எல்லாம் யாராவது சிலர் யூத வம்சத்தில் வந்திருக்கு, ஆனால் நாம் எல்லாம் ஒரே ஜாதியிலிருந்து வந்தவர்கள். നിങ്ങളുടെ അക്കാഡമിക് ഇൻട്രസ്റ്റ്, നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം ഞാൻ പറയാം. உங்கள் அறிவிக்காக சொல்றேன். ചില കാതോലിക് വിഭാഗങ്ങളുണ്ട്, ചില കാത്തോലിക് സഭകളുണ്ട്. അവർ പറയുന്നത് അവർ യഹൂദന്മാരായിരുന്നു. അവர்கள் சொல்வது நாங்கள் யூதர்கள் என்று. അവരുടെ അപ്പൂപ്പന്മാർ മുതലേ ആ വംശത്തിൽ നിന്ന് മാത്രമേ അവർ വിവാഹം കഴിക്കത്തുള്ളൂ. അവர்கள் அந்த தாத்தாவுடைய காலத்திலே அந்த யூத வம்சத்தில்தான் திருமணம் செய்து கொள்வார்கள். ഇന്നും ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. ഇന്നും യൂതர்கள் ആയിരക്കണക്കാർ കേരളത്തിലുണ്ട്. അവർ പറയുന്നത് പണ്ട് അവർ യഹൂദന്മാരായിരുന്നു, മറ്റാരെയും അവർ വിവാഹം കഴിക്കത്തില്ല, അത് യഹൂദ പാരമ്പര്യം അവർ സൂക്ഷിക്കുന്നുണ്ട്. അവர்கள் യഹൂദരുടെ കലാചാരത്തെ പിൻപറ്റി തിരുമണം ചെയ്തു കൊള്ളാൻ. നിങ്ങൾ സീറോ മലബാർ എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സീറോ മലബാർ ചർച്ച്. സീറോ മലബാർ ചർച്ച് ആരാ കേട്ടിരിக்கிறீங்களா? ഇല്ല, ഇപ്പൊ കേട്ടു. അവർ പറയുന്നത് അവർ യഹൂദ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാ. അവர்கள் சொல்வது நாங்கள் யூதட பின்னணியில் നിന്ന് வந்தவர்கள். അവരില്ല. ഞാൻ ഒരു തമാശ പറഞ്ഞത് മനസ്സിലാക്കാം. நான் தமாஷ் சொன்னா உங்களுக்கு புரிந்து கொள்ள முடியும். അതിനകത്ത് ബിനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. அந்த കുതിരത്തിൽ ബിനീഷ് എന്ന് சொல்லப்பட்ட ഒരു സാധനം ഉണ്ട്. അദ്ദേഹം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു. അവർ ബാംഗ്ലൂരിൽ இருந்தார். ഇപ്പൊ അദ്ദേഹം തമിഴ്നാട്ടിലാണ്. ഇപ്പോൾ അവർ തമിഴ്നാട്ടിലെ. ബിനീഷിന് ഒരിക്കൽ ഒരു രോഗം വന്നു. ബിനീഷിക്ക് ഒരു നാൾ ഒരു വ്യാധി വന്നു. ബാംഗ്ലൂരിലെ വലിയ വലിയ ആശുപത്രികളിൽ പലയിടത്തും ചികിത്സിച്ചു. ബാംഗ്ലൂരിൽ പല പെരിയ ആശുപത്രിയിൽ ചികിത്സ பண்ணார். എവിടെ നോക്കിയിട്ടും ഇദ്ദേഹത്തിന്റെ രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, രോഗം മാറത്തില്ല. എവളോ എന്തടത്തിൽ ആശുപത്രി പോനെ അവിടെ വ്യാധി മാറവളെ കണ്ടുപിടിക്കാൻ முடியும். ഒരു മരുന്നും ഇങ്ങർക്ക് പിടിക്കുന്നില്ല. ഇവർ മരുന്ന് പിടിക്കവല്ല. ഇവർ അവസാനം ബിനീഷിന്റെ DNA ഒക്കെ ചെക്ക് ചെയ്തേച്ച് അവരുടെ ബിനീഷുടെ DNA ചെക്ക് பண்ணி பார்த்தപ്പോൾ ഒരു ഡോക്ടർ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, നീ സത്യത്തിൽ ഏത് വിഭാഗത്തിൽ പെടുന്നവനാ? അവർ சொன்னார், டாக்டர் കൂടി നീ എന്ത ജാതിയിൽപ്പെട്ടവൻ? നിന്റെ DNA കണ്ടിട്ട് ഒരു അല്പം വ്യത്യാസം. ஆனா உன்னுடைய DNA பார்த்தപ്പോൾ கொஞ்சம் வித்தியாசமா இருக்கிறது. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ യഹൂദ പാരമ്പര്യത്തിൽ പെടുന്നവർ. അവർ சொன்னார், ഞങ്ങൾ യൂദയുടെ പിന്നണിയിൽ നിന്ന് വന്നവர்கள். അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ ബ്ലഡിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ യെരുശലേമിൽ അയച്ചു കൊടുത്ത് ടെസ്റ്റ് ചെയ്തേ പറ്റൂ. அப்படி என்றால் உன்னுடைய பிளட்ல என்னென்ன இருக்கிறது என்று இந்த பிளட் எடுத்து எருசலேமில் அனுப்பி அங்கே பரிசோதனை செய்ய வேண்டும். ബിനീഷിന്റെ ബ്ലഡ് എടുത്ത് യെരുശലേമിലേക്ക് അയച്ചു. ബിനീഷുടെ രക്തത്തെ എടുത്ത് യെരുശലേമുക്ക് അനുപ്പിനാർ. അവർ ചെക്ക് ചെയ്ത് വെച്ച് പറഞ്ഞു, ഇവൻ ദാൻ ഗോത്രക്കാരനാ. அந்த பிளட் செக் பண்ணி விட்டு சொன்னார், இவர் தான் கோத்திரத்தான் என்று. വെറും 3-4 വർഷത്തിന് മുമ്പിലത്തെ ചരിത്രമാണ് പറയുന്നത്. ഇത് 3-4 വർഷത്തുള്ള ചരിത്രം. ഇവന്റെ രോഗം ഇന്നതാണ്, വ്യാധി ഇന്നത്. ഇതിനൊരു ഒറ്റ ടാബ്ലറ്റ് മതി, അതുകൊണ്ട് സൗഖ്യമാകും. അങ്ങനെ ഒരേ ഒരു മാത്ര ഇരുന്നാൽ സുഖമാകും. അവിടുന്ന് ഒരു ടാബ്ലറ്റ് വന്നു, ബിനീഷ് സുഖമായി. ഒരേ ഒരു മാത്രയില് ബിനീഷ് സുഖമാണ്. അന്ന് യഹൂദന്മാർ അല്ലാത്ത ഒരുപാട് പേര് അകത്തുണ്ടായിരുന്നു. അന്ന് യൂദர்கள் അല്ല അനേക അന്ത കത്തോലിക് സഭയിൽ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാം ജാതികളാണ്. യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വന്നവർ വളരെ കുറവുണ്ട്. നാം എല്ലാവരും പുറജാതിയിൽ നിന്ന് വന്നവർ യൂദர்களായിരുപ്പോൾ കൊഞ്ചം. ഇവിടുത്തെ പ്രശ്നം, ഇങ്ങ പ്രശ്നം என்ன? മജോറിറ്റിയുള്ള യഹൂദന്മാർ ഈ യവന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അവരുടെ വിധവമാർക്ക് ആവശ്യത്തിന് ചോറ് വിളമ്പുന്നില്ല. இவர்கள் இந்த யூதர்கள் மற்றொரு ஜாதியில் வந்தவர்கள் அவ தேவையான சாப்பாடு கொடுப்பதில்லை. ഭരണത്തിലിരിക്കുന്നത് മുഴുവൻ യഹൂദന്മാരാ. ஆனால் ஆட்சியில் இருப்பது எல்லாரும் யூதர்கள். വെളിയിൽ നിന്ന് വന്നവർക്ക് ഒരു ഭരണകർത്തൃത്വവും ഇല്ല. அது வெளியில வந்தவருக்கு எந்த அதிகாரமும் இல்லை. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നൊരു കംപ്ലൈന്റ്. அங்கே ஒரு കംപ്ലൈന്റ്, தேவையான ആഹാരം கிடைக்கும். ഇത് കണ്ട ഉടനെ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഇത് പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. അവർ சொன்னார், இது ஒரு பிரச்சனைக்கு ஒரு பரிகாரம் தேவை. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക. அதற்கு அந்த ஆகார விஷயத்திற்காக ஒரு கமிட்டி தெரிந்தெடுங்க. കംപ്ലൈന്റ് ഉള്ളവരുടെ ഇടയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുക. யார் யார் கம்ப்ளைண்ட் சொன்னா அவர்கள் மத்தியில ஒரு கமிட்டியை தெரிந்தெடுங்க. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ വേണ്ട കമ്മിറ്റിയിൽ. അവർ യൂദர்கள் വേണ്ട കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ ജാതികളിൽ നിന്ന് വന്നവർ മാത്രം മതി. அந்த கமிட்டியில ജാതിയിൽ നിന്ന് വന്നവർ പോതും. അങ്ങനെ ഒരു 7 പേരെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ അവർ 7 പേരെ തിരഞ്ഞെടുത്തു. ആ 7 പേരെ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്നു. அந்த
அந்த 7 பேரை அப்போஸ்தலர்கிட்ட கொண்டு ഈ வந்தார். 7 പേരുടെ യോഗ്യതകൾ എന്ത്? அவர்கள் 7 பேருடைய யோக்கியதை என்ன? ഞാൻ പറഞ്ഞു സഭയ്ക്കകത്തുണ്ടായ ഒന്നാമത്തെ പ്രശ്നത്തിന്റെ ഒന്നാം പരിഹാരം. நான் சொல்லுகிறேன், நல்லா கவனிங்க. சபைக்குள்ளார் இருந்த முதல் பிரச்சனையோட முதல் காரியம், ജാതികളിൽ നിന്ന് വന്നവരിൽ നിന്ന് ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ച ആദ്യത്തെ ഭാഗം. ஜாதியில் இருந்து வந்தவரின் கமிட்டியை தெரிந்தெடுத்த முதல் பிரச்சனை. ആ കമ്മിറ്റിയുടെ യോഗ്യത എന്തൊക്കെയാണ്? அந்த கமிட்டியோட தகுதிகள் என்ன? ആകയാൽ 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ 16-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 3-ാം വാക്യം. அப்போஸ்தலர் 6:3 படிங்க. ഒന്ന്, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 വ്യക്തികൾ. அவர் தெரிந்தெடுக்கப்பட்ட எப்படிப்பட்ட பரிசுத்தாவி பெற்று ஞானம் உண்டு, പലർക്കും മുന്നാൽ സാക്ഷി ഉള്ളവர்கள். ദൈവസഭയിൽ പ്രയോജനപ്പെടേണ്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ, ഒന്ന് ആത്മാവ് നിറവുള്ളവരായിരിക്കും. ദേവസഭയിലെ കമ്മിറ്റിയിലെ തെരഞ്ഞെടുക്കപ്പെട്ടവർ മുതലാவது പരിശുദ്ധ നിറവുള്ളവர்கள், 2 ജ്ഞാനം നിറഞ്ഞവരായിരിക്കും, 2ാவது ஞானமுள்ளவர்கள், 3 മനുഷ്യരിടയിൽ നല്ല സാക്ഷ്യമുള്ളവരായിരിക്കും, 3ാவது മനുഷ്യർ മധ്യത്തിൽ നല്ല സാക്ഷി സൂക്ഷിക്കുക. 4-ാമതൊന്ന് പറഞ്ഞു 7 പേരായിരിക്കണമെന്ന്. 4ാவது ഒരു കാര്യം വെറും 7 പേർ. നമ്പറിന് വരെ വേദപുസ്തകത്തിൽ പ്രത്യേകത. ആനാ அந்த കമ്മിറ്റിയുള്ള നമ്പർ വരെ വേദപുസ്തകത്തിൽ ഉണ്ട്. ഏലിയാവ് യാഗപീഠം പണിയുമ്പോൾ, ഏലിയാ ബലിപീഠം കെട്ടുമ്പോൾ 12 കല്ലെടുത്ത് യാഗപീഠം പണിയും. 12 കൽക്കൾ എടുത്ത് ബലിപീഠം കെട്ട வேண்டும். 12-ന് വേദപുസ്തകത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ആനാ 12 എன்ற സംഖ്യയ്ക്ക് വേദത്തിൽ ഒരു തനി ഗുണമുണ്ട്. 7-ന് വേദപുസ്തകത്തിൽ ചില പ്രത്യേകത. 7ന്റെ എണ്ണയ്ക്ക് വേദപുസ്തകത്തിലെ ഒരു തനി ഗുണങ്ങളുണ്ട്. ഖഡ്ഡബാസ്. ഓക്കെ, 7-ന് വേദപുസ്തകത്തിലെ അതൊരു പൂർണ്ണ സംഖ്യയാണ്. 7 എന്നത് ഒരു പൂർണ്ണ എണ്ണിക്കை. ഒത്തിരി ജനറൽ ഇൻഫർമേഷൻ പറഞ്ഞാൽ നമ്മുടെ സമയം പോകും. പൊതുവാன ഉള്ള ചില കാര്യം சொன்னா സമയം പോയിവിடும். എങ്കിലും 7 സൃഷ്ടിയുടെ കോഡാണ്. 7 வந்து சிருஷ்டிയുടെ ഒരു കോളമായി இருக்கிறது. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ഒരു കോഡാണ് 7 എന്നുള്ളത്. ദേവൻ സൃഷ്ടിച്ച സൃഷ്ടിപ്പിലെ 7 ഒരു കോഡ് നമ്പർ. ഞാൻ 3-4 ഉദാഹരണങ്ങൾ പറയാം. 3-4 ഉദാഹരണങ്ങൾ சொல்லுகிறேன். ഒരു പക്ഷി ഇടുന്ന മുട്ട 7 ദിവസം കൊണ്ടോ 7ന്റെ ഗുണിതങ്ങളിലോ ആയിരിക്കും വിരിഞ്ഞ് കുഞ്ഞാകുന്നത്. ഒരു പക്ഷിയുടെ പിറക്കപ്പെടും മുട്ട 7 നാളിൽ ഇருக்கு അത് കുഞ്ചു പരിപ്പത്. ഒന്നുകിൽ 7, 7 അല്ലെങ്കിൽ 14, 21, ഇങ്ങനെ 7ന്റെ ഗുണിതങ്ങൾ. അത് നമ്മ செய்யறோம் இல்ல, 7 21 നാൾ മുട്ട, അതുதான் 7 14 21. 7ന്റെ ഗുണിതങ്ങൾ, 7യുടെ മൾട്ടിപ്പിൾസ് ഓഫ് 7. 7ന്റെ മൾട്ടിപ്പിൾസിൽ മാത്രമേ ഒരു മുട്ട വിരിയത്തുള്ളൂ. 7യുടെ പെരുക്കത്തിൽ தான் മുട്ട കുഞ്ചു പെരുക്കും. ഏറ്റവും ചെറിയ കിളിയുടെ മുട്ട വിരിയണമെങ്കിൽ 7 ദിവസം എടുക്കും. சின்ன ஒரு கிளியோட முட்டை பொரிக்க வேண்டும் 7 நாட்கள். അതിനടുത്ത സൈസിലുള്ള കിളിയുടെ മുട്ട വിരിയണമെങ്കിൽ 14 ദിവസം എടുക്കും. அதை விட பெரிய கிளிகள் முட்டை பொரிந்தெடுக்க வேண்டும் 14 நாட்கள். 7 ഗുണം 2, அப்ப 7 பெருக்கல் 2. അതിനടുത്ത സൈസ് 7 ഗുണം 3, 21 ദിവസം. அதன் பிறகு 7 பெருக்கல் 3 21 നാட்കൾ. അതിനകത്ത് വരും നമ്മുടെ കോഴിയൊക്കെ. അതിന്റെ ഉള്ളപ്പെടും നമ്മുടെ കോഴി. അതിനടുത്തത് 7 ഗുണം 4, 28 ദിവസം. അടുത്ത് 7 പെരുക്കൽ 4 28. അതാണ് നമ്മുടെ താറാവും ഒക്കെ. അതുതാണ് നമ്മുടെ താറാവ് കോഴി. ഇങ്ങനെ 7 ഗുണം 8 56 ദിവസം കൊണ്ട് വിരിയുന്ന മുട്ട വരെ പക്ഷികൾക്കുണ്ട്. 7 പെരുക്കൽ 8 56 നാட்കൾ കൊണ്ട് പെരിയ പറവകൾ. 7ന്റെ ഗുണിതങ്ങളിൽ അല്ലാതെ വിരിയുന്ന മുട്ടയിടുന്ന പക്ഷി ഇന്ന് വരെ ഭൂമിയിൽ ഇല്ല, ഒട്ടും ഉണ്ടാകത്തില്ല. 7യുടെ കണക്കിൽ ഉരുവാക്കപ്പെട്ട കണക്കിൽ അത് കുഞ്ചു പെരുപ്പത് വേറെ എന്തിലും ഇല്ല. കാര്യം സൃഷ്ടിയുടെ ഒരു കോഡാണ് 7. സൃഷ്ടിയുടെ ഒരു കോഡ് നമ്പറായി இருக்கிறது 7. ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. പല ഉദാഹരണങ്ങളുണ്ട്. വേദപുസ്തക പ്രകാരം ആദ്യത്തെ കമ്മിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന്റെ പൂർണ്ണതയ്ക്കൊത്ത നമ്പർ വരെ അവർ കണ്ടുപിടിച്ചു. മുതലാക സഭയിലെ കമ്മിറ്റി തിരഞ്ഞെടുപ്പത് ദേവയുടെ ചിട്ടത്തപടി 7 ഇരുന്നത്. 1 ആത്മനിറവുള്ളവരായിരിക്കണം, 1 പരിശുദ്ധാത്മാവിൻ നിറവ്, 2 ജ്ഞാനം നിറഞ്ഞവരായിരിക്കണം. 2 ജ്ഞാനമുള്ളവർ. ഞങ്ങളുടെ ബാംഗ്ലൂർ ചർച്ചില് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്ത ഒരാളിനെ ചർച്ചിന്റെ യാതൊരു പണിയും ചെയ്യും. എങ്ക സഭയിലെ പരിശുദ്ധാത്മ അഭിഷേകം പെറ്റുകൊള്ളാതെ യാർക്കും എന്ത ഒരു വേലയും കൊടുപ്പതില്ല. തറ തുടയ്ക്കാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച സഭയെ ശുദ്ധം ചെയ്ത പരിശുദ്ധാത്മാഭിഷേകം വേണം. ടോയ്ലറ്റ് ലാട്രിൻ കഴുകാൻ പരിശുദ്ധാത്മാഭിഷേകം ഉള്ളവരെ സമ്മതിക്കും. എങ്ക ടോയ്ലറ്റ് കഴുക வேண்டும் என்றால் பரிசுத்த அபிஷேகம் பெற்றவளாக இருக்க வேண்டும்.
എന്ത് ചെയ്യണമെങ്കിലും പരിശുദ്ധാത്മാഭിഷേകം വേണം. எந்த சபைக்குள்ளால எந்த ஒரு வேலை செய்தாலும் பரிசுத்த அபிஷேகம் ഞങ്ങൾ பெற்றிருக்க അവിടെ ആദ്യം വരുന്ന സമയത്ത് பெங்களூர் பாஸ்டர் வரும்போது നമ്മുടെ ചർച്ചിനകത്ത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് ഞാനും എൻ്റെ 2 മക്കളും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. பரிசுத்தாவின் அபிஷேகம் பெற்ற பாஸ்டர்மா 2 பிள்ளைகள். അതുകൊണ്ട് സകല ജോലി ഞാൻ തന്നെ ചെയ്തു. அதனால சகல பாத்ரூம் வேலை வரை பாஸ்டர் தான் செய்வது. ഞാനായിരുന്നു ടോയ്ലറ്റ് കഴുകുന്നത്. பாஸ்டர் தான் டாய்லெட் க்ளீன் பண்ணுவார். അങ്ങനെ കഴുകി തുടങ്ങിയത് കൊണ്ട് அப்படி சுத்தம் செய்தனால் ഇന്ന് ദൈവം അഭിഷക്തരായ വലിയൊരു ജനവിഭാഗത്തെ അയച്ചു. இப்போது தேவன் அபிஷேகம் பெற்ற பெரும் கூட்டத்தை கொடுத்தார். എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. കേരളത്തിലെ മുഖ്യമായ ഒരു സംഭവം, ഒരിക്കൽ ഞങ്ങളുടെ ഇംഗ്ലീഷ് സെക്ഷനിലേക്ക് എൻ്റെ ഇളയ മോനാണ് ഇംഗ്ലീഷ് സെക്ഷൻ നോക്കുന്നത്. അവൻ വരുമ്പോൾ ഒരു പുതിയ പെൺകുട്ടി നിന്ന് ടോയ്ലറ്റ് ക്ലീൻ ചെയ്തു. அங்கே பாஸ்டருடைய இளைய மகன் தான் இன்றைக்கு நீங்கள் அறிகிற இங்கிலீஷ் சபையை நடத்துற. அங்கே அந்த டாய்லெட் கிளீன்ஸ் வந்து ஒரு சின்ன பாலிய பிள்ளை, ഒരു പിള്ളയൊന്നുമല്ല, ഒരു പെൺകുട്ടിയാണ്. അവള് കണ്ടത് ഒരു പരിചയമില്ലാത്തൊരു പെണ്ണാണ്. ഇവളാണ് നിന്ന് ടോയ്ലറ്റ് കഴുകുന്നത്. பாஸ்டருக்கு தெரியாத ஒரு பெண் அந்த டாய்லெட்டை கிளீன் பண்ணுகிறார். അവളോട് ചോദിച്ചു, നീ ഏതാ? அப்ப பாஸ்டர் கேட்ட, நீ யார்? അവള് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ വിശ്വാസിയാ. அவர் சொன்ன, நான் விசுவாசி. ഇവളെ കണ്ടിട്ട് പോലും ഇല്ല. உங்களை பார்க்கவே இல்லை. ഓഫ് കോഴ്സ് ഒരു ഞായറാഴ്ച 10,000-ഓളം പേരായിരിക്കും അവിടെ ആരാധനയ്ക്ക് കൂടുന്നത്. അതിനകത്ത് എല്ലാവരെയും ഒന്നും കണ്ടാൽ അറിയത്തില്ല. 10,000 പേര് കൂടല്ല ഉന്നെ பார்த்து எனக்கு தெரியாது. അങ്ങനെ ടോയ്ലറ്റ് കഴുകാൻ ഒരു വിശ്വാസം വന്നതുകൊണ്ട് മോൻ അവളോട് ചോദിച്ചു, നീ എവിടെ ജോലി ചെയ്യുന്നത്? இப்படி டாய்லெட் கிளீன் பண்ண வந்ததனால் அந்த சகோதரன், நீங்க எங்க இருந்து வருகிறீர்கள்? അവള് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഒരു പൈലറ്റാ. அவர் சொல்ல, நான் யார் தெரியுமா? நான் விமானத்தை ஓட்டுகிறவன். ജെറ്റ് എയർവേസിന് വേണ്ടി പറക്കുന്ന പൈലറ്റാ ഞാൻ. ജെറ്റ് എയർവേസ്, ஜெட் ஏர்வேஸ்ல வேலை செய்யற பைலட்டா இருக்கிறாங்க. അങ്ങനെയുള്ളവർക്കും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാൽ ടോയ്ലറ്റ് കഴുകാൻ ഒരു കുഴപ്പമില്ല. அப்படிப்பட்ட உன்னத ஸ்தானத்தில் இருந்தால் பரிசுத்த அபிஷேகம் இருந்தால் அவர்கள் டாய்லெட் கிளீன் பண்ணலாம். നമുക്ക് ദൈവസന്നിധിയിൽ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ സമർപ്പണം ഉള്ളവരെ ദൈവം നമ്മുടെ കൂടെ കൊണ്ടുതരും. அப்ப தேவ சமூகத்தில் தங்களை சமர்ப்பணம் செய்தவர்கள் அவர்கள் கூட வருவார்கள். ആത്മനിറവില്ലാത്തവരെ ഒരു കമ്മിറ്റിക്കും കൊള്ളത്തില്ല. நாங்கள் ஆவிக்குரிய நிறைவில்லாத யாரையும் கமிட்டியில் சேர்ப்பதில்லை. ഇവർക്ക് കൊടുക്കാൻ പോകുന്ന ജോലി എന്നാണെന്നറിയാമോ? இவளுக்கு கொடுக்கிற வேலை என்ன தெரியுமா? ആഹാരം ഉണ്ടാക്കണം. ஆகாரம் உண்டு பண்ண வேண்டும். ആഹാരം വിളമ്പണം. எல்லாருக்கும் ஆகாரம் பரிமாற வேண்டும். വേറൊരു ഭാഷയെ പറഞ്ഞ കുക്കായിട്ട് എടുക്കാനാണ് ഈ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. இவர் தெரிந்தெடுத்தது என்ன? சமையல் வேலை செய்வதற்காக. കുക്കായിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന കുക്ക്, சமையல் வேலை செய்கிறவர். അങ്ങനെയാണോ? ഓക്കെ, അവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. அவர்கள் தான் தெரிந்தெடுப்பது. അവരുടെ യോഗ്യതയാണ് പറഞ്ഞത്. 1 പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. அவருடைய தகுதி என்ன? முதலாவது பரிசுத்த அபிஷேகம். 2 ജ്ഞാനമുള്ളവരായിരിക്കണം. 2வது ஞானம். 3 നല്ല സാക്ഷ്യം. ஆனால் மற்ற ஒரு நல்ல சாட்சி வேண்டும். അവിടെയും ഇവിടെയും പോയി വല്ലവരോടും വഴക്കുണ്ടാക്കി വെച്ച് വരുന്നവനെ പിടിച്ച് ചർച്ചിനകത്ത് ഒരു പണിക്കും കൊടുക്കത്തില്ല. சர்ச் விட்டு வெளியில போட்டு அங்கங்க சண்டை போட்டு வருவங்களுக்கு சபைக்குள்ள எந்த ஒரு வேலையும் இல்லை. വേണ്ടാത്ത വർത്താനം പറയുന്നവനെ, കടുമുട വർത്താനം പറയുന്നവനെയും ചർച്ചിനകത്തെ ഒരു പണിക്കും കൊള്ളുകയില്ല. தேவையில்லாத வார்த்தைகளை பேசுவது சபையில எந்த ஒரு வேலையும் இல்லை. ഇങ്ങനെ 7 പേരെ കൊണ്ടുവന്നു. இப்படிப்பட்ட நல்ல குணமுள்ள 7 பேரை தெரிந்தெடுத்து 7 പേരെ മുന്നോട്ട് വിളിച്ചു. முன்னாடி அழைத்து അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ചു. அப்போஸ்தலர்கள் தலைமையில கை வைத்து, ഒന്ന് ശ്രദ്ധിച്ചോണേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ഥാനം കൊടുക്കേണ്ടതിന് വേണ്ടി കൈവെക്കുന്നത് എങ്ങനെയാ? அதாவது ஒரு பரிசுத்த அபிஷேகம் பெற்றுள்ள அவருக்கு ஒரு வேலைக்கு ஒரு ஸ்தானம் கொடுப்பது அது எப்படி? ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് ആക്കുന്നത് എങ്ങനെയാ? ஒரு கமிட்டியை தெரிந்தெடுப்பு அந்த பதவி கொடுப்பது எப்படி? നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. நீங்கள் எப்படி செய்வீர்கள் தெரியாது. 1-ാം നൂറ്റാണ്ടിലെ മാതൃക പഠിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. 1ஆம் நூற்றாண்டில் இப்படிப்பட்ட சில காரியங்களை படிக்க தேவன் எனக்கு கிருபை ഞാൻ கொடுத்தார். അതുപോലെയാണ് ചെയ്യുന്നത്. அந்த வேலை அதன்படி செய்கிறேன். സഭ മുഴുവനും പിൻപിൽ ഇരിക്കുമ്പോൾ, சபை முழுவதும் பின்னாடி இருக்கும்போது കൈവപ്പ് ലഭിക്കേണ്ടവരെ മുമ്പിലേക്ക് വിളിക്കും. കൈവപ്പ് ലഭിക്കേണ്ടവരെ മുമ്പിലേക്ക് വിളിക്കും. யார் யாருக்கு நாங்கள் தலையில கை வைத்து ஜெபிக்க வேண்டுமோ அவர்களை அழைப்போம். ഈ അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവെക്കും. இந்த அப்போஸ்தலர் அவர்கள் தலைமையில கை ആ வைப்பார்கள். സമയം സഭ മുഴുവനും അവർക്ക് നേരെ കൈ നീട്ടും. அப்போது சபையில் இருக்கிற விசுவாசிகள் முழுவதும் அவர்கள் மேல் கையை வைப்பார்கள். പാസ്റ്റർ റോബർട്ടും അങ്ങനെ അഭിഷേകം അങ്ങനെയായിരുന്നു പാസ്റ്ററായത്. பாஸ்டர் என்ன அப்படிதான் பாஸ்டர் அபிஷேகம் செய்தது. ഞാനും അതുപോലെയായിരുന്നു പാസ്റ്ററും അതുപോലെയാണ്. ഇതാണ് ദൈവസഭയുടെ മാതൃക. இதுதான் தேவ சபைയുടെ ஒரு மாதிரி. മുൻപിൽ നിന്ന് അപ്പോസ്തലന്മാർ കൈവെക്കുന്നു. முன்னால் நின்று அப்போஸ்தலர் கை வைக்கிறார்கள். പുറകിൽ നിന്ന് മുഴു സഭയും അവർക്ക് നേരെ കൈ നീട്ടുന്നു. பின்னாடி இருக்கிற முழு சபையிலும் தலையில கை நீட்டுவார்கள். സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം അവരെ അധികാരപ്പെടുത്തും. அந்த சமயத்தில் பரலோகத்தின் தேவன் அவர்களை அதிகாரப்படுத்துவார். ഈ അനുഭവം 7 പേർക്കുണ്ടായി. இந்த அனுபவம் 7 பேருக்கும் இருந்தது. 7 പേർക്കും തുല്യ അവസരം. 7 பேருக்கும் ஒரே போல அவகாசம். ഒരുപോലെ വേല ചെയ്യാൻ, ஒருപോലെ வேலை செய்ய வேண்டும். ഒരേ അവസരം, ஒரே அவகாசம். അവരുടെ മേൽ കൈവച്ചത് ആരൊക്കെയാണെന്നറിയാം? அவர்கள் மேல் கை வைத்தது யாரு? എന്റെ മേൽ കൈവച്ചത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സൂപ്രണ്ടാ. പാസ്റ്റർ മേലെ തലയിൽ കൈവത്ത് അസംബ്ലി സൂപ്പർ. റോബർട്ട് പാസ്റ്ററുടെ മേൽ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ആരോ കൈവച്ചേ? പാസ്റ്റർ
என் மேல பார்வை வைத்தார்கள். പക്ഷേ ഈ കൊണ്ട് നിർത്തിയിരിക്കുന്നവരുടെ മേൽ ആരാ കൈവെക്കുന്നെന്ന് അറിയാവൂ? ஆனா இங்கே நிறுத்தியிருக்கிற யார் கை வைப்பது? പത്രോസ്, യോഹന്നാൻ, യേശുവിന്റെ ഡയറക്റ്റ് അപ്പോസ്തലന്മാർ. பேதுரும் யோவானும் தேவனிடத்தில் நேரடியாக அப்போஸ்தலர்கள். അത് വലിയ വലിയ കാര്യമാണ്. அது ஒரு பெரிய காரியம். ഒരു ശ്രേഷ്ഠനായ അഭിഷക്തന്റെ കൈവപ്പൊന്ന് കിട്ടാൻ വേണ്ടി മനുഷ്യൻ ഇന്ന് ഓടി നടക്കുക. ஒரு பரிசுத்தமுள்ள ஒரு தேவனுடைய ஊழியக்காரன் தலையில் கை வைக்கணும் ஜனங்கள் ஓடி நடக்கிறார்கள். ഇവരുടെ 7 പേരുടെ മേൽ തലയിൽ കൈവച്ചത് പത്രോസും യോഹന്നാനും യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരാ. ஓ இவരുടെ மேல் கை வைத்தது பேதுரு, யோவான், இயேசுவோடு கூட நடந்த அப்போஸ்தலர்கள். ഒരു ശക്തിയേറിയ സ്ഥാനം അവർക്ക് ലഭിച്ചു. அவருக்கு வல்லமையான ஒரு ஸ்தானம் கிடைத்தது. പക്ഷേ ഇവരുടെ ജോലി എന്തോ? இவருடைய வேலை என்ன? കുക്ക്. ഇവിടെ സமையல் செய்வது. അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കണം. அடுக்கலையில வேலை செய்வது. ഉണ്ടാക്കിയ ആഹാരം കൊണ്ട് 5000 പേർക്ക് വിളമ്പണം. அவர்கள் சமையல் பண்ணி 1000 பேருக்கு விளம்புவது. തുല്യ അവസരം, நல்ல ஒரு வேலை, ഒരേ ജോലി, ஒரே வேலை. പക്ഷേ പലരും പല സാഹചര്യങ്ങളിൽ വളർന്നു. ஆனா பலரும் பல விதத்தில் வளர்ந்தார்கள். ഇന്ന് ഇതിനകത്തിരിക്കുന്ന മുഴുവൻ പേർക്കും തുല്യ അവസരമുണ്ട്. ஆனா இதற்குள்ளால் இருக்கிற எல்லாருக்கும் அதுக்கான அவகாசம் உண்டு. നിങ്ങളിൽ പലരും പല നിലകളിൽ വളരും. நீங்கள் இங்கிருக்கிற பலரும் பல நிலையில் வளர போறீர்கள். എങ്ങനെ വളരണം എന്നത് നിങ്ങളാ തീരുമാനിക്കുന്നത്. எப்படி நீங்கள் வளர வேண்டும் நீங்கள் தீர்மானிக்க. ഞാൻ ഇതിനകത്തെ ചിലരെ ഇങ്ങോട്ട് എടുത്തൊന്ന് വിശദീകരിക്കാൻ പോവാ. இதற்குள்ளால சிலரை எடுத்து சொல்லுகிறேன். അതിന് 5-ാമത്തെ വാക്യപ്രകാരം, 5-ാം அதிகாரம், ഈ വാക്ക് 5-ാം വാക്യപ്രകാരം 5வது வசனத்தின்படி ഈ ആലോചന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. இந்த ஆலோசனை எல்லாருக்கும் விருப்பமானது. അങ്ങനെ അവർ 7 പേരെ തെരഞ്ഞെടുത്തു. அப்படி 7 பேரை தெரிந்தெடுத்து, ഒന്നാമന്റെ പേര് സ്തേഫാനോസ്, 1வது ஸ்தேவான், രണ്ടാമത്തേത് ഫിലിപ്പോസ്, 2வது பிலிப்பு. ഞാൻ ഈ 2 പേരെയാണ് പ്രധാനമായും ആദ്യം ரெண்டு பேரும் முக்கியப்படுத்தி பேசுகிறேன். പിന്നെ ഒരു 4 പേരുണ്ട്. அதன் பிறகு 4 பேர். ഇവരുടെയൊക്കെ പേര് നിങ്ങൾക്ക് വായിച്ചൊപ്പിക്കുന്നത് അല്പം പ്രയാസമാവുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. இப்ப நான் வாசிக்க விரும்பவில்லை. ഏറ്റവും ഒടുവിലത്തെ ആള് നിക്കലാവോസ്, கடைசியா வருது நிக்கோலோஸ். ആദ്യത്തെ 2 പേരെ ഞാൻ വിശദീകരിക്കും. 2 பேரை விஸ்தரிக்கிறேன். പിന്നത്തെ 4 പേരെ വിസ്തരിക്കാതെ വിടും. 4 പേര് വിസ്തരിக்க മാட்டேன். ഒടുവിലത്തവനെ പിന്നെ വിസ്തരിക്കും. കടൈസി ഉള്ളവനെ വിസ്തരിപ്പേൻ. എന്ന് പറഞ്ഞാൽ 7 പേരെയായിട്ട് 3 നിലകളിലേക്ക് അവർ മാറുകയാണ്. இப்படிப்பட்ட 7 പേരും 3 നിലയിൽ മാറുகிறார்கள். ഈ 7 പേരുടെയും പേര് കണ്ടാൽ അറിയാം ഇവരാരും യഹൂദന്മാരല്ല, ഹീബ്രൂസ് അല്ല, ഇവരെല്ലാം ജാതികളിൽ നിന്ന് വന്നവരാണ്. 7 പേരുടെ പേര് பார்த்தாൽ தெரியும் ഇവർ യൂദர்களല്ല, ജാതിയിൽ ഉള്ളവர்கள். ദൈവവചനം ഇങ്ങനെ ചർച്ച് ഒരു അഡ്മിനിസ്ട്രേഷനിൽ വന്നതോടെ ദൈവവചനം പരക്കാൻ തുടങ്ങി. இப்படி சபை ஒரு நிலைமைக்கு வந்த உடனே வேத வசனம் பரவினது. സഭയ്ക്കകത്ത് പിറുപിറുപ്പുള്ളിടത്തോളം വചനം പരക്കത്തില്ല. സഭയ്ക്കുള്ளால മുറുമുറുപ്പ് இருக்கும் വരെ സഭ പെരുകാது. സഭയ്ക്കകത്ത് പ്രശ്നം വന്നാൽ പിന്നെ ആ സഭയെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സഭയ്ക്കുള്ளால ഒരു പ്രശ്നം വന്നാൽ തിരിപ്പ് സഭയെ ഉപയോഗപ്പെടുത്ത முடியாது. പ്രശ്നങ്ങൾ പരിഹരിച്ചു ഒരു ഓർഡറിൽ വന്നതോടെ സുവിശേഷം പരക്കാൻ തുടങ്ങി. பிரச்சனைக்கு ஒரு பரிகாரம் வந்தோடனே ஊழியங்கள் பெருகின. ശിഷ്യന്മാരുടെ എണ്ണം പെരുകാൻ തുടങ്ങി. ശിഷ്യர்கள் பெருகினார்கள். ഇതിനകത്ത് ഒന്നാമന്റെ പേര് സ്തേഫാനോസ് എന്നാണ്. 1வது ஸ்தேவான். 8-ാമത്തെ വാക്യം സ്തേഫാനോസിനെ കുറിച്ച് പറയുന്നു. 8ാം വചനം இப்படி சொல்கிறது. 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. അപ്പോസ്തല നടപടികൾ 6:8. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ദൈവജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ ദേവയുടെ വല്ലമേ അഭിഷേകം പെറ്റ് ജനങ്ങളുടെ മേൽ വല്ലമയായി ക്രിയ ചെയ്താർ. എന്തിനാ സ്തേഫാനോസിനെ തെരഞ്ഞെടുത്തത്? എதற்காக സ്തേഫാനെ തിരഞ്ഞെടുത്താർ? അടുക്കളയിലെ കുക്കായിട്ട് ജോലി ചെയ്യാൻ. അവർ വേല ചെയ്വർക്ക് സഭയിൽ വേല ചെയ്യാൻ. അവിടെ ഉണ്ടാക്കിയ ആഹാരം കൊണ്ട് ആളുകൾക്ക് വിളമ്പാൻ. അங்கே செய்கிற ആഹാരത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ. പക്ഷേ ഇദ്ദേഹത്തിന്റെ മേൽ അപ്പോസ്തലന്മാരൊന്ന് കൈവച്ചു. ஆனால் ഇവരുടെ മേൽ അപ്പോസ്തലർ കൈ വെച്ച ഉടനെ കൈവച്ചത് ഇവർ അത്ഭുതം ചെയ്യാൻ വേണ്ടിയല്ല. ഇവർ കൈവച്ചത് ഇവർ അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി, ഇവർ അടയാളം ചെയ്യാൻ വേണ്ടിയല്ല. അടയാളമല്ല. പക്ഷെ കൈവപ്പിനകത്ത് ഒരു ശക്തി ഉണ്ടായിരുന്നു. ஆனால் ஊருடைய கைவைப்பில் ஒரு வல்லமை உண்டு. അവർ എത്രയും പ്രയോജനപ്പെടുത്തി അത്രയും അവർ വളർന്നു. അവർ எப்படி பிரயோஜனப்ப அதேபோல வளர்ந்தார்கள். തുല്യ അവസരം കിട്ടി 7 പേരെ ഞാൻ എടുക്കുക. இந்த அவசரம் கிடைத்த 7 பேர் எடுக்கிறேன். എല്ലാവർക്കും ഒരുപോലെ ഒരു കൈവപ്പുണ്ട്. എല്ലാവർക്കും ഒരുപോലെ കൈവയ്പുണ്ട്. ഞാൻ സ്നാനപ്പെട്ട് ഇങ്ങോട്ട് കയറിയ ഉടനെ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാണ് എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ വിട്ടത്. நான் ஞானஸ்நானம் எடுத்த பிறகு அவர் கை வைத்து என்னை ஜெபித்து அனுப்பினார். ഞാൻ ആരെയൊക്കെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരുടെയും തലയിൽ കൈവച്ച് ഇങ്ങോട്ട് വിടത്തുള്ളൂ. ഞാൻ யார் ஞானஸ்நானம் எல்லார் மேல தலையில கை வைத்து ஆசீர்வதித்து விட்டிருக்கிறேன். പക്ഷേ എല്ലാവരും ഒരുപോലെ അല്ല പ്രയോജനപ്പെടുത്തിയത്. எல்லாரும் ഒരുപോലെ അല്ല. സ്തേഫാനോസ് അത് പ്രയോജനപ്പെടുത്തിയതിൽ ഒരാളാണ്. ആന സ്തേഫാൻ അത് പ്രയോജനപ്പെടുത്തുകയാണ്. സ്തേഫാനോസ് ആരായിരുന്നുവെന്ന് ചരിത്രത്തിൽ നിന്ന് ചിന്തിക്കാം. സ്തേഫാൻ யாராயிருந்தார் என்று சரித்திரம் சொல்கிறேன். സ്തേഫാനോസ് ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. സ്തേഫാൻ ഒരു பெரிய വ്യാപാരി.
வியாபாரி. ജ്ഞാനം നിറഞ്ഞവരെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ஞானம் தெரிந்தவளை எடுக்க வேண்டும் അവർ சொன்னபோது കഴിവും കൂടെ ഉള്ളവരെ അവിടെ തെരഞ്ഞെടുത്തത്. தகுதியும் இருக்க வேண்டும். അതിൽ ഒന്നാമൻ ഒരു ബിസിനസ്സുകാരനാണ്. ஒன்றாவது ஒரு நல்ல வியாபாரி. സ്തേഫാനോസിന് ഒരുപാട് ബിസിനസ് നോക്കാനുണ്ട്. ஸ்தேவானுக்கு அதிகம் வியாபாரம் இருந்தது. അദ്ദേഹം സ്വന്തം വസ്തുക്കൾ വിറ്റവനല്ല. ஆனா அவர் சொந்தமான வஸ்துக்களை விற்கவில்லை. അദ്ദേഹത്തിന് വീടുണ്ട്. அவருக்கு வீடு உண்டு. ആ വീട്ടിലാണ് താമസിക്കുന്നത്. வீட்டுக்கார் வாசம் பண்ணுகிறார். ബിസിനസ് നടക്കുന്നുണ്ട്. நல்ல வியாபாரம் உண்டு. നല്ല വരുമാനമുണ്ട്. நல்ல வருமானம் உண்டு. അതേ സമയത്ത് ഇവിടെ കുക്ക് ചെയ്യണം. அதே சமயத்தில் தேவன் அழைப்பின்படி சமையல் வேலை செய்ய வேண்டும். ഇവിടെ സഭയിലുള്ളവർക്ക് വിളമ്പി കൊടുക്കണം. சபையிலுக்கு ஆகாரம் பரிமாற வேண்டும். സ്തേഫാനോസിനെ കുറിച്ച് ചരിത്രം പറയുന്നത് അനോയിന്റഡ് റിച്ച് ബിസിനസ്മാൻ എന്ന് പറഞ്ഞാൽ അഭിഷക്തനായ ധനികനായ ബിസിനസ്സുകാരനായിരുന്നു. വേദം ചൊല്ലുന്നത് അഭിഷേകം പട്ട തകുതിയുള്ള ഒരു വ്യാപാരി. നമ്മളിൽ വലിയവരെന്ന് ലോകം വിധിക്കുന്നവർക്ക് താണ ജോലി ചെയ്യാം. இப்படி நம்மளும் உலகம் அறியப்பட்ட இருந்தால் நாளைக்கு வேலை செய்யலாம். ജെറ്റ് എയർവേസിൽ പറക്കുന്ന പൈലറ്റിനും സഭയുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാം. ഫ്ലൈറ്റിൽ പറക്കുന്ന പൈലറ്റും സഭയിലെ ടോയ്ലറ്റ് ക്ലീൻ பண்ணலாம். ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഒരുപോലെയാണ്. ஆனா தேவசம் எல்லாரும் ஒருமந்து. ഈ വലിയവനായ സ്തേഫാനോസ് ഈ സത്യം തിരിച്ചറിഞ്ഞു. அந்த பெரியவனாக இருந்த பணக்காரன் ஸ்தேவான் இதை புரிந்து கொண்டார். മറക്കരുത്, ആളുകൾ എല്ലാം കൂടെ താമസിക്കുക. പറക്ക കൂടാതെ എല്ലാവരും താമസം എല്ലാ തരത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. പല വിധത്തിലുള്ളവരുണ്ട്. ചിലർക്ക് ആഹാരം വിളമ്പുമ്പോൾ വഴക്കുണ്ടാക്കും. ചിലർ സാപ്പാട് കുടുംബത്തിൽ സണ്ട പോടുവാ. എനിക്ക് ഇട്ടത് പോരാ, ഇനിയും വേണമെന്നാവും. എനിക്ക് അന്ത സാപ്പാട് പോതെ ഇനി എനിക്ക് വേണം. ചിലവർ കുക്ക് ചെയ്തതിനെ കുറിച്ച് വഴക്കുണ്ടാക്കും. ചിലർ സഭയെ പറ്റി ചൊല്ലുവാர்கள். എനിക്ക് ഉപ്പ് തികഞ്ഞില്ല, എരി തികഞ്ഞില്ല എന്നൊക്കെ കംപ്ലൈന്റ് പറയുന്നവർ കാണും. கொஞ்சம் കൂടി പോச்சு കുറഞ്ഞു പോச்சு, എരിപ്പ് கொஞ்சம் കൂടി പോச்சு കുറഞ്ഞു പോச்சு, പുളി கொஞ்சம் കൂടി പോச்சு കുറഞ്ഞു പോச்சு. ഇതെല്ലാം സഹിച്ചു വേണം ജോലി ചെയ്യാൻ. സഹിച്ചിരിക്കണം. ഇയാൾക്ക് ഇതൊന്നും സഹിച്ചിട്ട് കാര്യമുള്ളവനല്ല. ഇവൻ സഹിച്ചുവിട്ട് ഇയാൾ വലിയ ധനികനാണ്. ഇവൻ വലിയ വ്യാപാരി. ദൈവം ഏൽപ്പിച്ചതായത് കൊണ്ട് വന്ന് വേല ചെയ്തു. അവൻ ദേവൻ കൊടുത്ത കട്ടനപടി ചെയ്തുகிறார். അല്പം കൂടെ അദ്ദേഹം ചെയ്തു. അധികമായി ചെയ്ത ഒരു കുഞ്ഞിന്റെ ഒരു ഭക്ഷണം വിളമ്പുമ്പോൾ ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഒരു സാപ്പാട് പരിമാറുമ്പോൾ പിള്ളை അഴുതു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കുഞ്ഞ് എന്തിനാ നീ കരയുന്നേ? அந்த பிள்ளை பார்த்து നീ ஏன் அழுகிறாய்? ഇത് ഞാൻ ചരിത്രത്തിൽ നിന്ന് മാത്രം എടുക്കുക. சரித்திரம் சொல்கிறேன். കുഞ്ഞ് നീ എന്തിനാ കരയുന്നത്? എதற்கு അഴുகிறாய்? എന്റെ അപ്പനെ ജയിലിൽ ഇട്ടിരിക്കുകയാണ്. അവൾ அந்த பிள்ளை அழுகிறார், என் தகப்பனை ஜெயிலில் இருக்கிறார். യേശുവിന്റെ നാമം നിമിത്തമാണ് അദ്ദേഹം ജയിലിൽ പോയത്. തകപ്പൻ ജയിൽ പോന കാരണം യേശുവിൻ നാമത്തിൻ നിമിത്തം. എനിക്ക് എന്റെ അപ്പനെ കാണണമെന്ന് ആശയുണ്ട്. എനിക്ക് അപ്പാവെ പാർക്കണം. എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു. എന്നെ തായ് എന്നെ തള്ളിവിട്ടാർ. അവൾ പഴയ യഹൂദ മതത്തിലാണ്, അല്ലെങ്കിൽ പഴയ ജാതിയിലാണ്. അവർ യഹൂദ മതം അല്ല പഴയ ജാതിയിൽ இருக்கிறார். ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഞാൻ തനിമയാ ഇരിക്കുന്നു. സ്തേഫാനോസ് അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. ദേവൻ അവളെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു. മോനെ, അപ്പനും അമ്മയ്ക്കും പകരം ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ അപ്പ അമ്മക്ക് പകരം ഞാൻ ഇരിക്കുന്നു. നിനക്ക് എന്തോ വേണം, ഞാൻ ചെയ്തു തരാം. ഉനക്ക് എന്നെ വേണ്ടി ചെയ്கிறேன். അടുത്തൊരാൾ കരയുന്നു. അടുത്ത ഒരാൾ അഴുகிறார். എന്തോ പറ്റി, என்ன നടന്നത്? എനിക്ക് ഇന്ന അസുഖമുണ്ട്, അവിടെ ഒരു വേദനയുണ്ട്. എനിക്ക് ശരീരത്തിലെ ബലഹീന, എനിക്ക് വ്യാധി ഉണ്ട്. സ്തേഫാനോസ് ആ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദേവൻ വ്യാധിക്കായി ജപിത്താർ. കിച്ചണിൽ കുക്ക് ചെയ്യുന്നതോടൊപ്പം കിച്ചണിലെ സமையൽ വേല ചെയ്യുമ്പോൾ, ആഹാരം വിളമ്പുന്നതോടൊപ്പം, ആഹാരം പരിമാറുമ്പോഴും വ്യക്തികളുടെ ആവശ്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. ജനങ്ങളുടെ തേവൾക്ക് ഇടപെട്ട. ഇതിനനുസരിച്ച് ദൈവത്തിന്റെ കൃപ തന്റെ മേൽ വർദ്ധിക്കാൻ തുടങ്ങി. ഇതുക്ക് തേവക്കേറ്റ ദേവയുടെ കൃപ വന്നുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ മേൽ ലഭിച്ച അവസരം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ കൃപ അധികമായി വർദ്ധിക്കും. ദേവൻ കൊടുക്കുന്ന കാറ്റ് ശരിയാ ചെയ്യുമ്പോൾ അതിന്റെ കൃപ അധികം വരും. സ്തേഫാനോസിന്റെ കൈകൊണ്ട് അത്ഭുതങ്ങൾ തുടങ്ങി. ദേവൻ മൂല അത്ഭുതങ്ങളെ ചെയ്ത. വലിയ വീര്യപ്രവർത്തികൾ നടന്നു. വലിയ വല്ലമേ വെളിപ്പെട്ടു. ഇദ്ദേഹത്തെ അഭിഷേകം ചെയ്തിരിക്കുന്നത് സുവിശേഷകനായിട്ടല്ല. അവരെ അഭിഷേകം ചെയ്തത് ഒരു സുവിശേഷ വേല ചെയ്യല്ല. വെറും കുക്കിന്റെ കൈ കൊണ്ട് അത്ഭുതം നടക്കുന്നു. ശരി, സமையൽക്കാർ മൂലം പെരിയ അത്ഭുതങ്ങൾ നടക്കുന്നത്. അടുത്തൊരുത്തന്റെ അടുക്ക് ചെന്നു. അടുത്തൊരുത്തൻ ചെല്ലുക. അവൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അവൻ വേദനയോടെ ഇരിക്കുക. അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? നീ ഏൻ ഇപ്പടി കൊണ്ടിരിക്കുകയായി? അദ്ദേഹം പറഞ്ഞു, എന്റെ പഴയ മതത്തിൽ നിന്ന് പഴയ പുരോഹിതന്മാർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നോട് പഴയ മതത്തിൽ ചില ആശർ കേൾവി കേട്ടാർ. ഇതിനൊരു മറുപടി പറയാൻ എനിക്കില്ല. മറുപടി ചൊല്ല മുടിയവില്ല. ഓ, സ്തേഫാനോസ് പോയി മറുപടി തയ്യാറാക്കാൻ നോക്കുക. ഇതற்கான മറുപടി തയ്യാർ பண்ணுகிறார் സ്തേഫാൻ. അന്നേരത്താണ് വേറൊരു യഹൂദൻ കരയുന്നത്. അടുത്ത് വേറൊരു യൂദൻ അഴുகிறார். അവന്റെ അടുക്ക പോയി ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? നീ ഏൻ അഴുகிறாய்? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പുരോഹിതന്മാർ ചോദ്യം ചോദിക്കുന്നു. അവരുടെ ആലയത്തിലെ ആശർ കേൾവി കേൾக்கிறார்கள். അതിനൊരു തെളിവ് കൊടുക്കാൻ എനിക്കില്ല. തെളിവ് കൊടുക്കാൻ മുടിയവില്ല. സ്തേഫാനോസ് പോയി അവന് വേണ്ടി പ്രിപ്പയർ ദേവൻ അതുക്കാக അറിവ് കൊടുക്കാൻ മറുപടി ഇല്ലാതെ വരുമ്പോൾ സ്തേഫാനോസ് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ മറുപടി ഇല്ലാതെ
ஸ்தேவான் ஜெபிக்கிறார். രാത്രിയും പകലും അദ്ദേഹം അധ്വാനിക്കാൻ തുടങ്ങി. ராத்திரி பகல் வேலை செய்கிறார். അങ്ങനെ സ്തേഫാനോസിന്റെ കൈകൊണ്ട് ദൈവം അടയാളങ്ങൾ തുടങ്ങി, വീര്യപ്രവർത്തികൾ ആരംഭിച്ചു. அப்படி ஸ்தேவானுடைய கை கொண்டு பெரிய வல்லமான காரியத்தை செய்தார். കൊച്ചു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങ്, നിങ്ങളെ വലിയ കൃപാവരങ്ങൾ ദൈവം ഏൽപ്പിക്കും. நீங்கள் வியாதிகளுக்கு ஜெபிக்க தொடங்க, தேவன் பெரிய கிருபாவரங்கள் கொடுப்பார். ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങ്, ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കും. சின்ன சின்ன பிரச்சனைகளுக்கு மறுபடி சொல்லுங்க, தேவன் பெரிய காரியங்கள் செய்வார். സ്തേഫാനോസിന്റെ ഒടുവിൽ സ്തേഫാനോസ് ഒരു പ്രസംഗം പറഞ്ഞു. தேவன் கடைசியா ஒரு பிரசங்கம் பண்ணார். അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അദ്ദേഹത്തിന്റെ ഒറ്റ പ്രസംഗമാണ്. அப்போஸ்தலர் நடபடி 7-ஆம் அதிகாரத்தில் கொஞ்சப்பட்ட ஒரே ஒரு பிரசங்கம். നമുക്കത് മുഴുവൻ വായിക്കാൻ നേരമില്ല, வாசிக்க டைம் இல்லை. ഞാനത് മനസ്സിരുത്തി പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. நான் உட்கார்ந்து பல தடவை வாசித்திருக்கிறேன். ഒറ്റ ദിവസം തന്നെ 10 പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ ആ ഒറ്റ പ്രസംഗം വായിച്ചിട്ടുണ്ട്. ஒரே நாள் இந்த பிரசங்கத்தை 10 வாட்டி படித்திருக்கிறேன். അതുപോലൊരു പ്രസംഗം തയ്യാറാക്കാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. அதே போல ஒரு பிரசங்கம் தயார் பண்ணால் முடியாது. ഭയങ്കര പ്രസംഗകരിൽ പലരെ കൃപയാൽ ഞാൻ കണ്ടിട്ടുണ്ട്. அதை நான் பார்த்திருக்கிறேன். അവരിൽ ഒരുത്തർക്ക് പോലും ഇതുപോലൊരു പ്രസംഗം ഉണ്ടാക്കാൻ ഒക്കത്തില്ല. அப்படிப்பட்ட இதே போல ஒரு பிரசங்கம் உண்டு பண்ண முடியாது. യഹൂദ മതത്തിൽ നിന്ന് വരുവാൻ സാധ്യതയുള്ള സകല ചോദ്യങ്ങളുടെയും വേരറുത്ത മറുപടി ഇതിനകത്ത് കിടപ്പുണ്ട്. யூத மதத்திலிருந்து வருகிற சகலுடைய வேர் அறுத்து சொல்ல வசனங்கள் உண்டு. എല്ലാ ചോദ്യത്തിന്റെയും എല്ലാ കേൾവിക്കും ജാതികളുടെ ഇടയിൽ നിന്ന് വരുന്ന സകല ചോദ്യവും ചോദിക്കാതെ വണ്ണം ന്യായങ്ങൾ നിരത്തുന്ന ഒരു പ്രസംഗമാണിത്. ஜாதியிலிருந்து வருகிற மக்கள் கேட்கிற கேள்விக்கு மறுபதில் கொடுக்க முடியாது, சரியாக பேசுறது. ഇത്രയും വലിയൊരു പ്രസംഗം പറയാൻ എങ്ങനെ സാധിക്കും? இவருக்கு இவ்வளவு பெரிய பிரசங்கம் எப்படி முடிந்தது? അത് ദൈവം കൊടുത്ത ഒരു കൃപയാണ്. அது தேவன் கொடுத்த கிருபை. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കുക. கொஞ்சத்தில் உண்மையார்ந்த அநேகத்தில் அதிகாரியா வைப்பார். അവസാനം ദേവാലയക്കാർ ഇവനെ പിടിച്ചോണ്ടുപോയി. கடைசியா தேவாலயத்தில் உள்ளவர்கள் பிடித்து கொண்டு போனார். യഹൂദന്മാരിൽ ഒരുത്തൻ ഇത് പറഞ്ഞാൽ ഞങ്ങൾ ക്ഷമിക്കും. யூதர்கள் ஒரு ஆள் சொன்னான் மன்னிப்போம். നീ ജാതിയായവൻ എങ്ങനെ യഹൂദ സഭയ്ക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു? நீ ஜாதியிலிருந்து எப்படி யூத சபைக்கு விரோதமாய் பேசலாம்? അതുകൊണ്ട് ഇവനെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി. நியாயாதிபதி சங்கத்தின் முன்னால் கொண்டு போனார். അവരെല്ലാം അവനോട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. எல்லாரும் கேள்வி கேட்கிறார். 7-ാമത്തെ അധ്യായം ഒറ്റ പ്രസംഗം. 7-ஆம் அதிகாரத்தில் ஒரே பிரசங்கம். പ്രസംഗം തീർന്നതോടെ എല്ലാരും കൂടെ പറഞ്ഞു, பிரசங்கம் முடிந்தது சொன்னார், ഇവനെതിരെ യാതൊരു ന്യായവും ഉന്നയിക്കാൻ നമ്മളെ കൊണ്ടൊക്കത്തില്ല. இவனுக்கு முன்னாலே எந்த நியாயம் முன்வைக்க நம்மளால் முடியாது. ഈ പ്രസംഗത്തിന് മറുപടി പറയുവാൻ നമ്മളെ കൊണ്ട് നടപ്പില്ല. இந்த பிரசங்கம் மதில் பண்ண சொல்ல முடியாது. நமக்கு കള്ളസാക്ഷികളെ നിർത്തി നോക്കിയിട്ടും ഇവനെ ജയിക്കാൻ പറ്റുന്നില്ല. கள்ள சாட்சியை நிறுத்த ஜெயிக்க முடியவில்லை. ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇവനെ കൊല്ലുക. ஒரே ஒரு வழி, இவனை கொலை செய்ய வேண்டும். സ്തേഫാനോസിനെ കൊല്ലാൻ തീരുമാനിച്ചു. ஸ்தேவானை கொல்லாൻ நினைத்தார். സ്തേഫാനോസിനെ കൊല്ലാൻ കൊണ്ടുചെല്ലുമ്പോൾ സ്തേവാനെ കൊല്ല இருக்கும்போது പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതുവരെയും ആർക്കും കൊടുത്തിട്ടില്ലാത്ത ഒരു പുതിയ കൃപാവരം കൂടെ നിനക്ക് തരാൻ പോവാ. പരിശുദ്ധ ആവിയാൻ ഇതുവരെ കൊടുക്കാത്ത ഒരു കൃപാ വരത്തെ ഉനക്ക് ഞാൻ തരാൻ പോறேன். ഈ 9 കൃപാവരം എന്നൊക്കെ വേദപുസ്തകം അല്പം വായിച്ചിട്ടുള്ളവർ പറയാറുണ്ട്. 9 കൃപാവരം ഉണ്ടെന്ന് വേദം പഠിത്തോട് சொல்வார்கள். കൃപാവരങ്ങൾ 9 അല്ല 14 അല്ല ഒരുപാടുണ്ട്. കൃപാവരങ്ങൾ 9 മാത്രം അധികമുണ്ട്. അന്ന് അതാത് സാഹചര്യത്തിൽ വേണ്ടുന്ന കൃപാവരങ്ങൾ ദൈവം അന്നൊന്ന് കൊടുക്കും. അത്തത്തെ സൂழ்நிலைக்கு വേണ്ടിയ കൃപാവരങ്ങൾ ദൈവം അന്നന്നേക്ക് കൊടുപ്പാർ. സ്തേഫാനോസിനെ ദൈവം അറിയിച്ചു, ഇതുവരെ ഇല്ലാത്ത ഒരു പുത്തൻ കൃപാവരം നിനക്ക് തരാൻ പോവാ. ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ കൃപാവരത്തെ ഉനക്ക് ഞാൻ തരുகிறேன். സാധാരണ ഏറ് കിട്ടുമ്പോൾ എല്ലാവർക്കും വേദന എടുക്കും. സാധാരണமாக ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ എല്ലാവർക്കും വേദന വരും. ഞാൻ നിന്റെ ശരീരത്തിൽ നിന്ന് വേദന ഉണ്ടാക്കുന്ന ആ ഘടകത്തെ അങ്ങ് എടുത്തു മാറ്റാൻ പോവാ. ശരീരത്തിലെ വേദന ഉണ്ടാക്കുന്ന നോവ് ഉണ്ടാകുന്നதை എടുത്തു പോടുகிறேன். ആരെറിഞ്ഞാലും നിനക്ക് വേദന എടുക്കില്ല. யார் കല്ലെടുത്ത് എറിഞ്ഞ ഉനക്ക് വേദന വരാതെ. നീ ചിരിച്ചോണ്ട് ചാകുകയേ ഉള്ളൂ. നീ സിരിത്തുവിട്ട് സാവാ. വേദന ഇല്ലാത്ത ഒരു പുതിയ അനുഭവം നിന്റെ ശരീരത്തിന് തരാം. വേദന ഇല്ലാത്ത ഒരു പുതിയ അനുഭവത്തെ ഞാൻ ഉനക്ക് ശരീരത്തിന് കൊടുപ്പേൻ. സ്തേഫാനോസിനെതിരെ ആർത്തു വിളിച്ചു. സ്തേഫാനെതിരെ ഭയങ്കര ശബ്ദം പോട്ടാർ. അദ്ദേഹത്തെ കല്ലെറിയാൻ തുടങ്ങി. കല്ലെറിഞ്ഞാர்கள். ഒരു കല്ലെറിഞ്ഞിട്ടും അദ്ദേഹത്തിന് വേദനയില്ല. ഒരു കല്ല് വന്ന് എറിപ്പെട്ടവർ വേദനയില്ല. അദ്ദേഹം കല്ലിനെ നോക്കുന്നുമില്ല. അവർ കല്ലെ പാർക്കവും കല്ലിന് എന്നെ വലിപ്പമുണ്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നോട്ടം മുകളിലേക്കാണ്. അവിടെ പാർവയെല്ലാം പർവ്വതത്തിൽ നേരായി. അഭിഷേകം തന്ന ദൈവമേ നന്ദി. അഭിഷേകം കൊടുത്ത ദേവനെ നന്ദി. അപ്പോഴാണ് ഇനി ഒരു വെളിപ്പാട്. അതനുസരിച്ച് ഒരു വെളിപ്പാട് സ്വർഗം തുറന്നിരിക്കുന്നത് കാണാം. തുറക്കപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ വേദപുസ്തകത്തിൽ കാണുന്നത്, ഇതുവരെ വേദത്തിൽ പാർപ്പത്, യേശു പിതാവിന്റെ വലത്തുവശത്ത് ഇരിക്കുന്നെന്ന. യേശു പിതാവാൻ വലതുപക്കത്തിൽ ഇരുപ്പത്. ഇപ്പൊ സ്തേഫാനോസ് ഒരു കാഴ്ച കണ്ടു. ഇപ്പൊ സ്തേഫാൻ പാർക്കറാ, യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു.
தேவன் இயேசு பிதாவின் வலது பக்கம் நிற்கிற இயேசு. ഇതും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് യഹൂദന്മാര് ഭയങ്കര ബഹളമായി. இது சொன்னவன யூதர் சண்டை. എടാ പിതാവിന്റെ വലത്തു ഭാഗത്ത് ആർക്ക് നിൽക്കാൻ ഒക്കത്തില്ലടാ, ഇരിക്കാനേ പറ്റത്തുള്ളൂ. பிதாவின் வலது பக்கத்துல யாரும் நிற்க கூடாது, அது இருக்க வேண்டிய இடம். എന്നെല്ലാം നിരൂപണങ്ങൾ കേൾക്കണം. என்ன சொன்னார்கள்? അവരുടെ ഏറിന്റെ സ്പീഡ് വർദ്ധിച്ചു. அவர்கள் கல்லறி அதிகரித்தது. വേദന ഇല്ലാതെ സ്തേഫാനോസ് മരിച്ചു. ஆனால் வேதனை இல்லாமல் ஸ்தேவான் மரித்தார். സ്തേഫാനോസിന്റെ രക്തത്തിൽ നിന്ന് ഒരു പൗലോസ് രംഗത്ത് വന്നു. ஒரு ஸ்தேவானுடைய அந்த இரத்தத்தில் ஒரு பவுல் வெளியே வந்தார். സ്തേഫാനോസിന്റെ അഭിഷേകം എന്തിനു വേണ്ടിയാ? ஸ்தேவானுடைய அபிஷேகம் எதற்காக? അടുക്കള കുക്ക് ചെയ്യാൻ, சமையல் வேலை செய்ய, നേരത്തിന് ആഹാരം വിളമ്പാൻ, சரியாக சாப்பாடு കൊടുக்க. പക്ഷേ സ്തേഫാനോസ് വന്നത് എവിടം വരെയാണ്? தேவன் எதுவரை வந்தார்? പുതിയ വെളിപ്പാടുകൾ, പുതിയ കൃപാവരങ്ങൾ, புதிய வெளிப்பாடு, புதிய கிருபாவரம், കൈകൊണ്ട് വലിയ അത്ഭുതങ്ങൾ, വലിയ വീര്യപ്രവൃത്തി, பெரிய அற்புதம், வல்லமான கிரியைகள். നിങ്ങളെ ആരും പാസ്റ്ററാക്കി ഇല്ല എന്നുള്ളത് കൊണ്ട് അത്ഭുതങ്ങൾ നടക്കാതെ പോകയില്ല. இங்க இருக்கிற உங்களை கொண்டு நீ பாஸ்டர் ஆக்கவில்லை, அற்புதம் நடக்காமல் போகாது. ഞാൻ ഒരിക്കലും നാഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മീറ്റിംഗിന് വേണ്ടി പോയി. நாகப்பூர் பட்டணத்தில் ஒரு கூட்டத்துக்கு போயிருந்தேன். നാഗ്പൂരിൽ ഒരു ബൈബിൾ സ്കൂളിൽ ചില ദിവസങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. നാഗപൂർ വേദപാഠക പള്ളിയിലെ പഠിപ്പിക്ക പോനേൻ. വളർന്ന ഒരു സഭയായതുകൊണ്ട് സഭ വളർച്ചയെ കുറിച്ച് പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. വളർന്നുകൊണ്ടിരിക്കുന്ന സഭ ഇന്നും വളര வேண்டும் என்று சொல்ல கூப்பிட்டார்கள். അതുകൊണ്ട് എനിക്ക് ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. എനിക്ക് വേദപുസ്തകം പാഠശാല പോയി കற்றுக் കൊടുക്കാൻ ഞാൻ പഠിപ്പില്ല. ഒരളവിൽ സാക്ഷി പറയാനാണ് എന്നെ വിളിച്ചത്. ഒരളവ് സാക്ഷി சொல்லுவேன். ഞാൻ അവിടെ ചെന്നപ്പോൾ 2-3 സഹോദരന്മാർ ശ്രദ്ധിക്കാതിരിപ്പുണ്ട്. 2-3 വാലിബരെ ഗവനിക്കവേ ഇല്ല. ഇവന്മാർ എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല, ഗവനിക്കവേ ഇല്ല. ഞാൻ 3-4 പ്രാവശ്യം പറഞ്ഞു ഇങ്ങോട്ട് നോക്കിയിരിക്കാൻ പറഞ്ഞു. ഞാൻ 3 നാട്ടി പറഞ്ഞു എന്നെ കവനി എന്ന് சொன்னேன். അവർ ഒന്ന് ചിരിച്ചു കാണിച്ചു, പിന്നെ എങ്ങാണ്ടോട്ട് നോക്കി. അവർ സിരിച്ചു വിട്ട് വസനത്തെ ഗവനിക്കവില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ വിളിച്ചോണ്ട് പോയി അയാളിനോട് പറഞ്ഞു ഇവന്മാർ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ എന്നെ പഠിപ്പിക്കും. എന്നെ അழைത്തോട് പാർത്തു ഞാൻ പേസുന്നത് ഗവനിക്കവില്ലേ. അദ്ദേഹം പറഞ്ഞു പാസ്റ്ററെ ഇവന്മാരുടെ പ്രശ്നം അവന്മാർക്ക് ഭാഷ മനസ്സിലാകത്തില്ല. അവർ சொன்னார் പാസ്റ്റർ നിങ്ങൾ പേസുന്നത് പുരിയവില്ലേ. നീ പറയുന്നത് ഇംഗ്ലീഷിലാണ്, അവർ പേസുന്നത് ഇംഗ്ലീഷ്, ഞാൻ പറയുന്നത് പാസ്റ്റർ ഇംഗ്ലീഷ് പേസുന്നത്. അത് വേറൊരാൾ തെലുങ്ക് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തു. വേറൊരു ഹിന്ദിയിലും മൊഴിപെയർக்கிறார். അവന്മാർക്ക് ഇംഗ്ലീഷും അറിയത്തില്ല, ഹിന്ദിയും അറിയത്തില്ല. ഇവർക്ക് ഇംഗ്ലീഷും தெரியாது, ഹിന്ദിയും தெரியாது. ഇത് രണ്ടും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇവരെങ്ങാണ്ടോട്ട് നോക്കിയിരിക്കുക. രണ്ടും தெரியாதல എങ്ങ പാർക്കறாർ. വേറെങ്ങാണ്ട് ഒരു ഗ്രാമത്തിലെ ഭാഷയാ പറയുന്നത്. അത് വേറെ ഒരു ഗ്രാമത്തിൻ ഭാഷ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു പിന്നെ എന്തിനാ ഇവന്മാരെ കൊണ്ടിരുത്തിയിരിക്കുന്നത്? പിന്നെ എതർക്കാർ കൂട്ടി വന്നീർ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ബൈബിൾ സ്കൂളിൽ ഇത്രയുള്ള പലത് പഠിക്കുന്നുണ്ട്. ഇപ്പിടിപ്പെട്ട വേദപാഠം ഇപ്പിടിപ്പെട്ട പഠിപ്പാർ. ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ വേറെ ഒരു തനിക്കുണ്ട്. ഒരുത്തനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു തണ്ട അവനുണ്ടല്ലോ, ഒരുവനെ ചൂണ്ടിക്കാട്ടി അവനല്ലവാ, അവൻ മരിച്ചവരെ ഉയർപ്പിച്ചവനാ. ഇവൻ മരിത്തോളം ഉയരോട് എളുപ്പനവൻ. ഞാൻ പറഞ്ഞു ദൈവമേ മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ പഠിപ്പിക്കാനാണോ എന്നെ കൊണ്ടുവച്ചിരിക്കുന്നത്? ആണ്ടവരെ മരിത്തവരെ ഉയരോട് എടുപ്പനവർക്ക് നാം പാഠം ചൊല്ലി കൊടുക്കാൻ വേണ്ടി ഞാൻ അവന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവർക്ക് മുന്നേ മുട്ടുമടക്കാൻ. അവൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. അവൻ എനക്കാக ജപിക്കണം. ദയവായി അവന്റെ സാക്ഷി എന്നോട് പറ. അവരുടെ സാക്ഷി എന്നിടത്തിൽ എനിക്കൊന്ന് വളരണമെന്ന് ആശയം. എനിക്കൊരു വളര വേണ്ടും. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ അവനോട് പേശി. അദ്ദേഹത്തിന്റെ ഭാഷ അറിയാവുന്ന ഒരാൾ തന്റെ ഭാഷയിൽ നിന്ന് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തു. അവർക്ക് തെരിந்த ഒരു ഭാഷ ഹിന്ദിയിലെ മൊഴിപെയർത്താர்கள். അത് എനിക്ക് മനസ്സിലാവും. എനിക്ക് പുരിന്തത്. അദ്ദേഹം പറഞ്ഞു ഒരു ഗ്രാമത്തിലൂടെ ഒരിക്കൽ സുവിശേഷം പറഞ്ഞു പോകുമ്പോൾ അവൻ சொல்கிறான் ഗ്രാമത്തിലെ സുവിശേഷം അറിയിക്കാൻ പോലെ ഗ്രാമവാസികളിൽ ചിലർ ചേർന്ന് അവനെ പിടിച്ചു. ഗ്രാമവാസികൾ ചേർന്ന് അവനെ പിടിച്ചു. അവനെ പിടിച്ചിട്ട് പറഞ്ഞു ഇന്ന വീട്ടിലൊരു രോഗിയുണ്ട്, സൗഖ്യമാക്കി കാണിച്ചു പ്രസംഗിച്ചാൽ മതി, അല്ല നിന്നെ കൊല്ലുക. അവർ എന്നെ சொன்னார் தெரியுமா, இன்னிடத்துல ஒரு வியாதி நீ போய் சுகப்படுத்த அதன் பிரசங்கம் பண்ணு. അങ്ങനെ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ ബലമായി പിടിച്ചോണ്ടുപോയി. அப்படி அந்த வியாதிஸ்தனை ஜெபிக்க பலவந்தா படித்து கொண்டு போனார். എന്റെ കൂടെ വന്ന 3-4 പേരെയും കൂടെ എന്റെ കൂടെ വന്ന് അവരെയും പിടിച്ചു. എന്റെ കൂടെ വന്ന 3-4 അവர்களையும் പിടിத்தார். അവർ ഞങ്ങളെ ഒരുമിച്ച് വീടിനകത്ത് കെട്ടിയിട്ടു. എങ്ങളെ ചേർത്ത് വീട്ടുകൾ അടച്ചാർ. ഞങ്ങളെ തല്ലാവുന്നിടത്തോളം തല്ലി. എങ്ങളെ അടിക്ക വേണ്ടതെല്ലാം അടിത്താർ. എന്നിട്ട് പറഞ്ഞു വൈകുന്നേരം വരെ സമയം തരാം. അവർ சொன்ன சாயங்காலம் வரை സമയം കൊടുക്കും. ആ സമയത്തിനകം ഈ രോഗി എഴുന്നേറ്റിട്ടില്ലെങ്കിൽ அந்த സമയത്തുള്ള இந்த വ്യാധി പടുക്കൈക്കാരൻ എഴുമ്പാവിട്ടാൽ നിങ്ങളെ എല്ലാം കൊല്ലാൻ പോവാ. നിങ്ങൾ എന്നെ കൊല്ലുங்கள். അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചു നിന്നെ കൊല്ലാൻ പോകും. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാം. അവർ ഇപ്പടി കേൾവി കേട്ടു നാങ്ങൾ ജപിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു പ്രവചനം അവരോട് പറഞ്ഞു. ജപിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ആണ്ടൊരു തീർക്കത്തിന്റെ വാർത്ത சொன்னார். ഈ രോഗി സുഖമാകത്തില്ല, இந்த வியாதியஸ்தன் குணப்படுவதில்லை, ഇവൻ ഇത്ര മണിയാകുമ്പോൾ മരിക്കും, അവർ ഇത്ര മണിയാകുമ്പോൾ സാവാർ. പക്ഷേ ശവം കളയല്ലേ, ആന ആ ശവത്തെ കൊണ്ട് അടക്കം പെടാതെ ഇന്ന് രാത്രിയിൽ 1 മണിയാകുമ്പോൾ ആ ശവം ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് രാത്രി 1 മണിയിലെ മരിച്ച ശവം എഴുമ്പും. ഈ വില്ലേജ് ദൈവത്തിന് വേണ്ടി പിടിക്കാനാ. ഇവനെ ദേവനുക്ക് അളക്ക
ഈ വില്ലേജ് മുഴുവനും ഗ്രാമം മുഴുവനും ദൈവത്തിന് വേണ്ടി ആദായപ്പെടുത്താനാ. இந்த கிராமத்தில் இருக்கிற எல்லாரும் இயேசு கிறிஸ்து விசுவாசி ஆதாயப்படுத்தும்படி, അവർക്ക് ഈ വിശ്വാസം ഉണ്ടാകാനാ, அவர்களுக்கு விசுவாசம் வரும்படி. അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കിരുന്നു. அப்படி நாங்கள் ஒருமித்து ஜெபிக்குന്നുണ്ട്. വൈകുന്നേരം 4 മണി കഴിഞ്ഞപ്പോൾ சாயங்காலம் 4 മണിയാனപ്പോൾ ദൈവാത്മാവ് വീണ്ടും ശക്തമായി ഇടപെട്ടു. பரிசுத்த திரும்பவும் பேசினார். 5:30 മണിയാകുമ്പോൾ ഇവൻ ചാകാൻ പോവാ. 5:30 മണിക്ക് ഇവൻ മരിപ്പാൻ. അല്ലെങ്കിൽ ഒരു ടൈം പറഞ്ഞു, ഞാൻ ഇന്നത് കറക്റ്റ് ഓർക്കുന്നില്ല, ഈ സമയത്ത് ഇവൻ മരിക്കും. ഇന്ന സമയത്ത് മരിപ്പാൻ. രാത്രിയിൽ 11 മണിക്ക് ഇവന്റെ ശവം തിരിച്ചുയർക്കും. 12 മണിക്ക് இந்த சபம் ஏறி எழும்பும். അന്നേരത്ത് ഇവന് ചൂടുള്ള ഡാലും ആ റൊട്ടിയും കൂടെ കൊടുക്കണം. அந்த சமயத்தில் சூடான பருப்பு கறியும் ரொட்டியும் கொடுக்க வேண்டும். ഇവൻ ആഹാരം കഴിച്ചിട്ട് പല ആഴ്ചകളായി, ഇവൻ சாப்பிட்டு பல வாரங்கள். പക്ഷെ ഇതിനോടകം അവിടെ കൂടിയിരുന്ന പലരോടുമുള്ള രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ തുടങ്ങി. அந்த സമയത്തിൽ കൂടിയിരുന്ന ജനങ്ങളുടെ രഹസ്യ കാര്യങ്ങൾ പരിശുദ്ധാത്മാവൻ വെളിപ്പെടുത്തുക. 3-4 പേരെ കെട്ടിയിട്ടിരിക്കുക. 4 പേരെ കെട്ടി പോട്ടിരിക്കുക. ഇവരുടെ വട്ടത്തിൽ കൊല്ലാൻ ആള് നിൽക്കുക. അവിടെ ചുറ്റുവട്ടം ഇവരെ കൊല പണ്ണ നിൽക്കുകയാണ്. ആ നിൽക്കുന്നവരുടെ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ തുടങ്ങി. അങ്ങ് നിൽക്കുന്നവരുടെ രഹസ്യത്തെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്നു. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് അവർക്ക് കുറെ വിശ്വാസമായി. ഇത് കേട്ടവൾക്ക് വിശ്വാസം വന്നു. ആ വീട്ടിലെ അമ്മ அந்த வீட்டின் தாய் പോയി പരിപ്പെടുത്ത് വെള്ളത്തിൽ കുതിർത്തു. ഒരു പരിപ്പെടുത്ത് വെള്ളത്തിൽ പോട്ട് രാത്രി 11 മണിക്ക് ഡാല് കൊടുക്കേണ്ട ചൂടുള്ള പരിപ്പ് കറി കൊടുക്കണമെങ്കിൽ രാത്രി 11 മണിക്ക് ചൂടാന പരിപ്പ് കറി കൊടുക്ക വേണ്ടി പരിപ്പ് വെള്ളത്തിലിട്ടാലേ പറ്റൂ. പരിപ്പ് തണ്ണിയിൽ പോട വേണം. അമ്മ പരിപ്പ് വെള്ളത്തിലിട്ടു. പരിപ്പ് വെള്ളത്തിൽ തണ്ണിയിൽ പറഞ്ഞ സമയമായപ്പോൾ കൊച്ചു ചത്തു. ആ മനുഷ്യൻ മരിച്ചു. അവൻ ഇറന്നു പോനാൻ. സഹോദരന്മാർ വട്ടമിരുന്ന് പ്രാർത്ഥിക്കുക. സഹോദരൻ കൂടിയെന്ന് ജപിക്கிறார். ഒരു സമയമായപ്പോൾ പരിശുദ്ധാത്മാവ് ഇവനോട് പറഞ്ഞ ശവത്തിന്റെ തലയെ കൈവെക്കാൻ. ഒരു സമയമാനത് പരിശുദ്ധ அந்த செத்துപോன ശവത്തിലെ കൈവൈ. അദ്ദേഹം പറഞ്ഞ ശവത്തിന്റെ തലയെ കൈവച്ചു. அந்த செத்துപോன മരിച്ചവന്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശവം ഒന്ന് തുമ്മി. സെബിത്തുകൊണ്ടേ ഇരിക്കുന്ന സഭ മരിച്ച ശരീരം എഴുമ്പുന്നത്. 2 അവന്റെ കണ്ണു തുറന്നു. കൺ തുറക്കപ്പെട്ടു. 3 അവൻ ചുമയ്ക്കാൻ തുടങ്ങി. 2 ഇരുമിനാൻ. ആ ഗ്രാമക്കാരെല്ലാം കൂടെ ആർത്തു വിളിക്കാൻ തുടങ്ങി. എല്ലാവരും ഗ്രാമക്കാർ സത്തം പോടുகிறார்கள். കെട്ടിയിട്ടിരുന്നവരെ അഴിച്ചുവിട്ടു. കട്ടപ്പെട്ടവരെ അവൾക്ക് വിട്ടാർ. വന്നുകൂടിയവരോട് സുവിശേഷം പറഞ്ഞു. അവർ വന്നുകൂട മക്കൾ സുവിശേഷം ഗ്രൂപ്പ് രക്ഷിക്കപ്പെട്ടു. அந்த ഗ്രൂപ്പ് രക്ഷിക്കപ്പെട്ടത്. നിങ്ങൾക്ക് മനസ്സിലായോ? ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വന്ന കൊച്ചന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇത് എത് சொல்கிறேன்? വേദാകം പഠിക്ക വന്ന പന്തിയുടെ കാര്യം. ഇവനെ പഠിപ്പിക്കാൻ എനിക്ക് എന്നെ അറിയാം. ഇവനുക്ക് പാഠം ചൊല്ലക്കൂടി അവനും ദൈവവും കൂടാണ് നേരിട്ട് ബന്ധം. അവനും ദേവനോട് ഒരു തുടർബ്. ഇന്ന് പകൽക്കാലം ദൈവവുമായി നേരിട്ട് ബന്ധപ്പെടാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടോ? ഇന്നേക്ക് ദേവനുമായി ഒരു ഐക്യപ്പെടാൻ ആരും വിരുമ്പുന്നീர்களா? സ്തേഫാനോസിന്റെ നിയമനം കുക്കെന്ന ദേവാനുടെ നിയമനം അവൻ സമയൽക്കാരൻ. അദ്ദേഹത്തിന്റെ പേര് ഹോട്ടലിലെ വെയിറ്റർ എന്ന് പറയുന്നത് പോലെ ആഹാരം വിളമ്പുക. അവിടെ ഹോട്ടലിലെ വെയിറ്റർ ആഹാരം വിളമ്പുക. പക്ഷെ ലഭിച്ച അവസരം അദ്ദേഹം യോഗ്യമായി ഉപയോഗിച്ചു. ആനാ കിടക്കപ്പെട്ട തരുണത്തെ ഉപയോഗപ്പെടുത്തി. 1 രോഗികൾക്ക് സൗഖ്യമായി. 2 തന്റെ സ്വന്തം ശരീരത്തിന് വേദനയില്ലാത്ത പുത്തൻ കൃപാവരം പ്രസിദ്ധമായി. സ്വന്തം തരത്തിലെ കല്ലറിപട്ടും വേദന പുതിയ കൃപാവരങ്ങൾ. 3 യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നുവെന്ന വെളിപ്പാട് ലഭിച്ചു. 3 യേശു ഉയരോട് എഴുമ്പി പിതാവിൻ വലതുഭാഗത്ത് നിൽക്കുന്ന വെളിപ്പാട് கிடைத்தது. ഒടുവിൽ തന്റെ മരണത്തിങ്കൽ ലോക പ്രസിദ്ധനായ പൗലോസ് എഴുന്നേറ്റ് വന്നു. തന്നോട് മരണത്തിലെ പ്രസിദ്ധപ്പെട്ട പൗൽ എഴുമ്പിനാർ. ദേശത്തിന്റെ ചരിത്രം തിരുത്തുവാൻ ചിലരെ ദൈവം ഉപയോഗിക്കട്ടെ. ചില ചരിത്രത്തെ തിരുക്കാൻ ദേവൻ ചിലരെ ഉപയോഗപ്പെടുത്തും. ഇന്ന് പകൽ ചിലരുടെ അകത്തേക്ക് ഈ വചനം കേറുന്നെങ്കിൽ സ്തോത്രം. ഇതർക്കുള്ളാലെ சொல்லுற വാർത്ത ഉങ്ങൾ ഏറിനാൽ കർത്തർക്ക് സ്തോത്രം. ലിബിത്തീനർ 9-ാമത്തെ വാക്യത്തിൽ ലിബിത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാണ്ട്രിയക്കാരിലും കിലിക്കിയ ഏഷ്യ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. ഇതിൽ പല ദേശക്കാരർ എഴുമ്പി തർക്കം പണിനാർ. ഒരുപാട് ഇനം ആളുകൾ, ഇവരെല്ലാം ജാതികളാ. ഇവരെല്ലാം ജാതികൾ. യവനും ജാതിയാ, ഇവനും ജാതി. ഇവനും ജാതിയിൽ നിന്ന് വന്നവനാ. ഇവനും ജാതിയിൽ നിന്ന് വന്നവന്മാരെല്ലാം എഴുന്നേറ്റ് തർക്കിച്ചു. ഇവരെല്ലാം എഴുമ്പി തർക്കം. അതിനകത്ത് 1-ാമത്തെ പേര് പറയുന്ന ലിബിത്തീനർ എന്നാണ്. മുതൽ പേർ ലിമിത്തിനായിട്ട് ലിബിത്തീനർ. ഓക്കെ, 9-ാം വാക്യത്തിന്റെ 1-ാമത്തെ വാക്ക് ദയവായിട്ട് ആരെങ്കിലും വായിക്കാം. എടുത്തു വാസിങ്ക. അങ്ങനെ തന്നെയാണോ? ഓക്കെ, ലിബിത്തീനർ അങ്ങനെ ഇരുന്നോട്ടെ. അതേ വാർത്ത തന്നെ ലബത്തീനർ. ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? இந்த வார்த்தையின் அர்த்தம் என்ன? അവര് ഭയങ്കര ഭക്തരാ. അവർ ഭക്തர்கள். പക്ഷേ അവരുടെ ഇടയിൽ തെറ്റായ ചില വിവാഹ സമ്പ്രദായങ്ങളുണ്ട്. അവരുടെ ഇടയിൽ ചില തവറാന വിവാഹ സംബന്ധങ്ങളുണ്ട്. വിവാഹ സംബന്ധമായുള്ള തകരാറുകൾ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന്റെ തകരാറുകളാണ് ദൈവം അങ്ങേയറ്റം വെറുക്കുന്ന ഒന്ന്. ആണ്ടവർ തിരുമണ വാഴ്ക്കയിൽ വരുന്ന കുടുംബ ബന്ധത്തിലെ ചില കാര്യങ്ങൾ ദേവൻ വെറുപ്പത്. ഇത് ചെയ്യുന്നവൻ പോലും സ്തേഫാനോസിനോട് തർക്കിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പിടിപ്പെട്ടവന് സ്തേഫാനോട് തർക്കം പണ്ണുകയാണ്. കണ്ടവൻ എല്ലാം തർക്കിക്കാൻ വന്നു.
பல சண்டைகள் பண்ணினார்கள். പക്ഷെ സ്തേപ്പാനോസിനോട് ജയിക്കാൻ ഇവരെ കൊണ്ടൊക്കാതെ ஆனா எவ்வளவு வந்தாலும் ஸ்தேவானை ஜெயிக்க முடியவில்லை. അന്നേരത്താണ് യഹൂദന്മാർ വിളിച്ചത്. அந்த சமயத்தில் யூதர் அழைத்தார்கள். ഇപ്പൊ തോപ്പിച്ചുകളെ എന്നും പറഞ്ഞാണ് യഹൂദന്മാർ വിളിക്കുന്നത്. இப்ப அவர்கள் தோற்படி என்று யூதர்கள் சொல்லுகிறார்கள். അവൻ സംസാരിക്കുന്ന ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കാൻ ഇവന്മാരെ കൊണ്ടൊക്കാതെയായി. ஸ்தேவான் பேசுற ஞானத்தோடு எதிர்க்க ஒருவனும் முடியவில்லை. അന്നേരത്താണ് അവർ പറഞ്ഞത് എന്നാ പിന്നെ കൊല്ലുകല്ലാതെ മാർഗമില്ല, வேற வழியை கல்லெடுத்து கொல்ல வேண்டும். മരിക്കുന്ന സമയത്തിന് രണ്ട് പുത്തൻ കൃപാവരം. மரிக்கிற சமயத்தில் ரெண்டு கிருபாவரங்கள். ഞാൻ വേറൊരു സംഭവം ഓർക്കുന്നുണ്ട്. ஒரு சம்பவத்தை நினைக்கிறேன். ഒരിക്കല് റുമേനിയയിൽ നിന്ന് വന്ന ഒരു കത്താണ്. റുമേനിയ എന്ന് പറയുന്ന രാജ്യത്തു നിന്ന് വന്ന ഒരു എഴുത്താ. റുമേനിയ എന്ന് சொல்லப்பட்ட ഒരു എഴുത്താളർ. റുമേനിയൻ കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ഒരു ഭാഗമാണ്. അത് റുമേനിയ കമ്മ്യൂണിസ്റ്റ് രാജ റഷ്യയുടെ ഒരു പകുതി. അവിടെ യേശുവിനെ അംഗീകരിക്കുന്നവരെ കൊന്നുകളയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങ് യേശുവെ അംഗീകരിക്കുന്നവരെ കൊല ചെയ്യേണ്ട ഒരു കാലം ഇരുന്നത്. അന്ന് 18 വയസ്സുള്ള ഒരു ബാലകനെ യേശുവിനെ അറിയുന്ന കാരണത്താൽ പിടിച്ച് അറസ്റ്റ് ചെയ്തു. 18 വയസ്സാன ഒരു ബാലകനെ യേശുവെ അറിഞ്ഞവനെ പിടിച്ച് സിറച്ചാലിട്ടു. അവനെ കൊന്നുകളയാനായി തീരുമാനിച്ചു. കൊല ചെയ്ത് നിனைத்தார்கள். അവനെ മരിക്കുന്നതിന്റെ തലേ ദിവസം അവൻ മരിപ്പതിന് ഒരു നാൾ മുന്നാലെ നിന്റെ അന്ത്യാഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്റെ അപ്പനും അമ്മയ്ക്കും ഒരു എഴുത്തെഴുതാൻ ഒരു അവസരം വേണം, അതാണ് എന്റെ അന്ത്യാഭിലാഷം. കடைசி ஆசை എന്ന് അവൻ சொன்னான். എൻ തായ് തൗമരി ലെറ്റർ എഴുത வேண்டும். ആ എഴുത്തെഴുതി. ആ എഴുത്തിനകത്ത് എഴുതിയിരുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ചു. அந்த கடிதத்தை அவன் மொழிபெயர்த்து ஒரு மாசிய மாதத்திற்கு அனுப்பினான். 1972 ക്രോസ് ആൻഡ് മാസികയുടെ പേര് ടോർച്ചർ ഫോർ ക്രൈസ്റ്റ് എന്ന മാസികയിൽ വന്നതാണ്. இந்த 1972 அந்த மாத இதழில் இந்த செய்தி வந்தது. ഈ കൊച്ചൻ അപ്പൻ എഴുതിയ ലേഖന ഒരു എഴുത്താണ്. ഇത് இந்த பையன் தகப்பனுக்கு எழுதின ഒരു കടിതം. അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ അവന്റെ ഭാഷയിൽ എഴുതി അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. അവരുടെ ഭാഷയിൽ എഴുതി മൊഴിപെയർത്താർ. എന്റെ അപ്പനെ അമ്മേ, നമ്മുടെ തായ് തകപ്പനെ, ഈ കത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് മുന്നമേ എന്നെ തൂക്കി കൊന്നിരിക്കും. தாய் தகப்பனே, இந்த லெட்டர் உங்க கையில கிடைப்பதால் என்னை தூக்கில் இடுவார். എനിക്ക് മരണത്തെ ഇന്ന് ഭയമില്ല. எனக்கு മരണത്തെ പറ്റി ഭയമേ ഇല്ല. 2 ദിവസം മുമ്പേ വരെ എനിക്ക് മരണത്തെ ഭയങ്കര പേടിയായിരുന്നു. 2 നാட்கள் മുന്നേ എനിക്ക് മരണത്തെ പറ്റി ഭയമുണ്ട്. എന്നെ കൊല്ലുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ഓരോ രാത്രികളിലും പകലുകളിലും വിറച്ചാണ് കഴിഞ്ഞത്. എന്നെ കൊണ്ടുപോടുവാൻ അറിഞ്ഞ് ഇറവും പകലും നടുക്കത്തോടിരുന്നേ. പക്ഷേ 2 ദിവസങ്ങൾക്ക് മുന്നേ ഒരു ദൈവദൂതൻ എന്റെ ജയിലറയ്ക്കകത്ത് വന്നു. ആനാ 2 നാட்கள் മുന്നേ ഒരു ദൂതൻ എൻ ജയിലിനുള്ളിൽ വന്നാൻ. അദ്ദേഹം എന്നോട് സംസാരിച്ചു. അവൻ എന്നോട് പേശിനാൻ. എന്നെ ബലപ്പെടുത്തി. അദ്ദേഹം എഴുതി ദൈവദൂതനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അത് ദേവദൂതനെ കണ്ടാൽ എപ്പടി ഇരിക്കും? സാധാരണ ഞാൻ ഒരു വസ്തുവിന്റെ മുമ്പിൽ ഒരു ആളിനെ കണ്ടാൽ പുറകിലുള്ള വസ്തു എനിക്ക് കാണത്തില്ല. എനിക്ക് ഒരു മുന്നാടിക്കற ഒരു പൊരുളை பார்க்கும்போது பின்னாடி நிற்பதை பார்க்க முடியாது. പക്ഷേ ദൂതൻ ഇടയ്ക്ക് നിന്നാലും, ദൂതൻ ഇടയിൽ നിന്നാൽ, അദ്ദേഹം പറയുന്നത് ദൂതന്റെ ശരീരം ഒരു കണ്ണാടി പോലെയാണ്. അവൻ சொல்லுகிறான் ദൂതന്റെ ശരീരം ഒരു കണ്ണാടി മാതിരി. എനിക്ക് ദൂതനെ കാണാം, അതിന്റെ പുറകിലിരിക്കുന്ന വസ്തുവും കാണാം. എനിക്ക് ദൂതനെ பார்க்கும், അതിൻ പിന്നാടിക്കുന്ന പൊരുളை பார்க்க முடியும். അതിന്റെ അർത്ഥം എല്ലാ ദൈവദൂതന്മാരും എന്നും അങ്ങനെ ഗ്ലാസ് പോലെ ഇരിക്കുന്നൊന്നും അല്ല. എന്നാൽ അതിന്റെ അർത്ഥം എല്ലാ ദൂതരും ഇപ്പടി ഗ്ലാസ് പോലെ ഇരിപ്പാൻ എന്നല്ല. അന്ന് അദ്ദേഹത്തിനുണ്ടായ വെളിപ്പാടാ. ആണ്ടയ്ക്ക് ആണ്ടവർ കൊടുത്ത വെളിപ്പാട്. ആ ദൈവദൂതൻ എന്നെ ശക്തീകരിച്ചു. அந்த தேவதூதன் என்னை பலப்படுத்தி. ആ സെക്കൻഡ് മുതൽ എന്റെ മരണഭയം മാറി. அந்த நிமிஷத்தில் என்னை மரணபயம் மாறினது. എനിക്ക് മരണത്തെ പേടിയില്ല. എനിക്ക് മരണത്തെ ഭയമില്ല. അതുകൊണ്ട് ഈ കത്ത് കിട്ടുമ്പോൾ നിങ്ങൾ സന്തോഷമായിരിക്കെ, ഞാൻ ധൈര്യമായി മരിക്കാൻ പോവാ. இந்த லெட்டர் கிடைத்தவன் நீங்கள் கவலைப்படாமல் சந்தோஷமா இருங்க, நான் கிறிஸ்துவுக்காக மரிக்க போறேன். ഓരോ കൃപാവരങ്ങൾ ദൈവം ഓരോ സമയത്ത് ഓരോരുത്തർക്ക് നൽകും. ஒவ்வொரு மனுஷருக்கும் ஒவ்வொரு கிருபை ஒவ்வொரு சமயத்தில் கொடுப்பார். അതാത് സമയത്തേക്കുള്ള കൃപകൾ പ്രാപിക്കുന്ന അനുഭവം സ്തേഫാനോസ് കാണിച്ചു തന്നു. പല സൂழ்நிலையிலே கிருபாவங்களை அனுப்பிக்க சாட்சி ஸ்தேபானுக்குണ്ട്. അദ്ദേഹം ദൈവത്തിന് വേണ്ടി കല്ലേറേറ്റ് മരിച്ചു. അവർ ദേവനുക്കാக കല്ലെറിയുണ്ട് മരിച്ചാർ. രണ്ടാമത്തെ വ്യക്തിയെ ഞാൻ തൊടാൻ പോകുകയാണ്. രണ്ടാമത്തെ ആളെ சொல்லுகிறேன். രണ്ടാമത്തെ വ്യക്തിയുടെ പേര് പീലിപ്പോസ് എന്നാണ്. രണ്ടാമത് ഫിലിപ്പ്. ഒന്ന് സ്തേഫാനോസ്. അദ്ദേഹം ജാതിയിൽ നിന്ന് വന്നയാളാണ്. അവർ ജാതിയിൽ നിന്ന് വന്നവർ. സാമ്പത്തികമായി ഉയർന്നവനാണ്. ഉണ്മയായി പൊരുളാത്തിൽ പെരിയവർ. ബിസിനസ്സുകാരനാണ്. വ്യാപാരി. വസ്തുക്കൾ വിൽക്കാത്തവനാണ്. വസ്തുക്കളെ വിൽക്കാത്തവൻ. സ്വന്തം വീട് നോക്കുമ്പോൾ, ബിസിനസ് നോക്കുമ്പോൾ ധനികനായ മനുഷ്യൻ കുക്കിന്റെ പണി ചെയ്യുന്നവനാണ്. സ്വന്തം വേല പാർക്കുമ്പോൾ, വ്യാപാരം ചെയ്യുമ്പോൾ അവൻ വീട്ടു കുടുംബത്തെ കാര്യം വിസാരിക്കും. മുമ്പിലുള്ള 5000 പേരെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് കരുതി അവർക്ക് വേണ്ടി സ്വയം ജീവിതം ഒഴിഞ്ഞു വെച്ചവനാണ്. തനക്ക് മുന്നാലെ இருக்க 5000 ജനങ്ങൾക്ക് എപ്പടി അവർ സന്തോഷപ്പെടുത്താൻ வாழ்க்கை കൊടുത്തവൻ. പൊക്കി ഇങ്ങനെ കൊണ്ടുവന്നു. ആണ്ടവർ തൂക്കി മേലെ കൊണ്ടുവന്നു. വൻകിട വീര്യപ്രവർത്തികൾ നടന്നു. അവരുടെ
ഭയങ്കര വീരமான വല്ലമേ നടന്നത്. പുരോഹിതന്മാർ പോലും വിശ്വസിക്കത്തക്കവണ്ണം ആസാര്യർ വരെ വിശ്വാസിക്കാത്ത അളവ് വലിയ കാര്യം സഭയ്ക്ക് വേണ്ടി ദൈവം ചെയ്തു. பெரிய காரியம் சபைக்காக ഇത് செய்தார். പറയുമ്പോൾ വീണ്ടും ഞാൻ സഭയെ ഓർപ്പിക്കട്ടെ, திரும்பவும் சபையை ஞாபகப்படுத்துறேன். നമ്മിൽ ചിലർ അതുപോലെ പ്രയോജനപ്പെട്ടേ പറ്റൂ. இந்த கடைசி காலத்தில் நம்மில் அநேகர் அதே போல பிரயோஜனப்பட வேண்டும். നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാം. உங்களை தேவன் உபயோகிப்பார். ദൈവത്തിന് ആണും പെണ്ണും തമ്മിൽ ഒന്നും വ്യത്യാസമില്ല. தேவனுக்கு ஆண் பெண் என்ற வித்தியாசம் இல்லை. പ്രായത്തിനും ദൈവത്തിന് വ്യത്യാസമില്ല. வயசுக்கும் வித்தியாசம் இல்லை. എങ്കിലും ഞാൻ പ്രായ വ്യത്യാസത്തിൽ ചിലരെ വിളിക്കാൻ പോവാ. ஆனால் வயசு அதிகம் சிலரை அழைப்பேன். പരിശുദ്ധാത്മാവിന് പ്രായ വ്യത്യാസമില്ല. പരിശുദ്ധന വയസ്സ് വ്യത്യാസമില്ല. യോവേലാണ് അന്ത്യകാലത്ത് വരാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആദ്യം പ്രവചിച്ചത്. യോവേൽ താൻ കடைசி காலத்தில் நடக்கிற காரியத்தை தீர்க்கதரிசி சொன்னார். അദ്ദേഹം പറഞ്ഞു പരിശുദ്ധാത്മാവ് വന്നാൽ, அவர் கடைசி சொன்னார் பரிசுத்தாவி வந்தால் നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. உங்களுக்கு குமாரரும் குமார்த்தியும் தீர்க்கதரிசி சொல்வார்கள். ആ കാലത്ത് പുത്രിമാരുടെ പേര് പോലും മിണ്ടത്തില്ല. அந்த காலகட்டத்தில் பெண்கள் குமார்த்தியோட பேர் சொல்லக்கூடாது. ആൺപിള്ളേരുടെ പേരേ പറയത്തുള്ളൂ. அந்த ஆண்களோட பேர் தான் சொல்ல வேண்டும். പെൺകുട്ടികളുടെ പേര് പോലും മിണ്ടത്തില്ല. பெண்களோட பேர் சொல்லக்கூடாது. പക്ഷേ യോവേൽ പറയുകയാണ്, ஆனால் யோவேல் சொல்கிறார் പരിശുദ്ധാത്മാവ് വരുന്നതോടെ ഈ പരിപാടി മാറും. ஆனால் பரிசுத்தாவியன் வந்தவுடனே அந்த காரியம் மாறிவிடும். പുത്രന്മാർ പ്രവചിക്കുന്നത് പോലെ പുത്രിമാരും പ്രവചിക്കും. കുമാരകൾ തീർക്കതരം சொல்லுகிறது போல കുമാർത്തികൾ சொல்வார்கள். രണ്ട്, നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. என்னுடைய ஊழியக்கார மேலும் ஊழியக்காரி மேலும் அபிஷேகத்தை கொடுப்பேன். ആ കാലത്ത് വീട്ടുടയവന്റെ അടുക്കൽ വരാൻ വേലക്കാർക്ക് ഒക്കത്തില്ല. அன்றைக்கு வீட்டு உடைமாளிட்டு வீட்டு வேலைக்காரன் வரக்கூடாது. സ്റ്റാറ്റസ് വ്യത്യാസം ഭയങ്കരമാണ്. ഭാഷയുടെ വ്യത്യാസം ഭയങ്കരം. പക്ഷേ അന്ത്യകാലത്ത് ആത്മാവ് വന്നാൽ, ആന കടേശിയാൽ അഭിഷേകം വന്നാൽ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ഈ ആത്മാവിനെ പകരും. ഊഴിയക്കാരൻ മാത്രമല്ല ഊഴിയക്കാരി മേൽ അഭിഷേകത്തെ കൂട്ടുവേ. ആണും പെണ്ണും എന്നുള്ള വിഷയം മാറും. കാരണം പരിശുദ്ധ വന്ന ആൺ പെണ്ണുടെ വ്യത്യാസം മാറും. രണ്ട്, സ്റ്റാറ്റസ് വ്യത്യാസം മാറും. രണ്ടവിടെ സൂழ்நிല വ്യത്യാസം മാറും. മൂന്ന്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്വപ്നങ്ങൾ കാണും. കുഞ്ഞുങ്ങൾ ദർശനങ്ങൾ കാണും. അപ്പൂപ്പന്മാർ ദർശനങ്ങൾ കാണും. ഉങ്ങളുടെ വയസ്സാനോട് പിള്ളേകളും ദർശനം പാർപ്പാர்கள். പ്രായ വ്യത്യാസം മാറും. വയസ്സ് വ്യത്യാസം മാറും. ദൈവാത്മാവിന് പ്രായ വ്യത്യാസം ഇല്ല. ആണ്ടവർക്ക് പ്രായ വ്യത്യാസമില്ല. എങ്കിലും ആനാലും ഞാൻ ഒരു പ്രായ വ്യത്യാസത്തിൽ ഒന്ന് ചോദിക്കാൻ പോവാ. ഒരു വയസ്സ് മുതലെ പറ്റി പേസുகிறேன். യുവാക്കൾ എന്ന് പൊതുവെ അസംബ്ലീസ് ഓഫ് ഗോഡ്, ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ശുശ്രൂഷിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് അംഗീകരിക്കുന്നത്, ഏജ് സഭയിൽ അംഗീകരിപ്പത് യുവാക്കൾ എന്ന് അംഗീകരിക്കുന്നത് ഇളഞ്ഞർ വലിവക്കർ 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. അതായത് വാലിബരൻ சொன்னால் 13 വയസ്സിന് 30 വയസ്സ് വരെ. ഇരിക്കുന്ന കൂട്ടത്തിൽ 13 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈ ഞാനൊന്ന് കണ്ടോട്ടെ. இப்போ நான் சொல்கிறேன், இங்க 13 வயசிலிருந்து 30 வயசுல எத்தனை பேர் உண்டு? கையை தூக்குங்க. ദയവായി ചൊവ്വേ ഉയർത്ത്. சீக்கிரமா கையை தூக்குங்க. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടെ ആഗ്രഹിക്കുക. ഞാൻ ഉங்களுக்காக ജെപിക്ക പോறேன். നിങ്ങൾ ദൈവത്തെ സേവിക്കാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ യൗവനപ്രായം പിശാച് ഈമ്പി കളയരുത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം. இன்றைக்கு இந்த வயசிலே நீங்கள் ஆண்டவருக்காய் வாழ வேண்டும் என்ற விருப்பத்தோடு நீங்கள் வாழ்க்கை நடத்துங்க. കർത്താവേ, ഞാൻ ഈ പ്രിയപ്പെട്ട കരങ്ങളെ അനുഗ്രഹിക്കുന്നു. ആண்டവരെ കൈത്തൂർ അൻപു പിള്ളേരെ ആശീർവദിக்கிறேன். അങ്ങയ്ക്ക് വേണ്ടി ഓടുവാനും ഈ ദേശത്തിന്റെ മുഖച്ഛായ മാറ്റുവാനും ദൈവം ഈ പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കണം. ആണ്ടവരെ ഇവരുടെ നാമ വേല ചെയ്യും പ്രയോജനപ്പെടുത്തി ഉപയോഗപ്പെടുത്തും. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആശീർവദിக்கிறேன். ആമേൻ. ആമേൻ. കരം താഴ്ത്തിയിടാം. കൈ കീഴപ്പെടും. എനിക്ക് ഒടുവിൽ അവസരം കിട്ടുകയാണ്, ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഉങ്ങൾക്കാக ഒരു തടവ കൂടെ ജെപിപ്പേ. രണ്ടാമത്തേത് ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. ഫിലിപ്പോസ് ആരാണ്? ഫിലിപ്പ് ആർ? വേദപുസ്തകത്തിൽ ഫിലിപ്പോസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ഫിലിപ്പെ പറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പറയുന്നത് അദ്ദേഹത്തിന് വലിയൊരു വീടുണ്ടായിരുന്നു. അപ്പോസ്തലരുടെ നടുവിൽ അവർക്ക് പെരിയ വീട് ഇരുന്നത്. ആ വീടിനകത്ത് വെച്ച് സഭായോഗം നടക്കുമായിരുന്നു. ഇവർ യാർ തരുമ്പോ വീട്ടിൽ തന്നെ ആരാധന നടത്തുകയാണ്. അദ്ദേഹത്തിന് 4 പെൺകുട്ടികൾ കന്യകമാരുണ്ടായിരുന്നു. അവർക്ക് 4 പിള്ളകൾ, ബാല്യ പിള്ളകളുണ്ട്. ഇവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലം വീടിനകത്തുണ്ട്. ഇവിടെ എല്ലാവരും നടത്തുവരെ വീട്ടിലെ ഇടമുണ്ട്. യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ വരുമ്പോൾ ഫിലിപ്പോസിന്റെ വീട്ടിലായിരുന്നു അക്കോമഡേറ്റ് ചെയ്യുന്നത്. യെരുശലേമിൽ തീർക്കദർശികൾ വന്നാൽ ഫിലിപ്പുടെ വീട്ടിലാണ് അങ്ങ് തങ്ങ വയ്പ്പാർ. പൗലോസ് ഉൾപ്പെടെ പത്രോസ് ഉൾപ്പെടെ അഭിഷക്തന്മാർ വന്നാൽ ഫിലിപ്പോസിന്റെ വീട്ടിലായിരുന്നു താമസിപ്പിക്കുന്നത്. പേതുരു മാത്രമേ കൂടെ വന്ന ഊഴിയങ്ങൾ വന്ന അങ്കദം തങ്ങ വയ്പ്പത്. അത്രയും വലിപ്പമുള്ള വീട്, പെരിയ വീട്. ധനികനായ മനുഷ്യൻ, മതിപ്പുള്ളവൻ. വസ്തുവകകൾ എഴുതി വിറ്റിട്ടില്ല.
വസ്തുക്കളെ വിൽക്കവിல்லை. തനിക്കുള്ളത് ഉണ്ടായിരിക്കെ സഭയെ സേവിക്കുന്നവനാണ്. അവർക്ക് ഇരുന്ന വകയിൽ വസ്തുവത് ഇരുന്നാലും സഭയ്ക്ക് ഊഴിയം ചെയ്യുക. അദ്ദേഹവും ദൈവസഭയെ സേവിക്കാൻ തുടങ്ങി. അവരും ദേവസഭയ്ക്ക് ഊഴിയം ചെയ്യുക. ഇതുപോലെ ലഭിച്ച അവസരം ഓരോരുത്തർക്ക് വേണ്ടി ഉപയോഗിച്ചു. இந்த கிடைக்கப்பட்ட സമയത്ത് ഓരോരുവർക്കായി ഉപയോഗപ്പെടുത്തണം. ദൈവം അദ്ദേഹത്തെ വളർത്തി. ദേവൻ വളർത്തുന്ന അദ്ദേഹത്തിന്റെ പ്രത്യേക ശുശ്രൂഷ അവിടെ ഊഴിയം എന്ന മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും നേരിടുകയായിരുന്നു. മന്ത്രവാദം செயல்பட നേരിട്ട് ഇടപെടുകയും അവരിലുള്ള ദുരാത്മാവിനെ ശാസിക്കുവാൻ അസുത്താവിയെ തുരത്തുകയും അവരുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ അവർ ചുട്ടുകളയുമാറ് അവരുടെ കയ്യിലിരിക്കുന്ന മന്ത്ര പുസ്തകങ്ങളെ സുട്ടരിപ്പதற்கு ഈ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കാൻ അവർക്ക് കഴിയാതെ വന്നു. இந்த ஊழியக்கார் முத்திர நிற்க முடியாது போனது. ഈ വേദപുസ്തകത്തിൽ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, പൗലൂസിന്റെ കയ്യാൽ വലിയ വീര്യപ്രവർത്തികൾ നടന്നു. വേദത്തിൽ ഒരു കാര്യമുണ്ട്, പൗൽ മൂലം பெரிய വല്ലമേ വെളിപ്പെട്ടത്. എന്താ വലിയ വീര്യപ്രവർത്തി? பெரிய അത്ഭുതം എന്ന എനിക്കും അറിയാൻ വയ്യ, എനിക്കും தெரியாது. പക്ഷേ ഡോക്ടർ കെ മുരളി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഡോക്ടർ കെ മുരളി എന്ന പേര് ഒരുവരുണ്ട്. മുരളിയുടെ വീട് കൊല്ലത്താണ്. അവർ മലയാളി കൊല്ലത്തുകാരർ. ഇന്നും ജീവനോടുണ്ട്. ഇന്നേക്കും ഉണ്ട്. ഇന്ന് അദ്ദേഹം കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. അവർ കോയമ്പത്തൂർ വാസം പണിகிறார். ഡോക്ടർ മുരളി ഒരിക്കൽ ബാംഗ്ലൂർ വന്ന് പറഞ്ഞതാ, ഡോക്ടർ മുരളി എന്നിടത്തിൽ ബാംഗ്ലൂർ വന്ന് சொன்னார், തലവേദന പൊറുക്കുന്നതും ക്യാൻസർ പൊറുക്കുന്നതും അതൊക്കെ സാധാരണ കാര്യങ്ങളാ. തലവേദനയും ക്യാൻസർ മാറുന്നതും സാധാരണ കാര്യം. അതൊന്നും വലിയ വീര്യപ്രവൃത്തി അല്ല. അത് പെരിയ കാര്യമല്ല. വലിയ വീര്യപ്രവൃത്തി എന്നാന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ, അവർ പെരിയ അത്ഭുതം എന്ന് അവർ சொன்னார், താങ്കളുടെ മുമ്പിൽ മന്ത്രവാദിക്ക് ഒന്നും ചെയ്യാൻ വയ്യാതാകുക. തങ്ങളുടെ മുന്നാലെ മന്ത്രവാദിയുടെ ഒരു കാര്യം ചെയ്യാൻ முடியவில்லை. മന്ത്രവാദിയുടെ മുഴുവൻ കെട്ടുതീരുക. മന്ത്രയുടെ മൊത്തം അളിക്കപ്പെടുகிறது. അതാണ് വലിയ വീര്യപ്രവൃത്തി. அதுதான் பெரிய வல்லமை. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു ഉദാഹരണം சொன்னார். ഏലിയാവ് വന്ന് നിൽക്കുക. ഏലിയ വന്ന് നിൽக்கிறார். ഇവിടെ ഒരു യാഗപീഠം പണിതിട്ടുണ്ട് ബാലിന് വേണ്ടി. ഇങ്ങ ബാഗാ തീർക്കസര ബലിപീഠം. അതിന്റെ കല്ലെത്രാന്ന് കണക്കൊന്നുമില്ല. കല്ല് എത്രന്ന് தெரியாது. കിട്ടിയ കല്ലൊക്കെ പെറുക്കി വെച്ച് കാണും, എനിക്ക് അറിഞ്ഞുകൂടാ. കടക്കര പല്ലെല്ലാം പുറക്കത്ത് ബലിപീഠം കെട്ടി. എന്തായാലും 400 450 850 പ്രവാചകന്മാർ അതിന്റെ മുമ്പിലുണ്ട്. അതற்கு പിന്നാലെ ബാഗാൽ പിന്നാലെ 750 രാജ അധികാരമുള്ള ഒരുപാട് പേർ തനിക്ക് അനുകൂലമാണ്. രാജാവുടെ അനുമതിയുള്ള അനുകൂലമുള്ള അനേകർ പിന്നാലെ ഉണ്ട്. അവർ ഒരുമിച്ച് നിന്ന് തീ ചോദിക്കുക. തീയെ കേൾക്കുകയാണ്. ഈ സമയത്താണ് ഏലിയാവ് അടുത്തു വരുന്നത്. അന്ത സമയത്തിൽ ഏലിയ വരുகிறார். ഏലിയാവിന്റെ ചോദ്യം ഇതായിരിക്കാം. എലിയാവുടെ കേൾവി ഇപ്പടി ഇരിക്കണം, ഞാനൂടെ നിൽക്കുന്നിടത്ത് ഇറങ്ങാവുന്ന ബാലുണ്ടെങ്കിൽ വാടാ കാണട്ടെ. ഞാൻ നിൽക്കുന്ന ഇടത്തിൽ അപ്പടിപ്പെട്ട അസുത്താവി ഉണ്ടാൽ വരട്ടെ. ബാലെ ഞാൻ ഇവിടെ നിൽക്കുക. ബാലെ നീ ഇറങ്ങി വാ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വാ. ഉനക്ക് ധൈര്യം ഇരുന്ന പലിപെടുത്തിൽ വാ. സാന്നിധ്യത്തിൽ നിനക്ക് വരാമെങ്കിൽ വാ. എന്നോട് ദേവ പ്രസന്നത്തിൽക്കற எனக்கு മുന്നാல ഉനക്ക് വര முடிந்தாൽ വാ. എനിക്ക് ചുറ്റും ഒരു ദൈവ സാന്നിധ്യമുണ്ട്. കാരണം എലിയാവസുള്ള ദേവ മഹിമ ഉണ്ട്. ഇതിനകത്ത് നിനക്ക് കേറാനൊക്കത്തില്ല. ഇതിനുള്ളിൽ ഉനാല വര முடியாது. അവർ രാവിലെ മുതൽ ഉച്ചവരെ വിളിച്ചു. കാലിൽ നിന്ന് മധ്യവരെ പാകാലെ കൂപ്പിട്ടാർ. ഏലിയാവ് കളിയാക്കാവുന്നതിന്റെ പരമാവധി കളിയാക്കി. ഏലിയാവ് നിന്ദിച്ച് പരിഹാസം பண்ணார். ഞാനിവിടെ നിൽക്കുമ്പോൾ നിന്റെ ഒരു ദൈവവും വരത്തില്ല. എലിയാ சொல்றார், நான் இந்த பலிபீடத்தில் நிற்கும் காலம் உங்க தெய்வம் வராது. ഇന്ന് എത്ര പേർക്ക് ഇത് പറയാൻ കഴിയും? ഇതിൽ മറ്റുള്ള എത്ര വിധം சொல்ல முடியும்? ആഭിചാരമെന്നും മന്ത്രവാദമെന്നും കേൾക്കുമ്പോൾ പലർക്കും പേടിയാ. മന്ത്രവാദ വാർത്ത കേട്ടാൽ ഭയം. തിരിച്ചാണ് വരേണ്ടത്. അത് തിരുപ്പി വര வேண்டும். നിങ്ങളെയാണ് പിശാച് ഭയപ്പെടേണ്ടത്. ഉങ്ങളെ பார்த்தால் പിശാച് നടുങ്ങണം. ഫിലിപ്പോസിന്റെ മേൽ ഈ കൃപ പകർന്നു. இந்த பிலிப்பு மேல் தேவ கிருபை வெளிப்பட்டது. വളരെ വിലപിടിപ്പുള്ള മാന്ത്രിക പുസ്തകങ്ങൾ കൊണ്ടുവന്നു. വിലമതിപ്പുള്ള മന്ത്ര പുസ്തകങ്ങൾ കൊണ്ടുവന്നാர்கள். ഒരെണ്ണം വർക്ക് ചെയ്യത്തില്ല. ഒന്നും വേല ചെയ്യവില്ല. ഇത് ചുട്ടുകളയല്ലാതെ മാർഗമില്ല. അവർ തീർമെന്ന മന്ത്ര പുസ്തകങ്ങൾ എരിക്ക வேண்டும். ഫിലിപ്പോസിന്റെ പ്രത്യേക അഭിഷേകം അവിടെയായിരുന്നു. ആ ഫിലിപ്പുടെ പ്രത്യേക അഭിഷേകം അങ്ങേ ഇരുന്നത്. ഓരോരുത്തരുടെ മേൽ ഓരോ പ്രത്യേക അഭിഷേകങ്ങളുണ്ട്. ഓവർ മേലും പ്രത്യേക അഭിഷേകമുണ്ട്. ഇന്നിവിടെ പാട്ടുപാടാനായി പ്രിയ സഹോദരി വന്നിട്ടുണ്ട്. ഇന്ന് പാട്ടുപാട പ്രിയ സഹോദരി വന്നിരിക്കുകയാണ്. വേഴ്സസിന്റെ മേൽ പാടുന്ന ഒരു അഭിഷേകമുണ്ട്. അവരുടെ മേൽ ഒരു പാടുകർ അഭിഷേകമുണ്ട്. ഞാൻ സത്യമായിട്ടും പാടത്തില്ല. ഞാൻ പാട്ട മാട്ടേൻ. കാര്യം എന്റെ മേൽ അഭിഷേകം ഇല്ല. എനിക്ക് പാടുകർ അഭിഷേകമില്ല. ഞാൻ പാടിയാൽ ശരിയാകത്തില്ല. ഞാൻ പാടിനാൽ ശരിയാകാതെ. പക്ഷെ കുറച്ചൊക്കെ പ്രസംഗിക്കും. കൊഞ്ചം പ്രസംഗം പണ്ടുവേ. കുറച്ചൊക്കെ ബൈബിൾ പഠിപ്പിക്കും. ബൈബിൾ കറ്റുകൊടുപ്പേ. ആ ഒരു അഭിഷേകം എന്റെ മേലുണ്ട്. അഭിഷേകം മേലുണ്ട്. വ്യത്യസ്ത അഭിഷേകം വ്യത്യസ്ത വ്യക്തികളുടെ മേലുണ്ട്. വ്യത്യസ്തമായ അഭിഷേകം വ്യത്യസ്ത മനുഷ്യരുടെ മേലുണ്ട്. ഫിലിപ്പോസ് അദ്ദേഹത്തിലുള്ള അഭിഷേകം തിരിച്ചറിഞ്ഞു. ഫിലിപ്പ് അവരുടെ മേലുള്ള അഭിഷേകത്തെ പുരിഞ്ഞുകൊണ്ടാണ്. ഇവിടെ സഭയ്ക്കകത്ത് എന്തിനു വേണ്ടിയാ കൈവച്ചത്? സഭയ്ക്കാக എതിർ കൈവച്ചാൽ അടുക്കളയിലെ വേല എന്ന കൂക്ക്. അവർ സമയൽ
வேலை செய்கிறவர். പക്ഷേ ഈ അപ്പോസ്തലന്മാരുടെ മേൽ വലിയ ആത്മീയ ഡിപ്പോസിറ്റ് ഉണ്ട്. ஆனா அந்த அப்போஸ்தலர் மேல நல்ல ஒரு பங்களிப்பு உண்டு. എല്ലാ ശുശ്രൂഷകളും അവരുടെ മേലുണ്ട്. எல்லா ஊழியமும் அவர் மேல் உண்டு. ഇതാണ് ഈ സഹോദരന്മാരുടെ മേൽ വ്യാപരിച്ചത്. இதுதான் அந்த சகோதரர் மேல் வெளிப்பட்ட வல்லமை. വളർത്തിയെടുക്കാൻ ഫിലിപ്പോസിന് കഴിഞ്ഞു. വളർത്തിയെടുക്കാൻ ഫിലിപ്പ് முடிந்தது. ഒരു ദിവസം വീട്ടിലെ സഭയ്ക്കകത്ത് ശക്തമായി ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ஒரு நாள் வீட்டில வல்லமையா ஊழியம் ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, பரிசுத்தார் பேசுகிறார், ഫിലിപ്പോസേ തന്റെ നിർജ്ജന പ്രദേശത്തേക്ക് പോ. பிலிப்பு இந்த இடத்துல நீ போ. അവിടെ തന്റെ ഒരു മനുഷ്യൻ അതുവഴി പോകുന്നുണ്ട്. ஒரு மனுஷன் அப்படி யாத்திரை செய்கிறான். അവനോട് സുവിശേഷം പറയാൻ പോ. அவனுடைய சுவிசேஷம் சொல்லு. ഞാനാണ് പറഞ്ഞ കർത്താവ് ഇത്രയും ബിസിയായി ചർച്ച നോക്കുമ്പോൾ நான் சொல்வேன், இவ்வளவு கவனமாக சபை நடத்தும் போது എനിക്ക് 4 കുഞ്ഞുങ്ങളുള്ളതിനെ നോക്കി எனக்கு 4 പിള്ളേരെ ഗമനിക്കണം. 5000 ശിഷ്ടം ആളുള്ള ചർച്ചിൽ കുക്ക് ചെയ്ത് 5000 ആളുകളുള്ള സഭയിലെ സമയൽ വേല ചെയ്തു. അവിടെ ആളുകൾക്ക് മുഴുവനും വിളമ്പി കൊടുത്ത് അവർക്ക് ആഹാരം വിളമ്പി കൊടുത്ത് എന്റെ സഭയും വീടും നോക്കി പോകുമ്പോൾ എൻ സഭയും വീടും ഗമനിക്കുമ്പോൾ ഒറ്റപ്പെട്ടവന് വേണ്ടി ഞാൻ പോണോ? ഒരു പണ്ടുക്കാக நான் சுவிசேஷம் சொல்ல போக வேண்டுமா? വേറെ ആരെയും വിട്ടുകൂടെ? ആണ്ടവർ വേറെ ആരും വിടக்கூடாதா? ദൈവത്തിനോട് മറുപടി പറയാൻ കാണും. ഇവർക്ക് ഒരു മറുപടി ഉണ്ട്. ഫിലിപ്പോസ് വേറെ ആര് പറഞ്ഞാലും ശരിയാകില്ല. ഫിലിപ്പെടുത്തൽ വേറെ യാർ சொன்னாலும் കറക്റ്റ് ശരിയാകില്ല. സുവിശേഷം സിസ്റ്റമാറ്റിക്കായി ആ മനുഷ്യനോട് പറയാം, നിന്നെ മാത്രമേ കൊള്ളത്തുള്ളൂ. ഫിലിപ്പേ ഒന്നെ പോലെ സുവിശേഷിക്കാൻ നീ മാത്രം താൻ തകുതി. അവൻ ഇവിടെ നിന്ന് ആഫ്രിക്കയ്ക്ക് പോകുക. അങ്ങിരുന്ന് ആഫ്രിക്കാവുക്ക് പോകുക. ആഫ്രിക്കയിൽ നിന്ന് ഇനി അവൻ തിരിച്ചു വരത്തില്ല. ആഫ്രിക്കാവിൽ നാം തിരിപ്പി വര മുടിയാ. അവൻ ഇന്ന് കൊണ്ടുപോകുന്ന ദൂതാണ് ആഫ്രിക്കയിൽ പരസ്യമാകേണ്ടത്. നീ പോക വേണ്ട ഇടം ആഫ്രിക്കയിൽ പോക அந்த ദൂത്. ഒരു അക്ഷരം നിന്റെ കയ്യിൽ നിന്ന് തെറ്റു വന്നാൽ, அந்த வார்த்தையில் ஒரு தப்பு வந்தால் നാളെ ആഫ്രിക്കൻ സഭയെ പണിയാൻ ഒക്കത്തില്ല. എന്നാൽ ആഫ്രിക്കയിൽ പോയി സഭ കെട്ട മുടിയാതെ. എത്യോപ്യയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ അയക്കുക. ഞാൻ എത്യോപ്യാവുക്ക് അനുപ്പുകറേൻ. അതുകൊണ്ട് നീ പോയി ആ മനുഷ്യനെ കാണണം. അതർക്കായി அந்த മനുഷ്യനെ പാർ. ചിലരോട് പറയുവാൻ ദൈവം ചിലരെ ചില പ്രത്യേക ദൂതുകൾ ഏൽപ്പിക്കാറുണ്ട്. ആണ്ടവർ ചിലർക്ക് ചില ദൂത് കൊടുപ്പാർ. നിങ്ങളിൽ ഒരാളിനെ ദൈവം ചിലതിന് വേണ്ടി വേർതിരിച്ചെങ്കിൽ ഇതിൽ இருக்கிற உங்களை சில காரியத்தை நான் வேறுபடுத்தினால் അവരോടത് പറഞ്ഞേ മതിയാകൂ. உங்களுக்கு அது சொல்லிதான் ஆக வேண்டும். പണ്ടൊരിക്കൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നു. ഒരു നാൾ കൊർന്നല്യോയുടെ വീട്ടിൽ നിന്ന് ആൾ വந்தார். പത്രോസിനോട് പറഞ്ഞു, വന്ന് സുവിശേഷം പറയണം. പേതുരുത്ത് വന്ന് നീ സുവിശേഷം അറിയിക്ക வேண்டும். ഞാനായിരുന്നു കൊർന്നല്യോസ് എങ്കിൽ, ഞാൻ കൊർന്നല്യോസ് അല്ലവാ, അല്ല ഞാൻ കൊർന്നല്യോസ് ആയിരുന്നെങ്കിൽ, ഞാൻ കൊർന്നല്യോസ് ഇരുന്നാൽ ദൈവദൂതനോട് ഒരു ചോദ്യം ചോദിച്ചേനെ. ദേവദൂതനോട് ഒരു കേൾവി കേൾപ്പേൻ. വന്ന ദൂതനെ നിനക്കിതങ്ങ് പറഞ്ഞുകൂടെ? വന്ന ദൂതനെ ഞാൻ താൻ പോയി നീ ചൊല്ലക്കൂടാതാ? എടാ, നീ സ്വർഗത്തിൽ നിന്ന് ഇവിടെ വരെ വന്നതല്ലേ? നീ സ്വർഗത്തിൽ എന്നെ തേടി ഇങ്ങേ വരണോ? അങ്ങ് പറയടോ. അടാ നീ ചൊല്ലുവതൊക്കെ ഞാൻ ഇനി 3 ദിവസത്തെ വഴിദൂരം ആള് വിട്ട് ഒരുത്തനെ കൊണ്ടുവരണോ? 3 നാൾ യാത്രയിൽ ഒരാളെ കൊണ്ടുവര വേണ്ട. എനിക്ക് ഒരാഴ്ചത്തെ പണിയാ, ഒരു വാരം വേല. എടാ വന്ന നീ അങ്ങ് പറ. വന്ന് നീ சொல். ഇല്ല, നിനക്കിനിയും പറയാൻ അറിയാൻ വയ്യെങ്കിൽ ഉനക്ക് ചൊല്ല മുടിയാവട്ടെ. ഇവിടെ അടുത്തെങ്ങാനുമുള്ള ഒരുത്തിന്റെ പേര് പറയടാ. തെരിന്തവ വേറെ ആര് പേര് சொல்லுங்க. ഞാൻ ഈ 3 ദിവസത്തെ വഴിദൂരം പോകുന്ന എന്തിനാ? ഞാൻ എதற்காக 3 നാൾ പ്രയാണം? പക്ഷെ ദൂതൻ എന്നോട് തിരിച്ചു പറഞ്ഞേനേ. ഒരുവേള ദൂതൻ എന്നോട് തിരിപ്പി சொன்னார், വർഗീസ് നിനക്കറിയാൻ വയ്യ, ഉനക്ക് അത് சொல்ல முடியும். നിനക്ക് തരേണ്ട ദൂത് തരാൻ പത്രോസിന് മാത്രമേ കഴിയത്തുള്ളൂ. ഉനക്ക് തര വേണ്ടിയ ദൂത് சொல்ல പേതുരുക്ക് മാത്രം தான் முடியும். നീ ഭക്തനാ, നീ ഭയഭക്തിയുള്ള, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാ, ഭയഭക്തിയോട് നടക്കുന്നവൻ. നീ ഒരു പക്ഷെ പത്രോസിനേക്കാളും ഭക്തനായിരിക്കാം. ഒരുവഴി നീ പേതുരുകാട്ടിലും ഭയഭക്തിയുള്ളവൻ. പത്രോസ് ഇവിടെ വരുമ്പോൾ നിന്റെ ഗുണങ്ങളെല്ലാം കൂടെ വർണ്ണിച്ചു കഴിയുമ്പോൾ, ഒരു പേതുരുക്ക് വരും ഉന്നോട് ഗുണങ്ങൾ പെരുകിനാ അത് നീ വർണ്ണിക്കേണ്ട വരുമ്പോ പത്രോസിന് അറിയാം. നീ വർണ്ണിക്ക വേണ്ടിയതെല്ലാം വരുകർക്ക് തെരിയും. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇത് പാർത്തു വിട്ടാ, ഞാൻ മുമ്പേ മരിച്ചവനെ ഉയർപ്പിച്ചവനോട് പറഞ്ഞ പോലെ നിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കാം, എനിക്ക് പ്രാർത്ഥിക്കാൻ പറയും. മരിച്ചവനെ ഉയരോടിയപ്പോൾ ഞാൻ ഉനക്കൊണ്ട മുട്ടുമടക്കാൻ നീ എനക്കാക ചെവി. ഇതുപോലെ അവിടെ ചെല്ലുമ്പോൾ പത്രോസ്, ഞാനാണെങ്കിൽ മുട്ടുമടക്കും. ഞാൻ എന്നാൽ മുന്നാൽ മുട്ടുമടക്കി വിടും. കൊർന്നല്യോസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കടാ. കൊർന്നല്യോസ് എനക്കാക ചെവി. ഇത്രയും വിശുദ്ധിയിൽ ജീവിക്കാൻ എന്നെ കൊണ്ട് ഒക്കുന്നില്ല. ഇവള് പരിശുദ്ധൽ വാഴ എന്നാൽ മുടിയാതെ. ഈ കൊർന്നല്യോസിന്റെ ഭക്തി ഒന്ന് തൊട്ടേക്കാം. അപ്പടി എന്നാൽ കൊർന്നല്യോയുടെ ഭയഭക്തി എപ്പടി തെരിയുമോ? ഒന്ന്, അവൻ ഭക്തനായിരുന്നു. ഉണ്ട് ഭയഭക്തി ഉള്ളവൻ. ഇന്ന് ഭക്തൻ, ഭക്തി ഉള്ളവൻ. ഈ പകൽ ഇതിനകത്തിരിക്കുന്ന ആരെ കുറിച്ചാലും ഭക്തൻ എന്ന് പറയാൻ കൊള്ളൂ. ഇങ്ങിരിക്ക ഉങ്ങൾ യാരെ കുറിച്ച് ഭക്തൻ എന്ന് சொல்ல முடியும். നമ്മുടെയൊക്കെ ജീവിതം ചകഞ്ഞു വന്നാൽ അല്ലാത്ത ചരിത്ര അധ്യായമൊക്കെ ഉണ്ട്. നമ്മുടെ வாழ்க்கையில தெரிந்தெடுத்த ചില കാര്യങ്ങളെല്ലാം ഉണ്ട്. അവൻ ഭക്തനാണെന്ന് ദൈവം സർട്ടിഫൈ ചെയ്തവനാണ്. ഇവനെ കുറിച്ച് ഭക്തി ഉള്ളവനെന്ന് ദേവൻ കൊടുത്ത സർട്ടിഫിക്കറ്റ്. 2, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാ. ഭയഭക്തിയോടെ ഇരിക്കുന്നവൻ. നമ്മളിൽ പലർക്കും ദൈവ ഭയമില്ല. നമ്മൾ അനേകർക്ക്
பயமில்லை. ദൈവത്തെ ഭയമില്ല. ദൈവത്തെ ഭയമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണം ചൊല്ലുகிறேன். ഞാൻ ഇവിടെ വന്നപ്പോ ഒരു 500 രൂപയുടെ നോട്ട് ഇവിടെ കിടക്കെന്ന് നിരീക്കട്ടെ. ഞാൻ വരുമ്പോൾ 500 നോട്ട് കീഴെ ഇരുന്നിരിക്കുന്നത്. ഞാൻ എടുക്കത്തില്ല. ഞാൻ എടുക്ക മാട്ടേൻ. അതിന് 2 കാരണങ്ങളാകാം. ഉണ്ട് 2 കാരണം. ഒന്ന് ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട്. ഉണ്ട് ദേവருக்கு பயந்திருக்கிறேன். 2 നിങ്ങളെ ഭയപ്പെടുന്നതുകൊണ്ട്. 2 உங்களுக்கு பயந்திருக்கிறேன். നിങ്ങൾ ആരെങ്കിലും കണ്ടുപോയ പിന്നെ എന്നെ കള്ളനെന്നല്ലേ വിളിക്കുള്ളൂ. ഇதை நான் 500 എടുത്താൽ നിങ്ങൾ എന്നെ திருடன் என்று சொல்லுவீர்கள். 2 കാരണങ്ങളാൽ ഞാൻ ആ നോട്ട് എടുക്കത്തില്ല. 2 കാരണം அந்த നോട്ട് എടുക്ക മാട്ടേൻ. ഒന്ന് ദൈവത്തെ ഉള്ള ഭയം, ദൈവ ഭയം. 2 മനുഷ്യനെ ഉള്ള ഭയം കൊണ്ട്. മനുഷ്യരെ പറ്റിയുള്ള ഭയം. കൊർന്നല്യോസേ, നീ ഒരു പട്ടാള ക്യാമ്പിലെ ക്യാപ്റ്റനാ. കൊർന്നലി, നീ ആർ തരും? ഒരു പട്ടാളത്തിൽ നൂറ്റുകാധിപതി. നിനക്ക് മനുഷ്യനെ ഭയപ്പെടണ്ട. ഉനക്ക് മനുഷ്യനെ ഭയപ്പെട വേണ്ട. ഭക്തിയോടെ ജീവിക്കാൻ കാര്യം ദൈവത്തെ ഭയപ്പെടുന്നതാ. കാരണം നീ ഭക്തിയോടെ വാഴ ഉനക്ക് ദൈവ ഭയമുണ്ട്. നമ്മുടെ ഇടയിൽ പലരും ദൈവത്തെ ഭയപ്പെടുന്നവരുണ്ട്. നമ്മുടെ മധ്യയിലെ ചിലർ ഭയപ്പെടുന്നുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ സാധാരണ നിലയിൽ അപ്പൻ ദൈവ ഭയമുള്ളവനാണെങ്കിൽ അമ്മയ്ക്ക് ഒട്ടും കാണുകയില്ല. അപ്പാവുക്ക് ദൈവ ഭയം இருந்தாൽ അമ്മാവുക്ക് ഇല്ല. അമ്മയ്ക്ക് ദൈവ ഭയം ഉണ്ടെങ്കിൽ അപ്പന് കാണത്തില്ല. അമ്മാവുക്ക് ദൈവ ഭയം എന്താ അപ്പാവുക്ക് ഇല്ല. അപ്പനും അമ്മയും ദൈവത്തെ സേവിക്കുന്ന പിള്ളേര് തോന്നിയ പോലെ. അപ്പാവും അമ്മയെ കർത്തരെ ചെയ്ത പിള്ളേർ ഇഷ്ടം പോലെ പിള്ളേര് പെന്തിക്കോസ് വന്നാൽ അപ്പനും അമ്മയും കളഞ്ഞു പോകും. ചിലരിനെ താഴ്ത്തുമാരെ വിട്ടു പോവാர்கள். എന്താ കാര്യം? എന്ന കാരണം കുടുംബത്തോടെ ദൈവത്തെ ഭയപ്പെടുന്നവർ കുറവാണ്. കുടുംബത്തോടുള്ള ദൈവ ഭയമില്ല. കൊർന്നല്യോ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെട്ടവനാണ്. അവൻ കൊർന്നോലി കുടുംബത്തോട് ദൈവ ഭയമുള്ളവൻ. അവന്റെ സിബിലിംഗ്സ് മൊത്തം ദൈവ ഭയമുള്ളവരാണ്. അവന്റെ കുടുംബം എല്ലാവരും ദൈവ ഭയമുള്ളവர்கள். അടുത്തത് ജനത്തിന് വളരെ ധർമ്മം കൊടുത്തവനാണ്. അത് മാത്രമേ ജനങ്ങൾക്ക് ദാനധർമ്മം ചെയ്തവൻ. നമ്മുടെ പല ഭക്തന്മാരും ദാനധർമ്മങ്ങൾക്ക് വരാറില്ല. അനേക ഭക്തർ ദാനധർമ്മം ചെയ്വതില്ല. ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനാണ്. അവൻ ജനത്തിന് ദാനധർമ്മം ചെയ്യുന്നവൻ. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു വന്നവനാണ്. എപ്പോഴും ജപിക്കുന്നവൻ. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ തലയെ കൈവച്ചാ പ്രാകുന്നത്. ഇൻறைக்கு കൂട്ടத்துக்கு വാങ്ങ ജപിക്കവങ്ങന തലയിൽ കൈവച്ച് ചൊല്ലണം. അവൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ എപ്പോഴും ജപിക്കുന്നവൻ. പ്രാർത്ഥിക്കുമ്പോൾ ദൂതൻ വരെ ഇറങ്ങി വരും. അവൻ ജപിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി വരുവാ. അവന് കിട്ടുന്ന ദൂത് വലുതാ. അവന് കിടക്കുന്ന ആലോചന പത്രോസിന്റെ പേരും മറുപേരും താമസിക്കുന്ന അഡ്രസ്സും സഹിതം വെളിപ്പെടും. അവൻ ചൊല്ലും പോത് പേരുടെ പേരും അവർ താമസിക്കുന്ന അഡ്രസ് കൂടെ വെളിപ്പെട്ടു വരും. അതാ കൊർന്നല്യോസ്. അതുതാൻ കൊർന്നോലിസ്. കൊർന്നല്യോസിന്റെ അടുക്ക സുവിശേഷം പറയാണ്, എന്നെ വിട്ടാൽ. അപ്പിടിപ്പെട്ട ഗുണമുള്ള കൊർന്നോലിസോട് സുവിശേഷം അറിയിക്കാൻ എന്നെ വിട്ടാൽ. ഞാൻ പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ ചൊല്ലുവതുക്ക് അളവുണ്ട്. പക്ഷെ കൊർന്നല്യോസ് ആ വീട്ടിൽ ചെന്നേച്ച് കൊർന്നോലി அந்த വീട്ടിൽ പോയി യേശുവിന്റെ രക്തത്താൽ പാപമോചനം, യേശുവിന്റെ രക്തത്താൽ പാപമன்னிப்பு. എടാ ഇവിടെ എവിടെടാ പാപി? ഇങ്ങേ പാപി ഇരിക്കുന്നു. നിന്നേക്കാൾ ഭക്തനല്ലേ ഇവിടെ ഇരിക്കുന്നേ? ഒന്നവിടെ ഭക്തനല്ലവാ ഞാൻ ഇങ്ങേ ഇരിக்கிறேன். പത്രോസിന് പാപമോചനത്തിന്റെ പ്രമാണം അറിയാം. ஆனால் പേതുருக்கு പാപത്തിലുള്ള വിടുതൽ പ്രമാണമുണ്ട്. 2 ഇവൻ പരിശുദ്ധാത്മാവുമായി ഇടപെടുന്നവനാ. ഇവൻ പരിശുദ്ധാത്മാവോട് ഇടപെടുகிறവൻ. പത്രോസ് സംസാരിക്കുമ്പോൾ ഇവന്റെ മേൽ ആത്മാവ് വന്നു. പേതുരു പേശുമ്പോൾ ഇവൻ മേൽ ആവി വന്നത്. അവനെ സ്നാനപ്പെടുത്താനാണ് പത്രോസ് കൽപ്പിച്ചത്. അവനുക്ക് ജ്ഞാനസ്നാനം കൊടുത്ത പേതുരു വന്നു. ഇതൊന്നും സാധാരണക്കാരനെ കൊണ്ട് ഒക്കുകയില്ല. അവൻ സാധാരണ മനുഷ്യനാ മുടിയാതെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, കൊർന്നല്യോസിന്റെ വീട്ടിൽ വിളിക്കുന്നെങ്കിൽ പത്രോസിനെ തന്നെ വിളിക്കണം. ആണ്ടവർ കൊർന്നോട് നീ കൂപ്പിട്ടാൽ പേതുരുവെ താൻ കൂപ്പിട വേണ്ടും. ഇവിടെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഫിലിപ്പോസ് തന്നെ വേണം. ഇങ്ങേ പേശ വേണ്ടും ഫിലിപ്പ് താൻ വര വേണ്ടും. അതുകൊണ്ട് ഫിലിപ്പോസെ പോ. ഫിലിപ്പേ നീ പോ. ഒരു ഒറ്റപ്പെട്ട മനുഷ്യൻ എത്യോപ്യയിൽ നിന്ന് വരുന്നുണ്ട്. ഒരുപെട്ട തനിപ്പെട്ടവൻ എത്യോപ്യയിൽ നിന്ന് വരുகிறாൻ. ഞാൻ ഒരു വാചകം കൂടെ എത്യോപ്യയെ കുറിച്ച് പറയാം. എത്യോപ്യയെ കുറിച്ച് ഒരു വാർത്ത കൂടെ சொல்லுகிறேன். എത്യോപ്യ തീരെ അൺഡെവലപ്ഡ് ആയ ഒരു രാജ്യമാണ്. എത്യോപ്യ തീരെ മോശமான ഒരു രാജ്യം. പക്ഷെ അതിന് ചില ഗുണങ്ങളുണ്ട്. അതിന് നല്ല ഗുണങ്ങളുണ്ട്. ഒന്ന്, ഭൂമിയിൽ ഒരിക്കലും മറ്റൊരു രാജ്യത്തിന് അടിമയായിട്ടില്ലാത്ത അപൂർവ രാജ്യങ്ങളിൽ ഒന്നാണ് എത്യോപ്യ. വേറെ ഒരു രാജ്യത്തിന് അടിമയില്ലാതെ ഇരിക്കുന്ന രാജ്യങ്ങൾ എത്യോപ്യ ഉണ്ട്. നമ്മുടെ ഇന്ത്യയൊക്കെ ബ്രിട്ടീഷുകാർക്ക് അടിമകളായിരുന്നു. നമ്മെല്ലാം ബ്രിട്ടീഷുകാർ അടിമത്തരത്തിലുള്ളവർ. എത്യോപ്യക്ക് ഒരിക്കലും ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. എത്യോപ്യക്ക് അപ്പിടിപ്പെട്ട അടിമത്തരമില്ല. 2, വേദപുസ്തകത്തിൽ അനേക കോപ്പികളുണ്ട്. വേദപുസ്തകം അനേക കോപ്പികളുണ്ട്. ഇന്ന് മനുഷ്യൻ ഏറ്റവും വിശ്വസിക്കുന്നത് എത്യോപ്യൻ ഭാഷയിൽ എഴുതിയ വേദപുസ്തകമാണ്. ഇൻறைக்கு മനുഷ്യർ അധികം എത്യോപ്യ ഭാഷയുള്ള വേദപുസ്തകം. അതിനകത്ത് കളങ്കമില്ല. അതിനാൽ കളങ്കമില്ല. അതുപോലെ തന്നെ വേദപുസ്തകത്തെ കുറിച്ച് എഴുതുന്ന സപ്പോർട്ട് ചെയ്യുന്ന മറ്റു പുസ്തകങ്ങളുണ്ട്. അതേപോലെ വേദത്തിന്റെ വേദകമും ഉണ്ട്. അതിനകത്തെല്ലാം പലതിനകത്തും കളങ്കമുണ്ട്. പലതിൽ കളങ്കமான വാർത്തയുണ്ട്. അതുകൊണ്ട് പലയിടത്തും അത് എടുക്കാൻ പ്രയാസമാണ്. പല വേദത്തിൽ എടുക്കാൻ കഷ്ടം. ക്രിസ്ത്യാനി മുഴുവനും പറയുന്നത് എത്യോപ്യയിലുള്ള പുസ്തകങ്ങൾക്കകത്ത് കറപ്ഷൻ ഇല്ല. ஆனால் വേദാവത്ത് അനേകർ ചൊല്ലി എത്യോപ്യന്റെ പുസ്തകത്തിൽ എന്തൊരു തവറുമില്ല. അവിടുന്ന് ആദ്യം സുവിശേഷം അറിഞ്ഞവൻ ഫിലിപ്പോസിന്റെ എന്നാ അറിഞ്ഞത്. അത് അങ്ങിരുന്ന് സുവിശേഷം ഫിലിപ്പിൽ നിന്ന് താൻ പെറ്റ. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, വിത്ത് ഗുണം 10 ഗുണം.
வித்தை போலதான் 10 இருக்கும். வித்து குணம் 10 ആ சரியா? வித்தும் குணம் 10 குணம் என்று. വിത്ത് ഗുണമുള്ളതാണെങ്കിൽ விதை நன்றாக இருந்தால் കായ്ക്കകത്ത് 10 ഗുണങ്ങൾ കാണുമെന്ന്. காய்க்குள்ள எத்தனை குணம் இருக்கும்? 10 குணம் இருக்கும். സാധാരണ വിത്തിനകത്ത് ഒരു ഗുണമുണ്ടെങ്കിൽ കായ്ക്കകത്ത് ഒരു ഗുണമാ വരണ്ടേ. சாதாரண ஒரு வித்துக்கு ஒரு குணம் இருந்தா 10 காய்க்கு ஒரு குணம் தான். ഇവിടെ ഫലത്തിന് 10 ഗുണം. ഓക്കെ. ஆனா பலருக்கும் 10 குணங்கள். ഫിലിപ്പോസ് ആണ് ആദ്യം സുവിശേഷം പറഞ്ഞത്. பிலிப்பு தான் சுவிசேஷம் அறிவிக்கிறார். നിങ്ങൾ സുവിശേഷം അറിയിക്കുന്ന ഇടങ്ങൾ എങ്ങനെ ഇരിക്കും? நீங்கள் சுவிசேஷம் அறிவிக்கிற இடங்கள் எப்படி? കർത്താവ് ഫിലിപ്പോസിനോട് പറഞ്ഞു പോ. பிலிப்பிட சொன்ன நீ எங்க போ. ഫിലിപ്പോസ് അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞു. பிலிப்பு அங்க போய் சுவிசேஷம் அறிவித்தார். പോകുന്ന വഴിയിൽ വെള്ളമുള്ള സ്ഥലത്തെത്തി. போற வழியிலே தண்ணீரை பார்க்கிறார். ഷണ്ണനെ സ്നാനപ്പെടുത്തി. அந்த மந்திரே ஞானஸ்நானம் கொடுத்தார். ഞാൻ സ്നാനത്തെ കുറിച്ച് വിശദീകരിക്കത്തില്ല. இப்போ ஞானஸ்நானத்தை விசாரிக்கவில்லை. സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ ஞானஸ்நானம் எடுத்த உடனே കർത്താവ് പറഞ്ഞു ഫിലിപ്പോസേ, பிலிப்பே നിനക്കൊരു പുത്തൻ കൃപാവരം തരാൻ പോവാ. அவனுக்கு ஒரு புதிய கிருபாவரம் தர போறேன். ഇവിടെ നടക്കാൻ പോകുന്ന ഭാവി ലോകത്തിന് നീ ഒരു സാക്ഷിയായി നിൽക്കണം. இங்க நடக்கிற இவனுடைய வாழ்க்கை பூமியில ஒரு சாட்சியா இருக்க வேண்டும். ഞാൻ ഒരിക്കൽ എന്റെ സഭയെ ഇവിടുന്ന് വിളിച്ചു വേർതിരിക്കും. நான் ஒரு நாள் இந்த சபையை நான் அழைப்பேன். അവർക്ക് റാപ്ചർ, ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടുക എന്നൊരു അനുഭവമുണ്ട്. റാപ്ചർ, ഉയരങ്ങളിൽ അവൾ എടുക്കപ്പെടുവാர்கள். അവനെ നിന്നെ അതിനൊരു ഉദാഹരണമാക്കാൻ പോവാ. நான் உன்னை உதாரணமாற்றுவேன். അവൻ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ അവൻ തണ്ണീരിന്ന് എളുമ്പുമ്പോൾ ആത്മാവ് അവനെ ഒരു ഒറ്റ പോക്ക് പോക്കി. ആവിയാനവനെ എടുത്തുകൊണ്ടാ അന്തരീക്ഷത്തിലൂടെ കൊണ്ടുവന്ന് എസ്തോദിലാക്കി. അവർക്ക് അന്തരീക്ഷത്തിനെ കൊണ്ട് വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി. ഈ പുതിയ കൃപകൾ പ്രാപിപ്പാൻ അങ്ങേക്ക് എന്ത് യോഗ്യത? பிலிப்போவனுக்கு இப்படிப்பட்ட கிருபாவரம் உனக்கு கிடைத்த என்ன? ജാതികളിൽ നിന്ന് ജനിച്ച ജാതിയായവനെ, ജാതികളിൽ നിന്ന് ജനിച്ച ജാതിയാവനെ അദ്ദേഹം വരെ എന്റെ മേലൊരു കൈവപ്പുണ്ടായിരുന്നു. അവർ சொல்வார் என் மேல் ஒரு கைவைப்பு ഉണ്ട്. ആ കൈവപ്പ് ഞാൻ ഉപയോഗിച്ചു. அந்த கைவைப்பை நான் உபயோகப்படுத்தினேன். 7 പുള്ളികൾക്കാണ് ആ കൈവപ്പ് കിട്ടിയത്. 7 പേർക്ക് அந்த கைவைப்பு கிடைத்தது. ഒന്നാമൻ സ്തേഫാനോസ് അത് ഉപയോഗിച്ചു. അവസരം നന്നായി ഉപയോഗിച്ച് വളർന്നു. കാലത്തെ നണ്ട പ്രയോജനപ്പെടുത്തി വളർന്നു. രണ്ടാമൻ ഞാനാണ്. രണ്ടാമത് ഞാൻ നന്നായി ഉപയോഗിച്ച് വളർന്നു. നന്നായി ഉപയോഗിച്ച് വളർന്നു. അടുത്തൊരു 4 എണ്ണത്തെ ഒന്നിച്ചിങ്ങോട്ട് എടുക്കാം. അടുത്ത് 4 പേരെ ഒരുമിച്ച് പേശി. ഞാൻ അവന്മാരുടെ പേര് പോലും പറയത്തില്ല. പേരുകൊണ്ട് சொல்ல മാட்டேன். യവന്മാരെ കുക്കായി അഭിഷേകം ചെയ്തു. ഇവരെ സമയൽക്കാരൻ അഭിഷേകം ചെയ്താർ. യവന്മാര് കുക്കായി ചത്തു. ഇവர்கள் സമയൽക്കാരനാവേ മരിത്താർ. എന്റെ പൊന്നെ, അടുക്കളയിലെ കുക്കായി ചത്തു. ഇതിനകത്ത് ഇവൻ ഒരു ചേഞ്ചും ഇല്ല. ഇതിൽക്കുള്ള എന്തോ ഒരു മാറ്റം ഇടത്തിലില്ല. സ്നാനപ്പെട്ട അന്നും 2 അന്യഭാഷ പറഞ്ഞ് കൈയടിക്കും. ജ്ഞാനസ്നാനത്തിൽ 2 അന്യഭാഷ കൈയടിത്ത 50 കൊല്ലം കഴിഞ്ഞപ്പോഴും അതേ കൈയടി. 10-20 ഭാഷാണ് അപ്പടിதான். പണ്ടൊരു വെളിപ്പാട് കണ്ടായിരുന്നു. മുന്നാടി ഒരു വെളിപ്പാട് അത് തന്നെ ഇപ്പോഴും കാണും. ഇന്നേക്ക് അതേ വെളിപ്പാട്. അപ്പൂപ്പന്മാരുടെ കാലത്ത് ഒരു വെളിപ്പാട് കണ്ടു. മൂപ്പരുടെ കാലത്ത് ഒരു വെളിപ്പാട്. ഇപ്പൊ വെളിപ്പാടില്ല, അത് തന്നെ വിളിച്ചു പറഞ്ഞു നടക്കും. അതേ കാലത്ത് ചൊല്ലി നടക്കുക. കുക്കായി തുടങ്ങി കുക്കായി ചത്തു. സമയൽക്കാരനായി തുടങ്ങി സമയൽക്കാരനായി മരിച്ചു. നിന്നെ പോലെ കുക്കായി അഭിഷക്തനായവനല്ലേ മറ്റേ സ്തേഫാനോസും അഭിഷേകം പെട്ടവനാ സ്തേഫാൻ. അവരുടെ അവസരം അവർ ഉപയോഗിച്ചതുപോലെ നീ എന്ത് ഉപയോഗിച്ചില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിങ്ങൾക്ക് ലഭിച്ച അവസരം നിങ്ങൾ ഉപയോഗിക്കുമോ? നിങ്ങൾ കൊടുത്ത അവകാശത്തെ ഉപയോഗപ്പെടുത്തി. സാധാരണപ്പെടുന്ന സാഹചര്യമല്ല, സാധാരണപ്പെട്ട നിലമയല്ല. സഭയുടെ അന്ത്യകാലത്ത് ദൈവത്തിന് ചിലരെ എഴുന്നേൽപ്പിക്കേണ്ടതിന് ചിലരെ എളുപ്പത്തിற்காக ശക്തിയേറിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ മേലുള്ളത്. ശക്തിയുള്ള ഒരു ഉത്തരവാദിത്വം നമ്മേലുണ്ട്. നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. പ്രയോജനപ്പെട വേണം. 2 ഗ്രൂപ്പിനെ ഞാൻ തൊട്ടു. 2 ഗ്രൂപ്പായി சொன்னேன். ഒന്ന് സ്തേഫാനോസും ഫിലിപ്പോസും. ഒന്ന് സ്തേഫാനും ഫിലിപ്പും. രണ്ടുപേരും വളർന്നവരാ. രണ്ടുപേരും വളർന്നവർ. രണ്ടാമത്തെ ഗ്രൂപ്പ് ഒരു 4 എണ്ണം. രണ്ടാമത്തെ ഗ്രൂപ്പ് 4 പേർ. അവരെ കുറിച്ച് ബൈബിളിൽ പിന്നെ ഒരു റെഫറൻസും ഇല്ല. അവരെ കുറിച്ച് വേദത്തിൽ എങ്ങും சொல்லப்படவில்லை. വിളിച്ച് കൈവച്ച് വിട്ടു, അവിടെ കൊണ്ട് തീർന്നു. കൈവെത്തി ജപിത്താർ വിട്ടാർ, അവളതാണ്. അവന്മാർ വളർന്നിട്ടുമില്ല, നശിച്ചിട്ടുമില്ല. അവരും വളരുമില്ല, ഒന്നും ചെയ്യവില്ല. കൂക്കായി ജനിച്ചു, കൂക്കായി ചത്തു. സമയൽക്കാരൻ പിറന്ന് സമയൽക്കാരൻ മരിച്ചു. അതിനപ്പുറത്തൊന്നുമില്ല. വേറെ ഒന്നുമില്ല. ഒടുവിലത്തെ പാർട്ടി, ഒടുവിലത്തെ പുള്ളി, ഒന്നുമില്ലാതെ ഒരുത്തൻ, ഒടുവിലത്തെ ആൾ, കടേസി ആൾ, നിക്കലാവോസ്. നിക്കലോസ്, നിക്കലാവോസ് എന്നാണ് കറക്റ്റ്. ഇംഗ്ലീഷിൽ അങ്ങനെ കൊടുത്ത് വാട്ടവർ അങ്ങനെ തന്നെ. നിങ്ങൾക്ക് അങ്ങനെ അറിയാം. അദ്ദേഹം உங்களுக்கு தெரியும். ഈ പുള്ളി നശിച്ചു. ഇവൻ നാശപ്പെടുത്തുന്നു. ഇവനെ കുറിച്ച് 2-3 കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നു. ഇവനെ കുറിച്ച് 2-3 കാര്യങ്ങൾ சொல்லுங்க. ഒന്ന് യഹൂദ മതാനുസാരിയും, ഒന്ന് യഹൂദ മതത്തെ 2 അന്ത്യോക്യക്കാരനുമായ അന്ത്യോക്യക്കാരനാകിയ നിക്കലാവോസ് എന്ന് ഭേദം சொல்லுங்க. എന്താ യഹൂദ മതാനുസാരി എന്ന് പറയുന്നത്? എന്താ യഹൂദ മതസ്ഥാപനം ചൊല്ലപ്പെടുகிறது? ജനിച്ചപ്പോൾ ഇവന് ജാതിയായിരുന്നു. ജനിക്കുമ്പോൾ പുറജാതിത. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ തീരുമാനിച്ചു, ഉണർവ് കയറിയപ്പോൾ പറഞ്ഞു എനിക്ക് യഹൂദനാകണം.
ഇവൻ கொஞ்ச നാൾ ഉണർവ് വന്ന് ഞാൻ ഒരു യൂതനാക വേണ്ടി. അങ്ങനെ അവൻ യഹൂദനായി. അപ്പടി യൂതനാണ്. അങ്ങനെയുള്ളവരെയാണ് യഹൂദ മതാനുസാരി എന്ന് വിളിക്കുന്നത്. അവர்கள் മതസ്ഥാപനം എന്ന് சொல்வார்கள். മത അനുസാരി, മതത്തെ അനുസരിക്കുന്നവൻ. അവൻ യഹൂദ മതം അനുസരിക്കാൻ തുടങ്ങി. യൂത മതത്തെ അനുസരിക്കുന്നവൻ. നമുക്ക് ഇവന്റെ ചരിത്രത്തിൽ പോകാം. നമ്മ ചരിത്രത്തിൽ പോകാം. ജനിച്ചത് ഒരു നോസ്റ്റിക് മതക്കാരനായിട്ട്. നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ ഫെയറിക് എന്ന കഥകളെന്നൊക്കെ നിങ്ങൾ ചിലർ കേട്ട് കാണും. ഫെയറികളെ കാണുകയും ഫെയറികളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന യഥാർത്ഥ ദൂതന്മാരല്ല, അതുപോലെ ഇരിക്കുന്ന വേറൊരു ഗ്രൂപ്പാണ് ഫെയറി. ദൂതരല്ല, അതുപോലെ ഇരിക്കുന്ന വേറെ ദൂതர்கள். ദൈവദൂതരല്ല അവര്, ദേവദൂതല്ല, അവർ പിശാച. അത് പിശാച്. പക്ഷെ അവർ വെളിപ്പാട് കാണിക്കും, അവർ വെളിപ്പാട് പാപ്പാർ, അവർ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും, നല്ല കാര്യം சொல்வார்கள். ഇതിനെല്ലാം അനുസരിച്ച് നടക്കുന്ന ഒരു മതവിഭാഗമുണ്ട്, അതിനെ നോസ്റ്റിക്സ് എന്ന് വിളിക്കും. ഇപ്പടി അത് കീഴ്പ്പടി നടക്കുന്ന ഒരു മതക്കാരൻ ഇന്നും അവരുടെ ആളുകളുണ്ട്, ഇന്നുമുണ്ട്. അവർ വെളിപ്പാടുകൾ കാണും, വെളിപ്പാട് പാപ്പാർ, ദർശനങ്ങൾ കാണും, ദർശനം കാണും. ഒത്തിരിയൊക്കെ കറക്റ്റുമാണ്. ചില കാര്യം കറക്റ്റ് தான். ഫെയറികൾ എന്ന് വിളിക്കുന്നത് ആ വെളിപ്പാട് കൊടുക്കുന്നവരെ ഫെയറികൾ എന്ന് சொல்வ അപ്പേർപ്പെട്ട വെളിപ്പാട് ഉള്ളവർ. സ്കൂളിൽ പഠിച്ച പിള്ളേരെല്ലാം കേട്ട് കാണും ഫെയറി ടൈൽസ്, ഫെയറികൾ എന്ന് കേട്ട് കാണും. அந்த സ്കൂൾ പഠിക്കുന്ന പിള്ളേർക്ക് தெரியும். ഈ ഫെയറികളുമായി സംബന്ധമുള്ളവരാണ് ഈ നോസ്റ്റിക് ഗ്രൂപ്പ്. இந்த ഫെയറുകളിൽ സംബന്ധമുള്ള இந்த ഗ്രൂപ്പുകൾ. ഇവൻ ജനനാൽ ഈ ഫെയറുകളുമായി ബന്ധമുള്ളവനാണ്. ഇവ ജനനമായി ഫെയറുകൾ മധ്യയിലെ ഐക്യമുള്ളവർ. പക്ഷേ ഇയാളിന് ഭയങ്കര പ്രിൻസിപ്പിൾ ഉള്ളവനാണ്. ആന ഇവർ നല്ല ചില കാര്യങ്ങൾ നല്ല ഗുണം. അവന് ആത്മീയ ഉണർവുള്ളവനാണ്, ആവിക്കുറ ഉണർവ് ഉണ്ട്. അതുകൊണ്ടല്ല ഫെയറികളിൽ നിന്ന് വെളിപ്പാട് കിട്ടും. அப்படிதான் அந்த വെളിപ്പാടുകൾ വരുகிறது. പക്ഷേ ഇവന് ഭയങ്കര തത്വമുള്ളവനാണ്. ஆனால் ഇവർ തത്വമുള്ളവர்கள். കള്ളത്തരം അംഗീകരിക്കത്തില്ല, പോയി പേശൽ അംഗീകരിക്കാൻ മാട്ടാർ. ജനത്തിന്റെ പണം പോക്കറ്റിലിടാൻ സമ്മതിക്കത്തില്ല, മറ്റുള്ള ജനങ്ങൾ പണം പാക്കറ്റിലിടാൻ മാട്ടാർ. പക്ഷേ നോസ്റ്റിക്കിന്റെ എല്ലാം പ്രശ്നം ഇവരുടെ എല്ലാ പ്രസംഗവും പബ്ലിക് ഫണ്ടിൽ നിന്ന് കുറെ കൈയിട്ട് വരും. പബ്ലിക് ഫണ്ടിൽ നിന്ന് കൊഞ്ചം എടുപ്പാർ. അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പേ നമ്മുടെ പത്രോസും ഇതായിരുന്നു പരിപാടി. അഭിഷേകം പെറ്റുള്ളതിന്റെ പേതും അപ്പടിതാണ്. യേശുവിന്റെ കൂടെ നടന്ന യൂദായും ഇതായിരുന്നു. യേശുവോട് കൂടെ നടന്ന യൂദാസും അപ്പടിതാണ്. ഓക്കെ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചുകൊണ്ടാണ് ഇവരൊക്കെ മാറിയത്. യൂദ മാറിയില്ല, മറ്റൊരു മാറിയത്. ഉണ്മയെ മാറില്ല, പരിശുദ്ധന്റെ അഭിഷേകം പെറ്റവർ ഗുണാസികം മാറുന്നത്. ഇവന് ഈ മോഷ്ടിക്കുന്ന ഇഷ്ടമല്ല. ഇവൻ അപ്പടിപ്പെട്ടവൻ. അപ്പൊ ഇവൻ ആലോചിച്ചാൽ ഏത് മതത്തിൽ ചേരണം. ഇവൻ ജോസഫ് എന്ത മതത്തിലെ ചേരலாம். ഒന്ന് ദൈവവുമായി ബന്ധം വേണം, ഉണ്ട് ദേവനോട് ഐക്യം വേണം, എനിക്ക് ദൂതന്മാരോട് സംസാരിക്കണം, ദൂതനോട് പേശ വേണം, രണ്ട് കള്ളത്തരം പറ്റത്തില്ല, രണ്ടത് പൊയ്ത്തനം വേണ്ട, മൂന്ന് നിയമങ്ങൾ പാലിച്ചു പോകണം, മൂന്ന് നിയമങ്ങളെ കടപിടിക്കണം. അവൻ അന്വേഷിച്ച കൂട്ടത്തിൽ യഹൂദ മതമാണ് ഇതെല്ലാം കൂടെ ഉള്ളത്. இந்த இப்படிப்பட்ட காரியம் யூத மதத்தில் உண்டு. അങ്ങനെ അവൻ യഹൂദനായി മാറി. அப்படி என்ன யூதனாய் மாற வேண்டும். ഇതാണ് യഹൂദ മതാനുസാരി. இதுதான் മതത്തെ യൂത മതത്തെ അംഗീകരിപ്പവർ. ഈ മനുഷ്യൻ നിക്കലാവോസ് യഹൂദ മതത്തിൽ കൺവേർട്ടായ ആളാണ്. இந்த നിക്കോളോസ് യൂത മതത്തിൽ അവൻ മതമാറ്റമാനവൻ. രണ്ട്, ഇവൻ അന്ത്യോക്യക്കാരനാണ്. രണ്ട്, ഇവൻ അന്ത്യോക്യയിലുള്ളവൻ. അന്ത്യോക്യയുടെ പ്രത്യേകത അറിയാമോ? അന്ത്യോക്യ പ്രത്യേകത അന്ന് ഉണർവ് നടക്കുന്ന അന്ത്യോക്യയില. അன்று ഉണർവ് നടപ്പത് അന്ത്യോക്യവലെ. ദൈവം ഒരിക്കലും ഒരു സ്ഥലത്തെ മാനിക്കത്തില്ല, ഒരു ജനവിഭാഗത്തെ മാനിക്കും. ദേവൻ ഒരു സ്ഥലത്തിന് മതിപ്പ് കൊടു, ഒരു ജനഗ്രൂപ്പ് മതിപ്പ് കൊടുക്കും. യെരുശലേമിലായിരുന്നു പണ്ട് ഉണർവ് നടന്നത്. മുന്നാടി യെരുശലേമിൽ എളുപ്പം ഉണ്ടാകുന്നത്. യെരുശലേമിലെ സഭ അമ്പെ നശിച്ചു. അന്റെ യെരുശലേം അന്റെ നാശമാണ്. ദൈവം ഉണർവിന്റെ സെന്റർ യെരുശലേമിൽ നിന്ന് എടുത്ത് അന്ത്യോക്യയിലോട്ട് വെച്ചു. இந்த எழுப்புதல் യെരുശലേമിൽ എടുത്ത് അന്ത്യോക്യക്ക് കൊടുത്താ. ഇത് ഭയങ്കരമാണ്, ഇത് ഭയങ്കരം. ഞാൻ ആശയം ഒന്നുകൂടെ പറയാം. അതാണ് சொல்லപ്പോറേ. യെരുശലേമിൽ ഒരു ദേവാലയമുണ്ട്. യെരുശലേമിൽ ഒരു ദേവാലയമുണ്ട്. പെന്തക്കോസ്ത് നാളിൽ സത്യമായും പരിശുദ്ധാത്മാവ് ഇറങ്ങേണ്ടിയിരുന്നത് ആ ദേവാലയത്തിലാണ്. ഉണ്മയാക പരിശുദ്ധാവിൻ ഇറങ്ങ വേണ്ടത് അന്ത ദേവാലയത്തിൽ. പക്ഷേ യഹൂദൻ വഷളായതുകൊണ്ട്, യൂതர்கள் മോശമാനത്, ദേവാലയത്തിൽ ഇറങ്ങേണ്ട ആത്മാവ് ആലയത്തിൽ ഇറങ്ങാതെ ദേവ ആവൻ ഇറങ്ങ വേണ്ട ആവി ദേവാലയത്തിൽ ഇറങ്ങാമൻ മർക്കോസിന്റെ മാളിക മുറിയിലോട്ട് ഇറങ്ങി. മാർക്കൂടെ പട്ട മാളിക വീട്ടിലെ ഇറങ്ങുന്നത്. ദൈവം അന്തരീക്ഷത്തെയാണ് മാനിക്കുന്നത്, ആളുകളെയാണ് മാനിക്കുന്നത്. അന്തരീക്ഷത്തെ മാനിപ്പാൻ ജനങ്ങളെ. അന്ന് മുതൽ യെരുശലേമിൽ ഉണർവായി. അന്ന് മുതൽ യെരുശലേമിൽ എളുപ്പമുണ്ടായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ വിശ്വസ്തരല്ല. കൊഞ്ച നാൾ ആനവർ അപ്പോസ്തലൻ ഉണ്മയില്ലേ. കർത്താവ് പറഞ്ഞു, നിന്റെ അടുക്കൽ ഇത് നടക്കത്തില്ല. ആണ്ടവർ ചെന്നാൽ ഉന്നിടത്തിൽ ഇത് നടക്കാം. ഇനി ഉണർവ് ഇവിടെ വേണ്ട, இந்த எழுப்புதல் வேண்டாம். ഉണർവ് യെരുശലേമിൽ നിന്ന് പൊക്കി. ഉണർവ് യെരുശലേമത്തെ എടുത്ത് അന്ത്യോക്യയ്ക്ക് കൊടുത്തു. അന്ത്യോക്യക്ക് കൊടുത്ത. അന്ത്യോക്യ എന്ന് പറഞ്ഞാൽ അന്ന് ഉണർവിന്റെ പട്ടണമാ. അന്ത്യോക്യ എന്ന് എളുപ്പതൽ പട്ടണം. നിങ്ങൾക്കറിയാമോ, ഈ സമയത്താണ് പൗലോസ് അപ്പോസ്തലൻ യേശുവിനാൽ പിടിക്കപ്പെടുന്നത്. இந்த സമയത്തിൽ நான் പൗலை ஆண்டவர் அழைக்கிறார். പൗലോസ് അപ്പോസ്തലന് വേണ്ടി ആരെങ്കിലും ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. പൗലുക്കാக யாராவது ഒരാൾ കൈവച്ച് ജപിക്കണം, എങ്കിൽ മാത്രമേ വേലയ്ക്ക് ഇറങ്ങാനൊക്കത്തുള്ളൂ. അതിനാൽ ഊഴിയം ചെയ്യാൻ முடியும். കർത്താവ് പറഞ്ഞു, പൗലോസേ, നീ യെരുശലേമിൽ പോകരുത്.
பவுல் எடுத்து ஆரம்பிச்சா நீ எருசலேம் போக வேண்டாம். യെരൂശലേമിനോട് എനിക്ക് വെറുപ്പാ. எருசலேம் எனக்கு வெறுப்பு. പക്ഷേ അപ്പോസ്തലന്മാർ യെരൂശലേമിലുണ്ട്. ஆனா அப்போஸ்தலர் எருசலேமில் உண்டு. പ്രവാചകന്മാർ യെരൂശലേമിലുണ്ട്. உண்டு. പക്ഷേ നിനക്ക് അഭിഷേകം പ്രാപിക്കാൻ കൊള്ളാവുന്ന ഇടമല്ല. ஆனா அபிஷேகம் பெற்றவர்களுக்கு தகுதியுள்ள இடம் அல்ல. നീ അന്ത്യോക്യയിലോട്ട് വാ. நீ அந்தியோவுக்கு வா. ഞാൻ യെരൂശലേമിൽ നിന്ന് അപ്പോസ്തലന്മാരെ അന്ത്യോക്യ വിടാം. நான் எருசலேமில் இருந்து அப்போஸ்தலரை அங்க அனுப்புறேன். അവിടെ നിന്ന് പ്രവാചകന്മാരെ അന്ത്യോക്യയിലേക്ക് അയക്കാം. தீர்க்கதரிசிகளை அங்க அனுப்புறேன். അന്ത്യോക്യയിൽ വെച്ച് നിന്റെ മേൽ കൈവെക്കട്ടെ. ஆனா அந்தியோக்கில் வைத்து உன் மேல் கை வைத்து ചില സ്ഥലങ്ങളെ ദൈവം റിജക്ട് ചെയ്താൽ ചെയ്തതാ. தேவன் சில இடங்களை தள்ளினால் தள்ளினது. ഇവൻ അന്ത്യോക്യക്കാരനാ. இவன் அந்தியோக்கில் உள்ளவன் എന്ന് പറഞ്ഞാൽ ഉണർവിനോട് ഭയങ്കര താല്പര്യമാ. உணர்வில் ரொம்ப எழுப்பதில் வாஞ்சை உள்ளவன். ആത്മനിറവുള്ളവനാണ്. 7 പേരിൽപ്പെട്ടവനാ. ആത്മനിറവുള്ളവനാ. அவன் ആവിക്കുറ நிறைவு ഉണ്ട്. കഴിവുള്ളവനാ. தகுதி உண்டு. നല്ല സാക്ഷ്യമുള്ളവനാ. நல்ல സാക്ഷി உள்ளவன். ഇപ്പത്തേണ്ട ഭക്തനാ. இப்போ ഭക്തൻ ഭക്തന്മാരുടെ പട്ടണത്തിൽ നിന്ന് വരിക. ഭക്തന്മാരുടെ പട്ടണത്തിൽ வருகிறார். പക്ഷേ ഇവൻ നശിച്ചതുപോലെ വേറെ ആരും നശിച്ചിട്ടില്ല. ഇവൻ നാശമാനതുപോലെ യാരും നാശമാവല്ലേ. നിക്കലാവോസിനെ കുറിച്ച് യേശു പറയുന്ന പദം, നിക്കോലോസെ കുറിച്ച് യേശു എന്നെ சொன்னார். വെളിപ്പാട് പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ, വെളിപ്പെടുത്തൽ 2-ാം അധികാരത്തിൽ, നിക്കലോവിയരുടെ നടപ്പ് ഞാൻ പകയ്ക്കുന്നു. ഞാൻ നിക്കലോസുടെ നടത്തെ ഞാൻ വെറുக்கிறேன். നിക്കലാവോസിന്റെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വന്നു. அப்படிப்பட்ட കൂട്ടത്തിൽ ഒരു കൂട്ടം വந்தார்கள். അവരെ വിളിക്കുന്ന പേരാണ്, അവർ നടക്കുന്ന നടപ്പാണ് നിക്കലാവിയർ. അവരുടെ നടത്തൈதான் നിക്കലോമിയർ. നിക്കലോവിയരുടെ നടപ്പ് ഞാൻ പകയ്ക്കുന്നു. ഞാൻ അവരുടെ നടത്തെ ഞാൻ പകയ്க்கிறேன். എന്തുവാ നടന്നത്? ചരിത്രത്തിലോട്ട് തിരിയാം. என்ன நடந்தது சரித்திரம் சொல்கிறேன். നിക്കലാവോസ് ഭക്തനാണ്. നിക്കലോസ് ഭക്തൻ. അവൻ ദൈവകൃപയുണ്ട്, ദേവകൃപയുണ്ട്. പക്ഷേ യവനിൽ മരിക്കാത്ത ഒരു ജഡ സ്വഭാവം കിടപ്പുണ്ടായിരുന്നു. ஆனால் ഇവൻ മരിക്കാത്ത ഒരു ശരീര സ്വഭാവമുണ്ട്, മാംസ സ്വഭാവം. സ്നാനപ്പെടുമ്പോൾ എന്റെ പഴയ മനുഷ്യൻ ചത്തു തേണ്ട കുഴിച്ചിടുന്നെന്നും പറഞ്ഞാ സ്നാനപ്പെടുന്നത്. നാം ജ്ഞാനസ്നാനം എടുക്കുന്നത് പഴയ മനുഷ്യനെ അടക്കം பண்ணி വിട്ടേന്. പക്ഷെ ഇവനിൽ ചാകാതെ ചില സ്വഭാവങ്ങൾ കിടപ്പുണ്ടായിരുന്നു. മരിക്കാതെ ഗുണാതിശയ ഗുണമുണ്ട്. അതും കൂടെ കൊണ്ടാ ഇവൻ പോരുന്നേ. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങ വന്നിരിക്കുന്നത്. ഇത് വെച്ചോണ്ടാണ് ഇവന്റെ മേൽ അപ്പോസ്തലന്മാർ കൈവച്ചത്. ഇത് വൈത്തുകൊണ്ടുതാൻ അപ്പോസ്തലർ തലയിൽ കൈവച്ചത്. അവന്റെ തീരുമാനങ്ങളെ അതിജീവിക്കുന്ന ഒരു സ്വഭാവ ദോഷം ഇവനിലുണ്ടായിരുന്നു. ഇവന് തീരുമാനത്തിലൂടെ മിഞ്ചി നടക്കുന്ന ഒരു ഗുണമുണ്ട്. എനിക്ക് 79 വയസ്സുണ്ട്. പാസ്റ്റർ 79 വയസ്സ്. അപ്പൊ ചില കാര്യം ഞാൻ തുറന്നു പറയുക. ഞാൻ ഓപ്പണാ சொல்லுகிறேன். എന്റെ പ്രായത്തിന് അത് കുഴപ്പമില്ല. പാസ്റ്ററുടെ വയസ്സിൽ പരവായില്ല. അതുകൊണ്ട് ദയവായിട്ട് കേട്ടോ. ദയവ് ചെയ്ത് എല്ലാവരും ഗവനമായി ഏറ്റുകൊള്ളും. ഈ പുള്ളിക്ക് യൗവനക്കാരത്തിൽ പെൺപിള്ളേരെ കണ്ടാൽ ഏതാണ്ട് ഒരു പെശ ഉണ്ടായിരുന്നു. പെൺകളെ ഇവർക്ക് വന്നിട്ട് പെൺകളെ പാർക്കുമ്പോൾ ഏതോ ഒരു അത് തന്നെയായിരുന്നു അവന്റെ സ്വഭാവ ദോഷം. ഇതാണ് ഉണ്മയാണ് അവിടെ ഗുണം. യവനും സ്തേഫാനോസിന്റെ കൂടെയും ഫിലിപ്പോസിന്റെ കൂടെയും വിളമ്പി കൊടുത്തവനാ. ഇവരും സ്തേഫാനോട് ഫിലിപ്പോട് ആഹാരം വിളമ്പി കൊടുത്തവൻ. വിളമ്പി ചെന്നപ്പൻ ഒരു പെണ്ണ് പെൺകുട്ടിയിരുന്ന് കരയുന്നു. ഇത് ഒരു വിളമ്പിക്കൊണ്ടേ ഒരു പെണ്ണുടെ കാര്യം. അവൾക്ക് അപ്പനും ഇല്ല അമ്മയും ഇല്ലെന്ന് ഇരിക്കട്ടെ, അവൾക്ക് തായ് തപ്പൻ ഇല്ല എന്നിരിക്കട്ടും. അവളോട് ചോദിച്ചു, കുഞ്ഞെന്തിനാ കരയുന്നേ, എന്തിനാ കരയുന്നേ, നീ അളുകറായി? അപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടാക്കി തരുന്ന ആഹാരത്തിന് ഉപ്പ് കൂടുതലുണ്ടായിരുന്നു, അല്ലെ മുളക് കൂടുതലുണ്ടായിരുന്നു, എനിക്ക് അതാ ഇഷ്ടം. എനിക്ക് അമ്മ ഇരുന്ന ചമത്തിൽ സமையൽപടി ഉപ്പും മുളക് അധികം വരാം, അതുதான் എനിക്ക് പിടിക്കും. ഇപ്പം 3 മാസമായി ഈ മെസ്സിൽ നിന്നാണ് ഭക്ഷണം. എനിക്ക് 3 വർഷം இந்த മെസ്സിൽ നിന്ന് ആഹാരം, എനിക്ക് ഇഷ്ടമുള്ള ആഹാരം കിട്ടുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള ആഹാരമില്ല. ഓ, ഇവൻ പോയി അവക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. ഇവൻ എന്നെ ചെയ്ത அந்த പൊണ്ണു മേലെ ഇത് വെച്ച് அந்த അവൾക്ക് ഇഷ്ടமான ആഹാരത്തെ കൊണ്ട് കൊടുത്തു. അപ്പോൾ അവൾ നന്നായി ഒന്ന് ചിരിച്ചു. അവൾ നന്നായി ചിരിച്ചു. ചിരി ഇവനങ്ങ് ഇഷ്ടപ്പെട്ടു. ഇവനെ അവൾക്ക് ഇഷ്ടമാണ്. അടുത്ത ദിവസവും അവളെ ചിരിപ്പിക്കാൻ വന്നു. അതற்காக ചില നാൾ ജീവിക്കാൻ വന്നു. അപ്പൊ ഇപ്പുറത്തിരുന്ന പെണ്ണോർത്ത് ഇവനെ ചിരിപ്പിച്ചാൽ ഇഷ്ടമുള്ള ആഹാരം കിട്ടും. അവർ ഈ ചിരിത്തതിനാലെ വിരുപ്പமான ആഹാരം കിട്ടും. അങ്ങനെ ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി. ഈ വിരുപ്പமான ആഹാരം ഉണ്ടാക്കുന്ന പെൺപിള്ളേരുമായി ബന്ധം വർദ്ധിച്ചു. പെൺകളുമായുള്ള ഐക്യം പെരുകുന്നത്. തോന്നിയതുപോലെ വർത്താനം പറയാൻ വന്നായി. അതൻ പിറകെ അധികമായി പേസ തുടങ്ങിനാർ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളി തുടങ്ങി. പിന്നെ പല കാര്യങ്ങൾ നടന്നു. നടപ്പ് പെശകായി. അവർ നടത്തെ ശരിയില്ല. നിക്കലോമോസ് ഇത് കാണിക്കുന്നത് കണ്ടപ്പോൾ, നിക്കലോമസ് ഇത് പാർത്തതേ സഭയിൽ പലരും പറഞ്ഞു, ഇത് തെറ്റല്ലേ, സഭയിൽ അനേകർ തവറല്ല. പലരുടെയും അകത്ത് ചാകാത്ത ചില ജഡിക വികാരങ്ങളൊക്കെ ഉണ്ട്. ഇവർ ജ്ഞാനസ്ഥലത്ത് സാകാത്ത ചില കാര്യമുണ്ടല്ലോ, അതൊക്കെ ഇവരുടെയൊക്കെ അകത്ത് തലപൊക്കാൻ തുടങ്ങി. ചിലയിടത്തിൽ തല തൂക്കറിന്റെ കാര്യം. തന്നെത്താൻ കാണിച്ചു വെച്ച അബദ്ധമല്ലേ രക്ഷിച്ചേ പറ്റുള്ളൂ.
தானா விரும்பின காரியம் இதை எடுத்துதான் ஆக வேண்டும். അപ്പൊ അവൻ പറഞ്ഞ അതൊന്നും കാര്യമല്ലെന്നേ. அவர் சொன்ன இதெல்லாம் பரவாயில்ல. യേശു കാൽവരിയിൽ മരിച്ചപ്പോൾ നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ചതാ. இயேசு கல்வாரியில் மரித்தோடு சகல பாவம் மன்னிக்கப்பட்டது. നാം ചെയ്ത പാപങ്ങളും ചെയ്യാൻ പോകുന്നതും വരെ ക്ഷമിച്ചതാ. நாம் செய்த பாவம் செய்ய போற பாவத்தை மன்னித்து விட்டார். ഇതൊന്നും ഒരു കാര്യമല്ല. இது பிரச்சனை இல்ல. ഇതിനെ കൃപ എന്നാ വിളിക്കുന്നേ. இது கிருபை. അപ്പൊ കൃപ അനുഭവിക്കാൻ ഒത്തിരി പേര് തയ്യാറായി. இப்படிப்பட்ட கிருபையை அனுபவி அநேகர் தயாரான. ഈ 5000 പേരിൽ അപ്പനും അമ്മയും ഇല്ലാത്ത ചെറുപ്പക്കാര് പിള്ളേർ ഒറ്റയ്ക്ക് നടക്കുന്നവർ ഒത്തിരി ഉണ്ട്. தாய் தகப்பன் இல்லாத ஜனங்கள் 5000 பல பாலிய பிள்ளைகள். ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും കളിയും ഒക്കെ ആരംഭിച്ചു. அவர்கள் மாறி மாறி பேச சிரிக்க தொடங்கினார்கள். ഞാൻ അങ്ങോട്ട് ചുരുക്കാൻ പോവാ. சுருக்க போகிறேன். അവസാനം ഒരു പെൺകുട്ടി ഗർഭിണിയായി. கடைசியாக ஒரு பெண் பிள்ளை கர்ப்பம் தரித்தார். അതുപോലെ പലരും இப்படி பலரும் ചോദിച്ചു പറഞ്ഞു വന്നപ്പോൾ നിക്കലാവോസ് ആണ് കാരണം. இதுக்கு காரணம் யாரு? நிக்கலோஸ். ആദ്യത്തെ സഭയുടെ ബിഷപ്പ് അവനെ മുടക്കി. முதல் சபையின் பிஷப் அவரை தடை பண்ணார். അതിനെ തുടർന്ന് അവന്റെ കൂടെ ഉണ്ടായിരുന്നവർ ദുർനടപ്പ് തുടങ്ങി. அதன் பிறகு அவனோடு கூட இருக்கிற துர்நடத்தை நடந்தார்கள். തുല്യ അവസരം, തുല്യ അവസരം. ஒரே வஸ்திரம். സ്തേപ്പാനോസ് വളർന്ന അതേ സഭ, ஸ்தேவான் வளர்ந்த அதே சபை, ഫിലിപ്പോസ് വളർന്ന അതേ സഭ, பிலிப்பு வளர்ந்த அதே சபை, 4 ഗുണവും ദോഷവും ഇല്ലാതെ ചത്തുപോയ ആ സഭ, ஒரு குணமும் இல்லாத இறந்து போன அந்த சபை. അവിടെയാണ് ഇവൻ നിക്കലാവോസ് തകർന്നത്. அவனுக்கு முன்னால் தான் இந்த நிக்கோலஸ் தகர்ந்து போய். യേശു പറഞ്ഞു നിക്കലാവോസിന്റെ നടപ്പ്, നിക്കലോവിയരുടെ നടപ്പ് ഞാൻ പകയ്ക്കുന്നു. നിക്കലോമിയുടെ നടത്തെ ഞാൻ വെറുக்கிறேன். ആവശ്യമില്ലാത്ത കളിയും ചിരിയും വേർപാടില്ലാത്ത ജീവിതവും தேவையில்லாத சிரிப்பும் பேச்சு நான் வெறுக்கிறேன். ഞാൻ വെറുക്കുന്നു. நான் வெறுத்தேன். ഒടുവിൽ കുറച്ചു നാൾ ഒരു പ്രാക്ടീസ് ഒരിടത്തായി കഴിഞ്ഞാൽ, கொஞ்ச நாள் நடந்த பிறகு ഒരു പ്രാക്ടീസ് ഒരിടത്ത് തുടർന്നാൽ, ஒரு காரியம் ஒரு இடத்தில் தொடர்ந்தால் അത് ഉപദേശമായി മാറാം. ஒருவேளை அது உபதேசமாய் மாறலாம். ഇങ്ങനെ സഭയ്ക്കകത്ത് ഈ വേണ്ടാത്ത നടപ്പ് ഒത്തിരി ആയതോടെ இப்படி சபைக்குள்ள தவறான நடந்த அதிகமானால் പലരെ മുടക്കി 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 വെളിയിലോട്ട് കളഞ്ഞു. இது பலரை தடை பண்ணி வெளியில தள்ளிவிடும். ആദ്യത്തെ ബിഷപ്സ് ആണ്, 2 പേരാണ് ഇവരെ മുടക്കുന്നത്. இவரை நடுவர் 2 பிஷப்புகள். ഈ മുടക്കപ്പെട്ടവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടി. இவர் முடக்கப்பட்ட எல்லாரும் ஒன்று கூடி ഒരു സഭയിൽ നിന്ന് പാപം ചെയ്ത് കുറെ എണ്ണത്തെ പുറത്ത് തള്ളിയാൽ, ஒரு சபையிலிருந்து பாவம் செய்ற வெளியில தள்ளினால் അവന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടും. இவரெல்லாம் ഒരുമിத்து, വേദപുസ്തകത്തിൽ ഒരു വാക്യവുമുണ്ട്, തൊഴിൽ ഒന്നാകയാൽ അവർ ഒരുമിച്ച് പാർത്തു. ഒരേ വേലന്റെ അതേപോലെ വാഴുവാர்கள். ഇവന്മാരെല്ലാം കൂടെ ഒരുമിച്ച്, ഇവരെല്ലാം ഒരുമിത്താர்கள். ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഉപദേശ സംഹിത ഉണ്ടാക്കി. ഇവരെല്ലാം ഒരുമിച്ച് ഉപദേശ മാറ്റങ്ങളെ ഉണ്ട്. അതിനെയാണ് നിക്കലോവിയരുടെ ഉപദേശം എന്ന് പിന്നെ യേശു എടുത്തു പറഞ്ഞു. നിക്കലോമിയുടെ ബോധനകൾ. മോനെ, എന്റെ വിഷയം നിക്കലോവിയർ മാത്രമല്ല. മകനെ, എന്നോട് ഉപദേശം അവിടെ അത് മാത്രമല്ല. നിക്കലോവിയരുടെ ഉപദേശം ഞാൻ ഇന്ന് എഴുതിക്കൊണ്ട് വന്നിട്ടില്ല. എന്റെ ഉണ്ട്, പക്ഷെ ഇന്ന് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടില്ല. അതെപ്പറ്റി നിറയെ ഉപദേശം ഞാൻ അത് ചൊല്ലവില്ലേ. 12 ഉപദേശങ്ങളാണ് നിക്കലാവോസിന് ഉണ്ടായിരുന്നത്. നിക്കലോമിയുടെ 12 ഉപദേശങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, ചിലതങ്ങോട്ട് ഓർമ്മ വരുന്നത് ഞാൻ ഉണ്ട്. പഴയ നിയമം കൊള്ളത്തില്ല. പഴയ നിയമം തവറില്ല. അത് കോപിഷ്ഠനായ ദൈവത്തെ കുറിച്ച് എഴുതി വെച്ചതാണ്. അത് കോപമുള്ള ദേവനെ കുറിച്ച് എഴുതുന്നത്. പഴയ നിയമത്തിലെ ദൈവം കൊല്ലുകയും ഒക്കെ ചെയ്യുന്നവനാ. പഴയ ഏർപ്പാട്ട് കാലത്തുള്ള ദേവൻ കൊല ചെയ്യുക. നമുക്ക് പഴയ നിയമം വേണ്ട. അത് പഴയ ഏർപ്പാട് വേണ്ട. നമുക്ക് പുതിയ നിയമം മതി. നമുക്ക് പുതിയ നിയമം. പുതിയ നിയമത്തിലെ ദൈവം കൃപാലുവാ. പുതിയ ഏർപ്പാട്ടിൻ കാലത്തിൽ യേശുവി കൃപയുള്ളവർ. ഒന്ന്, വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലെ കുറച്ച് പുസ്തകങ്ങൾ മതി. പുതിയ ഏർപ്പാട്ടിലുള്ള ചില കാര്യങ്ങൾ മാറ്റിനാர்கள். പഴയ ഏർപ്പാട്ട് കാലത്ത് പുതിയ നിയമത്തിലെ ചില പുസ്തകങ്ങൾ മാത്രം മതി. പുതിയ ഏർപ്പാട്ടിലുള്ള ചില കാര്യങ്ങൾ മാത്രം പോതും. ബാക്കിയൊന്നും വേണ്ട. മറ്റുള്ള ഒന്നും തേവയില്ല. 2, പഴയ നിയമത്തിലെ ദൈവത്തെ സേവിക്കണ്ട. പഴയ ഏർപ്പാട്ടിലുള്ള ദേവനെ സേവിക്കാൻ വേണ്ട. 3, നാം ചെയ്ത പാപവും ചെയ്യാൻ ഇരിക്കുന്ന പാപവും യേശു ക്ഷമിച്ചു കഴിഞ്ഞു. നമ്മ ചെയ്ത പാവവും ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തെ യേശു മന്നിത്താർ. അതുകൊണ്ട് പാപമെന്ന് സഭയിൽ പ്രസംഗിക്കരുത്. അതിനാൽ പാപത്തെ കുറിച്ച് സഭയിലെ പേശക്കൂടാതെ. അതൊക്കെ ജഡത്തിന്റെ ബലഹീനതയാ. അത് മാംസത്തിന്റെ ബലഹീനം. അടുത്തത്, യേശു മരിച്ചത് ജഡത്തിലാണ്. അതിന് പിറകെ യേശു മരിച്ചത് മാംസത്തിൽ. നമ്മുടെ മാംസത്തിന്റെ ജഡത്തിന്റെ മുഴുവൻ ബലഹീനതയും യേശു കൊണ്ടുപോയി. നമ്മുടെ ശരീരത്തിൽ മാംസമുള്ള ബലഹീനത്തെ യേശു കൊണ്ടുപോനാ. യേശു ഉയർത്തെഴുന്നേറ്റത് ജഡത്തിലല്ല, ആത്മാവിലാ. യേശു ഉയരോടെ ഉള്ളത് മാംസത്തിലെ ആവിയിലെ. അതുകൊണ്ട് ആത്മാവിന്റെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി. അതിനാൽ ആത്മഭാരം മാത്രം യേശു. ജഡത്തിലെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല. ഇനി പാപങ്ങൾക്ക് ദണ്ഡനയില്ല. ഞാൻ എല്ലാം ഒന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം എടുക്കാൻ വരുമ്പോൾ ഒരു 12 കൂട്ടം
ഉപദേശങ്ങളുണ്ട്. இப்படிப்பட்ட 12 உபதேசங்கள் உண்டு. ഇതിനെയാണ് നിക്കലോവിയ ഉപദേശം എന്ന് വിളിക്കുന്നത്. இதுதான் நிக்கலோமியோட உபதேசம், போதனைகள். ഞാൻ ഒരു പൊതുസ്ഥലത്താ പറയുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. எனக்கு தெரியும், ஒரு பொதுவான இடத்துல பேசுகிறேன். ഈ ഉപദേശങ്ങൾ വീണ്ടും എഴുന്നേറ്റിട്ടുണ്ട്. இந்த உபதேசங்கள் இன்றைக்கு எழுப்பி இருக்கிறது. ഇന്നതിനെ ഫ്രീ ഗ്രേസ് തിയോളജി എന്ന് വിളിക്കും. ഫ്രീ ഗ്രേസ് തിയോളജി, വഴിവിട്ട കൃപയുടെ സുവിശേഷം. വഴിവിട്ട கிருபையின் ஊழிய சுவிசேஷம். കൃപ ഉള്ളതുകൊണ്ട് പാപം ചെയ്താലും തകരാറില്ല. கிருபை இருப்பதனால் பாவம் செய்தாலும் தவறில்லை. അവനെ നിക്കലാവോസ് തുടങ്ങി വെച്ചതാ. മകനെ, അത് നിക്കലോമസ് തുടങ്ങി വെച്ചത്. യേശു വെറുക്കുന്നതാ. യേശു വെറുപ്പത്. സഭയെ നശിപ്പിക്കുന്നതാ. സഭയെ നാശപ്പെടുത്തുന്നത്. ഇനി ഞാൻ എൻ്റെ ആദ്യത്തെ ആശയത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരാം. മുതൽ ആശയത്തിൽ ഞാൻ വരുகிறேன். എനിക്കൊന്ന് എൻ്റെ സമയം അപ്പോഴത്തേക്കാകും, ഞാനിത് പറഞ്ഞു നിർത്തും. ഇത് ആവുന്നതിന് സമയം മുടി. തുല്യ അവസരം ലഭിച്ച 7 പേർ, നല്ല അവസരം கிடைத்த 7 പേർ, അതിൽ 2 പേർ ഉയർന്നു വളർന്നു. അതിൽ 2 പേർ എല്ലാവരും ഉയർന്നു വളർന്നാர்கள். 4 പേർ സാധാരണക്കാരായി മാറി. 4 പേർ സാധാരണക്കാരൻ. എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പുതിയ ഉപദേശം ഒന്നും വേണ്ട, നമ്മുടെ എത്ര പേർ இப்படிப்பட்ட പുതിയ ഉപദേശം എല്ലാം വേണ്ട, ഒരു പുതിയ വെളിപ്പാടും വേണ്ട, എനിക്ക് പുതിയ വെളിപ്പാട് വേണ്ട, ജനിച്ച പോലെ ചാകണം, പിറന്നതുപോലെ മരിക്കണം. വേദപുസ്തക ഭാഷയിൽ, വേദപുസ്തക ഭാഷയിൽ അണ്ട ഒറ്റത്താലന്തുകാരന്റെ പരിപാടിയാണ് ഇത്. തനിപ്പറ്റയുടെ കാര്യം ഇത് അല്ല പാസ്റ്ററെ, ഒറ്റത്താലന്തുകാരന്റെ ഉപമ ഇത്. വേദം நம்ம படிக்கிற ஒரு தாலந்து உள்ளவன். യേശു ഒരു ഉപമ പറഞ്ഞു. യേശു ഒരു ഉപമ சொன்னார். ഒരുത്തന്റെ കയ്യിൽ 1 താലന്ത് കൊടുത്തു. ഒരുവരുടെ കയ്യിൽ 1 താലന്ത്, വേറൊരുത്തന്റെ കയ്യിൽ 2 താലന്ത്, വേറൊരുത്തൻ 2 താലന്ത്, മൂന്നാമന്റെ കയ്യിൽ 5 താലന്ത് കൊടുത്തു, മൂന്നാമത് ഒരുത്തൻ 5 താലന്ത്, ഇനി ഒരുത്തന്റെ 10, ഇന്നൊരുത്തൻ 10 താലന്ത് കിട്ടിയവൻ 10 കൂടെ നേടി. 10 താലന്ത് എടുത്ത് 10 കൂടെ വ്യാപാരം ചെയ്ത. 5 താലന്ത് കിട്ടിയവൻ 5 കൂടെ നേടി. 5 താലന്ത് കിടത്ത് 5 കൂടെ താലന്ത് വ്യാപാരം ചെയ്ത. ഒറ്റ താലന്ത് ഉണ്ടായിരുന്നവൻ, 1 താലന്ത് ഉള്ളവൻ, ആ താലന്ത് കൊണ്ട് മണ്ണിൽ കുഴിച്ചു. அந்த താലന്ത് മണ്ണിൽ പുതൈത്താർ. യജമാനൻ വന്നപ്പോൾ ഈ 1 താലന്ത് പൊക്കിക്കൊണ്ടുവന്നു. 1 താലന്ത് அப்படியே എടുത്തുകൊണ്ട് വരിക. ഇരിക്കുന്ന എന്റെ തന്നത് ഇപ്പോഴും ഉണ്ട്. നീർ കൊടുത്ത താലന്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ തമിഴ്നാട്ടിലെ ചരിത്രം എനിക്ക് കൂടുതൽ അറിയത്തില്ല. തമിഴ്നാട്ടിലെ ചരിത്രം എനിക്ക് தெரியாது. ഞങ്ങളുടെ കേരളത്തിൽ കൂടെ യാത്ര ചെയ്താൽ, കേരളത്തിൽ വഴി യാത്ര ചെയ്താൽ, സഭായോഗങ്ങളിൽ സാക്ഷി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. സഭ കൂട്ടത്തിലെ സാക്ഷി ചൊല്ലുന്ന ഒരു സമയമുണ്ട്. അതിനകത്ത് ആളുകൾ ഇങ്ങോട്ട് എഴുന്നേക്കും. പലർ എഴുമ്പുവാர்கள். എഴുന്നേറ്റ് 1-ാം നൂറ്റാണ്ടിലെ അനുഭവം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അവർ ചൊല്ല, ആദ്യ നൂറ്റാണ്ടുടെ അനുഭവം എനിക്ക് ഇപ്പോഴും. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്തെ ഭക്തി എനിക്ക് ഇപ്പോഴും ഉണ്ട്. രക്ഷിക്കപ്പെട്ട കാലത്തിലുള്ള ഭക്തി എനിക്കുണ്ട്. അപ്പൂപ്പന്മാരുടെ കാലത്തെ ഉപദേശം ഇപ്പോഴും ഉണ്ട്. മുൻപിതാക്കളുടെ ഉപദേശമുണ്ട്. എന്ന് പറഞ്ഞാൽ തേണ്ട കുഴിച്ചിട്ടത് പൊക്കിക്കൊണ്ട് വന്നിരിക്കുക. ഇത് എന്ന കാരണം? 1 താലന്ത് മൂടിപ്പെട്ട് അത് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. വ്യാപാരം ചെയ്തുമില്ല, പുതുതായിട്ടൊന്നും സമ്പാദിച്ചില്ല. ഞാൻ ഒന്ന് പെരുസു ചെയ്യണം, സമ്പാദിക്കവല്ലേ. തേണ്ട 4 എണ്ണം അതുപോലെ കൂടി. 4 പേര് അപ്പടി പോനാർ. കുക്കായി ജനിച്ചു, കുക്കായി ചത്തു. കിടത്തത് അപ്പടിയേ പോനത്. എത്ര പേര് ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽ അടുത്തൊരു പ്രതിഷ്ഠയ്ക്ക് തയ്യാറാ? എത്ര പേർ അടുത്ത ലെവലിൽ പ്രതിഷ്ഠ പണ പോയി? ഒടുവിലത്തേവൻ നശിച്ചു. കിടത്തവൻ നാശപ്പെട്ട. നമ്മൾ നാശത്തിലേക്ക് പോകണ്ട, നാം നാശത്തിൽ പോകൂടാതെ. ഈ 2-ാം ഗ്രൂപ്പിലും നിൽക്കാതെ, இந்த 2வது குரூப்பில் நிற்காம 1-ാം ഗ്രൂപ്പിലേക്ക് മാറാൻ നോക്ക്. 1ാം ഗ്രൂപ്പിലെ മാറ வேண்டும். കർത്താവേ, എന്റെ കയ്യിൽ കിട്ടിയത് ഞാൻ വ്യാപാരം ചെയ്യും. കർത്താവേ, എൻ കയ്യിൽ നീർ കൊടുത്തനെ വ്യാപാരം ചെയ്യും. കൊടുത്തിരിക്കുന്ന കൃപ ആകെ ആഹാരം വിളമ്പാനാ. ആണ്ടവർ മുതൽ കിടത്ത കൃപ എന്ന ആഹാരം പരിമാറും. ആ അവസരം ഞാൻ ഉപയോഗിക്കും. அந்த അവസരത്തെ ഉപയോഗപ്പെടുത്തും. ദൈവം എനിക്ക് തന്ന ഏത് അവസരവും ഞാൻ ഉപയോഗിക്കും. എനിക്ക് കൊടുത്ത എന്ത് അവസരം ഞാൻ ഉപയോഗപ്പെടുത്തും. ഇതിനകത്തുനിന്ന് ഞാൻ അടുത്ത പടിയിലേക്ക് ഉയരും. എനിക്ക് ഇന്ന് അടുത്ത പടിയിൽ വളര வேண்டும். സ്തേഫാനോസിനെ ഉപയോഗിച്ചതുപോലെ സ്തേഫാനോസിന്റെ പല വശങ്ങൾ എടുത്തു. പല കാര്യം ചൊല്ലി കൃപാവരങ്ങളിൽ താൻ വളർന്നു. കൃപാവരങ്ങളിൽ വളർന്ന. കൃപാവരം വ്യാപാരം ചെയ്യാൻ സ്തേഫാനോസിനെ വിളിച്ചുമില്ല, അഭിഷേകം ചെയ്തുമില്ല. കൃപാവരങ്ങളെ വ്യാപാരം പണ്ണ സ്തേഫാനോസിനെ അളക്കവില്ലേ. പ്രസംഗത്തിൽ വളർന്നു. പ്രസംഗത്തിൽ വളർന്ന. അതുപോലൊരു പ്രസംഗം പറയുന്ന ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പടിപ്പെട്ട പ്രസംഗം പണ്ണ ഒരുവനെ പാർക്കവില്ലേ. ഇവനെ ദൈവം അത് ഏൽപ്പിച്ചു. അത് ദേവൻ കൊടുത്താൽ ലഭിച്ച അവസരം ഉപയോഗിച്ചു. കിടത്ത തരുണത്തെ ഉപയോഗപ്പെടുത്തിനാർ. ഇന്ന് ലഭിച്ച അവസരം ഉപയോഗിച്ച് വളരും എന്നൊരു തീരുമാനമെടുക്കാം. ഇൻறைக்கு പിള്ളേകളെ കിടത്ത തരുണത്തെ ഉപയോഗപ്പെടുത്തുവാൻ ഒരു തീരുമാനം ചെയ്യുക. ഞങ്ങൾക്ക് ബാംഗ്ലൂർ പട്ടണത്തിൽ പാസ്റ്റർ യശ്വന്ത് കുമാർ എന്ന് പറയുന്ന ഒരു അപ്പോസ്തലൻ ഉണ്ടായിരുന്നു. എങ്കിൽ ബാംഗ്ലൂർ പട്ടണത്തിലെ അപ്പോസ്തലൻ യശ്വന്ത് കുമാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ പലർക്കും അദ്ദേഹത്തെ അറിയാം. ഞങ്ങൾ വലിയ സ്നേഹിതരാണ്. ഞങ്ങൾ നண்பர்கள். അദ്ദേഹം ക്രിസ്തുവിനെ അറിയാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നറിഞ്ഞു. അവർ യേശുവെ അറിയാതെ ഒരു പിന്നണിയിൽ നിന്ന് വന്നാർ. ഞങ്ങളുടെ പട്ടണത്തിന്റെ അപ്പോസ്തലനായി അദ്ദേഹം, ഞങ്ങൾ ബാംഗ്ലൂർ പട്ടണ അപ്പോസ്തലനായിരുന്ന എല്ലാവരും അദ്ദേഹത്തെ എല്ലാവർക്കും தெரியும். യശ്വന്ത് കുമാർ പാസ്റ്ററെ അറിയാവുന്നവരുടെ കൈ ഒന്ന് കാണട്ടെ. യശ്വന്ത് കുമാരെ പറ്റി എനിക്ക് தெரியாத ഉണ്ടോ? കൈ തൂക്കുക പാക്കല. അങ്ങ് ഇഞ്ഞും 2-3 പേരുണ്ട്. അറിയുന്നവർക്ക് ചിലരുണ്ട്. കൈ താത്തിട്ടു.
അദ്ദേഹത്തിന് ഒത്തിരി സഭകളായി. அவர்களுக்கு அநேக சபைகள். ആരെങ്കിലും യശന്തകുമാറിന്റെ അടുക്ക് ചെന്ന് പറയാം, എനിക്ക് വേലയ്ക്ക് വേണ്ടി ഒരു വിളിയുണ്ട്, എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞാൽ, எனக்கு ஆண்டுடைய வேலைக்கு ஒரு அழைப்புண்டு சமயம் கொடுங்கன்னு சொன்னால் അദ്ദേഹം 3-4 ചോദ്യങ്ങളൊക്കെ ചോദിക്കും. அவர் 3-4 கேள்வி கேட்பார். എന്നിട്ട് പറയും, സഹോദര, നിന്നെ കർത്താവ് ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. சகோதரனே, உனக்கு ஆண்டவர் ஊழியம் கொடுத்தார் நான் விசுவாசிக்கிறோம். എന്നെ കളിപ്പിക്കരുത്, என்னை தமாசு கேலி பண்ணாத, ഞാൻ നിന്നെ സഹായിക്കാൻ പോകും, உனக்கு உதவி செய்கிறேன். നീ എന്നെ കളിപ്പിച്ചാൽ நீ என்னை கேலி பண்ணா ദൈവം നിന്നെ കളിപ്പിക്കും. தேவன் உன்னை കളിപ്പിப்பார். അദ്ദേഹത്തിനൊരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കും. நான் ஒரு வீடு வாடகைக்கு எடுத்து தருவேன். സാധാരണ ബാംഗ്ലൂരിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ 1 വർഷത്തെ വാടക അഡ്വാൻസ് ആയി കൊടുക്കണം. വാടക ബാംഗ്ലൂർ വാടക വീട് എടുക്കണം, 1 വർഷത്തെ വാടക അഡ്വാൻസ് കൊടുക്കണം. മുഴുവനും അഡ്വാൻസ് കൊടുത്ത് ഒരു വീട് എടുത്തു കൊടുക്കും. മുഴുവൻ അഡ്വാൻസ് കൊടുത്ത് വീട് എടുത്ത് കൊടുത്ത് വീടായി താമസിക്കാൻ ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും കൊടുക്കും. വീട്ടിൽ വാസമുള്ള തേവലെല്ലാം വാങ്ങി കൊടുത്ത് നീ ഇവിടെ താമസിച്ച് സുവിശേഷ വേല ചെയ്യാൻ പറയും. നീ ഇങ്ങിരുന്ന് ഊഴിയം ചെയ്യും. കൈവച്ച് അനുഗ്രഹിക്കും. കൈവച്ച് ആശീർവദിത്താൽ കറക്റ്റ് 30ാമത്തെ ദിവസം വരും. കറക്റ്റായി 30 നാൾ അழைപ്പാർ. എത്ര പേരെ സ്നാനപ്പെടുത്തി? നീ എത്ര പേർക്ക് ജ്ഞാനസ്നാനം കൊടുത്തായി? പലരും പറയും ഒന്നുമില്ല. അവൻ ചൊല്ലും ഒന്നുമേ ഇല്ല. നിനക്ക് വേലയുടെ വിളിയുണ്ടെന്ന് ഏത് മണ്ടനാ നിന്നോട് പറഞ്ഞു? ഉനക്ക് യാർ മുട്ടാൾ சொன்னார் അழைப்பு ഉണ്ട് എന്ന്? വിഡ്ഢിത്തം പറഞ്ഞാണോ എന്റെ കാശ് കളിപ്പിച്ചേ? നീ ഒരുമാതിരി ഇത് പണി എന്നെ വഞ്ചിത്തായി. ആക്കെ അടുത്തൊരു മാസം കൂടെ നോക്ക്. അടുത്ത ഒരു വാർത്ത വഴക്ക് പറയാവുന്നതിന്റെ പരമാവധി ശരിയാകത്തിട്ട് അടുത്ത മാസത്തേക്ക് ആവശ്യമുള്ള മുഴുവൻ ചെലവും കൊടുക്കും. അടുത്ത മാസമുള്ള ചെലവ് പണം കൊടുത്താൽ അടുത്ത 30 ദിവസം കഴിയുമ്പോൾ വരും. 30 നാൾ കളിച്ച് അളിത്താൽ എത്ര ആളിനെ സ്നാനത്തിന് കൊണ്ടുവന്നു? നീ എത്ര പേർക്ക് ജ്ഞാനസ്നാനം കൊടുത്താൽ? ചിലർ ഒരാളിനെ കൊണ്ടുവന്ന് കാണും. ഒരു ആളായിരിക്കണം, ചിലർ 10 പേരായിരിക്കും, 10 പേരായിരിക്കണം. ഉടനെ പറയും, നിന്നെ ഞാൻ അംഗീകരിച്ചു. ഞാൻ അംഗീകരിக்கிறேன். കാര്യം വേലയ്ക്ക് വിളിച്ചതാ, നീ ഉന്നെ അழைപ്പുണ്ട്, നീ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്ന പല സഭകളും ഇന്ന് ബാംഗ്ലൂരിലെ വലിയ സഭകൾ. ഇன்றைக்கு அப்படிப்பட்ட சபையெல்லாம் அதிகമായി പെരുകുന്നു. 99% ആളുകൾ ചുമ്മാ കളിപ്പിച്ചതാ. ചുമ്മാ 99 ചുമ്മാ കേവലം ഒരു ചുമ്മാ അവരുടെ മേൽ ശുശ്രൂഷയില്ല, ശുശ്രൂഷയ്ക്കുള്ള വിളിയില്ല, അവരുടെ ഊഴിയത്തിന്റെ അழைപ്പില്ല, ചെയ്യവുമില്ല. ഇന്ന് നമുക്ക് ദൈവത്തോട് ഒരു കർത്താവേ, എൻ്റെ മേലൊരു വിളിയുണ്ടെങ്കിൽ എന്നെ അത് കൺഫേം ചെയ്യും. ആണ്ടവരെ എന്മേൽ ഒരു അழைപ്പുണ്ടാ, എനിക്ക് അത് തെரியப்படுത്തുங்க. ഇന്ന് ദൈവം ചിലരെ കൂടെ ഉപയോഗിക്കട്ടെ. ഇன்றைக்கு ചിലരെ ആണ്ടർ ഉപയോഗപ്പെടുത്തട്ടെ. ബാംഗ്ലൂരിലെ എൻ്റെ ചർച്ച് വളർന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പാസ്റ്ററുടെ സഭ വളർന്നത് എനിക്ക് തെരിയും. ഞാൻ അടുത്ത 5-6 മിനിറ്റോടെ എടുത്തോട്ടെ. ചർച്ച് വളർന്നത് എനിക്ക് ഓർമ്മയുണ്ട്. സഭ വളർന്നത് എനിക്ക് തെരിയും. ഞങ്ങൾക്ക് എല്ലാ മാസവും സ്നാനം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ മാസവും ജ്ഞാനസ്നാനം ഉണ്ട്. മാസത്തിന്റെ 2ാമത്തെ ആഴ്ചയിലായിരുന്നു ഞങ്ങൾ സ്നാനപ്പെടുത്തുന്നത്. മാസത്തിന്റെ 2ാം സർവീസും മലയാളം സർവീസ്, 2ാമത്തെ മലയാളം സർവീസിന്റെ സ്നാനം അല്ല, അന്നെല്ലാം കൂടെ ഒന്നേ ഉള്ളൂ. എല്ലാവർക്കും ഒരേപോലെ. ആ കാലത്ത് എല്ലാം കൂടി ഒറ്റ സ്നാനമേ ഉള്ളൂ. അത് 2ാമത്തെ ഞായറാഴ്ച, 2ാമത്തെ വാരത്തിൽ ജ്ഞാനസ്നാനം ഉണ്ട്. 1999 ഡിസംബർ 31-ാം തീയതി 1999 ഡിസംബർ 31-ാം തീയതി വൈകിട്ട് വാച്ച് നൈറ്റ് സർവീസിന് ഇരിക്കുമ്പോൾ വൈകിട്ട് പൊതുവാൻ മുഴുവൻ ആശീർവദിച്ചപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഒരു കൊച്ചൻ എൻ്റെ അടുക്കൽ വന്നു. ഒരു ചിന്ന പിള്ളை വന്നാൽ, അനിസൻ. ആ പാസ്റ്റർ അനിസൻ. അദ്ദേഹം എൻ്റെ അടുക്ക വന്നിച്ച് പറഞ്ഞു, പാസ്റ്ററങ്ങളെ, നമ്മൾ ഈ മാസത്തിൽ ഒരു സ്നാനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? അവർ കേട്ടാർ, പാസ്റ്റർ നമ്മുടെ സഭയിലെ മാസത്തിൽ ജ്ഞാനസ്നാനം എത്ര നാട്ടിൽ നടന്നു? ഞാൻ പറഞ്ഞു 16 വർഷമായി മണി. 16 വർഷം. ഒറ്റ ആഴ്ച ഒരു മാസത്തിൽ വിട്ടുകളയാതെ ഒരു മാസം കൂടെ ജ്ഞാനസ്നാനം വിടാതെ എല്ലാ ആഴ്ചയിലും സ്നാനം നടത്തി. എല്ലാ മാസവും ജ്ഞാനസ്നാനം. കഴിഞ്ഞ 16 വർഷം നമുക്ക് കഴിഞ്ഞു. 16 വർഷം അപ്പടി. അവൻ എന്നോട് ചോദിച്ചു, അങ്കിളെ, അതൊരു മോശമല്ലേ? അവർ சொன்ன പാസ്റ്റർ, അത് നല്ലതല്ല. ഈ 16 വർഷമായി നമുക്ക് ഒരു വളർച്ചയില്ലല്ലോ. 16 വർഷമായിട്ട് സഭ ഇന്നും വളരവില്ലേ? ഇത് നമ്മുടെ ഒരു സഭ വളരുന്നുണ്ട്, ഈ ജ്ഞാനസ്നാനം ഇല്ല. നമുക്ക് ഒരു വളർച്ച വേണ്ടേ? നമുക്ക് ജ്ഞാനസ്നാനത്തിൽ ഒരു വളർച്ച വേണ്ടുമല്ലോ. പറഞ്ഞ അനിസ, ഈ മാസത്തിൽ കുറഞ്ഞത് 2 പേരെയെങ്കിലും സ്നാനത്തിന് കൊണ്ടുവരണമെങ്കിൽ നീ പറയുന്ന പോലെ സിമ്പിൾ അല്ല. അൻസൻ പാസ്റ്റർ, നിങ്ങൾ சொல்ற പോലെ ഒരു മാസം 2 പേരെ കൊണ്ട് സാധാരണപ്പെട്ട കാര്യമല്ല. എനിക്ക് എൻ്റെ ഓഫീസുണ്ട്, ജോലിയുണ്ട്, അതിൻ്റെ വീടുണ്ട്, അത് കഴിഞ്ഞാൽ ഇത് ചെയ്യേണ്ടത്. എനിക്ക് ഓഫീസുണ്ട്, വീടുണ്ട്, അത് മുടിந்த പ്രധാനം ചെയ്യണം. അനിസനോട് പറഞ്ഞു, അങ്കിൾ വിഷമിക്കണ്ട. അവർ சொன்னார், പാസ്റ്റർ നിങ്ങൾ കവലപ്പെടാதீங்க, നമുക്ക് എല്ലാ ആഴ്ചയിലും സ്നാനം വേണം, നമുക്ക് എല്ലാ വാരവും ജ്ഞാനസ്നാനം. അവരുടെ ചുമ്മാ ഇരിക്കുക, നടക്കില്ല. ഞാൻ சொன்ன ചുമ്മാ പിള്ളை, അത് നടക്കാതെ. അദ്ദേഹം എന്നോട് പറഞ്ഞു, നടക്കും പാസ്റ്ററെ. അൻസൻ சொன்னார், നടക്കും. അദ്ദേഹം ഒരു 3-4 പേരെ കൂടെ കൊണ്ടുവന്നു. അവർ 3-4 പേരെ കൊണ്ടുവന്നു. അതിലൊന്നായിരുന്നു ഈ റോബർട്ട് പാസ്റ്റർ. അതിലുള്ളത് റോബർട്ട് പറഞ്ഞു, മാസത്തിന്റെ 1ാമത്തെ ഞായറാഴ്ച സ്നാനത്തിനുള്ള ആളിനെ ഞാൻ കൊണ്ടുവരാം. ഞാൻ சொன்னேன், മാസത്തിൽ 1 വാരം ഞാൻ കൊണ്ടുവരാം. ഈ മനുഷ്യൻ അന്ന് പാസ്റ്റർ അല്ല, ഞാൻ പാസ്റ്റർ അല്ല,
അത് വിശ്വാസം. ഒന്നാമത്തെ ആഴ്ചയിലത്തെ സ്നാനത്തിനുള്ളവരെ ഞാൻ കൊണ്ടുവരാം. ഒന്നാമത് മാസം ஞானஸ்நானம். രണ്ടാമത്തെ ആഴ്ചത്തേത് എൻ്റെ ജോലിയാ. அது முதலாவது ஞானஸ்நானோட பாஸ்டோட பேர். വേറൊരാൾ പറഞ്ഞു മൂന്നാമത്തെ ആഴ്ചത്തേക്കുള്ളത് ഞാൻ കൊണ്ടുവരാം. மூன்றாவது வாரம் நான் ஆளுகளை கொண்டு. എൻ്റെ ഇളയ മോൻ ഒന്നിച്ച് പറഞ്ഞു നാലാമത്തെ ആഴ്ചത്തേക്കുള്ളത് ഞാൻ കൊണ്ടുവരാം. பாஸ்டோட இளமன் நான்காவது வாரத்தில் ஞானஸ்நானம் என்னுடையது நான் கொண்டு வருவேன். ഞാൻ അവനോട് ദേഷ്യപ്പെട്ടു. நான் கோபப்பட்டேன். ഞാൻ ചോദിച്ചാൽ ഇവരെല്ലാം പറഞ്ഞ് നടന്നില്ലെങ്കിൽ എനിക്ക് നാണക്കേടില്ല. இப்ப சொன்ன இவங்க மூன்று பேரும் சொன்ன நடக்காவிட்டா எனக்கு வெட்கமில்ல. പക്ഷെ നീ പറഞ്ഞ് നടന്നില്ലെങ്കിൽ എനിക്ക് ഇവിടെ നാണക്കേടാ. நீ நான்காவது வாரத்தில் ஞானஸ்நானம் ஆளுகளை கொண்டு எனக்கு வெட்கக்கேடு. നീ എവിടുന്നാണ് ആളിനെ കൊണ്ടുവരുന്നത്? நீ எங்க இருந்து கொண்டு வருவாய்? കൊച്ചിറക്കൻ சின்ன பையன். അവനൊന്ന് 11-12 വയസ്സുണ്ടാവും. ஜான்சன் பாஸ்டர் 12 வயசு. നീ എവിടുന്ന് ആള് കൊണ്ടുവരുന്നത്? நீ எப்படி ആളുകളെ കൊണ്ടുവരുവാய்? അവനൊരു ചാർട്ട് എടുത്ത് എന്നെ കാണിച്ചു. ஒரு சாக் பீஸ் எடுத்து ചാർട്ട് ஒரு சார்ட் எடுத்து காட்டு. ഇത് നമ്മുടെ അടുത്ത ടൗണാ. നമ്മുടെ അടുത്ത ഇടത്തിൽ അവിടെ ഇത്ര റോഡുണ്ട്, ഇത്തന റോ ഉണ്ട്. ആ ഒരു ടൗണിനകത്ത് ഇത്ര റോഡുകളുണ്ട്. ഇത്തന റോഡ് ഞാൻ മൊത്തം റോഡ് വരച്ചിട്ടുണ്ട്. മൊത്തം റോഡ് വരച്ചു വിട്ട് ഇവിടെ എല്ലാം കൂടെ കൂടി ഏതാണ്ട് 6000-ഓളം വീടുകളുണ്ട്. എല്ലാം പാർത്താൽ ഒരു 6000 വീടുകൾ. അവന് അശ്വത് നഗറിന്റെ ചിത്രമാണ് കൊണ്ടുവന്നത്. അശ്വത് നഗർ ഉള്ള அந்த പടത്തെ കാട്ടി ഒരു റോഡ് പടത്തെ 6000-ഓളം വീടുകളുണ്ട്. 6000 വീടുകളുണ്ട്. ഞാൻ കഴിഞ്ഞ 3-4 ആഴ്ചയായി എല്ലാ ദിവസവും വെളുപ്പിനെ പ്രയർ വോക്കിന് അതുവഴി പോകാറുണ്ട്. ഞാൻ ദിനവും കാലയിലെ ജപയാത്രയ്ക്ക് പോവേ. അവിടെയുള്ള പിശാചുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊയ്ക്കോണം ഇവിടെ. ഞാൻ അங்க இருக்கிற പിശാചു சொன்னே இந்த இடத்தை விட்டு காலி பண்ணு. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. எனக்கு உண்மை தைரியம். ഞാൻ ആള് കൊണ്ടുവരും. ഞാൻ ആളുകളെ കൊണ്ടുവരും. ഞാനും കരഞ്ഞു. നാനും കരഞ്ഞു, അഴുതു വിട്ടേ. എൻ്റെ വിശ്വാസം ഒന്നുകൂടെ ബൂസ്റ്റപ്പ്. എന്നോട് വിശ്വാസം അധികമാകും. ഞാൻ പറഞ്ഞേടാ, ചില മാസത്തിന് 5 ആഴ്ചയുണ്ട്, ചില 5 വാരങ്ങളുണ്ട്. 5 ആഴ്ചയുള്ള 5ാമത്തെ ആഴ്ച ഞാൻ കൊണ്ടുവന്നോളാം. അവർ 5ാவது വാരം ഞാൻ കൊണ്ടുവരും. 2ാമത്തെ ആഴ്ച എൻ്റെ ജോലിയാ. 2ാவது വാരം പാസ്റ്ററുടെ. 5ാമത്തെ ആഴ്ചയും കൂടെ ഞാൻ എടുത്തു. 5ാவது വാരത്തിന് മാസം മുതൽ ഇന്ന് വരെ, അന്ന് മുതൽ ഇന്ന് വരെ ചില സർവീസിലൊക്കെ സ്നാനം നടക്കാതെ പോയിട്ടുണ്ട്. ചില സർവീസിൽ ஞானஸ்நானம் നടക്കാமல் പക്ഷെ വേറൊരുത്തം കൊണ്ടുവരും. ആന വേറെ ആളുകൾ കൊണ്ടുവന്ന ഒറ്റ ആഴ്ച വിടാതെ, ഒരു വാരം വിടാതെ 2000 ആണ്ട് മുതൽ ഈ 2000 ആണ്ട് മുതൽ ഈ 2025 ജനുവരി വരെ, 2025 ജനുവരി വരെ, ഇന്ന് 25-ാം തീയതി ഞായറാഴ്ചയാ, ഇന്ന് 25 ഞായറാഴ്ച, ഇന്ന് ഉൾപ്പെടെ ഒരൊറ്റ ഞായറാഴ്ച വിടാതെ സ്നാനം നടക്കും. ഒരു വാരം വിടാமல் ஞானஸ்நானம் നടന്നുകൊണ്ടേയിരിക്കും. കർത്താവിൻ്റെ ദാസന്മാർ എനിക്ക് തന്ന എല്ലാ സഹകരണത്തിനായി നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.